അഭിമുഖീകരിക്കുന്നു. വളരെ സാദരം സസ്നേഹം ഉസ്താദ് അവറുകളെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. بسم الله وبنعمته تتم الصالحات. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك، ولك الحمد حتى ترضى، رضا نفسك وزنة عرشك ومداد كلماتك وعدد خلقك. اللهم صل وسلم وبارك على عبدك ونبيك سيدنا محمد صلى الله عليه وسلم وعلى آله وأصحابه ومن اهتدى بهديه واستنى بسنته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما عندكم ينفد وما عند الله باق، ولنجزين الذين صبروا أجرهم بأحسن ما كانوا يعملون. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. إنه ليس له سلطان على الذين آمنوا وعلى ربهم يتوكلون. إنما سلطانه على الذين يتولونه والذين هم به مشركون. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ എൻ്റെ ബന്ധുവും മുത്താപ്പയുടെ മകനും കൂടിയായ ഷിഹാബുദ്ദീൻ റഹ്മാനി മമ്പാട് അവറുകളെ, മഹല്ല് പ്രസിഡന്റ് ബഹുമാന്യരായ സലീം സാഹിബ് എടക്കര, ഇവിടെ അനുഗ്രഹ ഭാഷണം നടത്തിയ ഇസാഖ് ഫൈലി ഉസ്താദ് ചാമപ്പറമ്പ്, അഭിനന്ദരായ അബ്ദുൽ അസീസ് മുസ്ലിയാർ മുത്തയിടം മഹലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന സഹോദര സഹോദരിമാരെ, ഉച്ചനേരമാണ്, നല്ല വെയിലും ചൂടൊക്കെ ഉണ്ട്. പന്തലിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കണത്? ചൂടെടുത്തിരിക്കുകയാണെങ്കിൽ ഇത് വേഗം തീരണേ എന്നായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഇതോടനുബന്ധിച്ചൊരു ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടായിരിക്കൂലേ? ഭക്ഷണം ഉണ്ടെന്ന് പറയുന്നു. അപ്പം എന്തായാലും ഇരുന്നേ പറ്റൂ, എന്നല്ലത് കിട്ടുള്ളൂ. സഹോദര സഹോദരിമാർ അവരൊക്കെ കുഞ്ഞുങ്ങളെയും കൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചൂടെടുക്കുമ്പോഴൊക്കെ വലിയ പ്രയാസവും അസ്വസ്ഥതയും ഉണ്ടാകും. ഇതൊക്കെ ഒരല്പനേരത്തേക്ക് ക്ഷമിക്കുകയാണ്. ഒരൊത്തുചേരൽ, മനസ്സുകൾ തമ്മിലുള്ള
സംഗമമാണ്, പരിചയം പുതുക്കലാണ്. പടച്ചതമ്പുരാനെ കുറിച്ച് പറയപ്പെടുന്ന, അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു സദസ്സിൽ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യവും സക്കീനത്തും ഇറങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സംഗമത്തിന് നേതൃത്വം കൊടുത്ത ഇവിടുത്തെ മഹല്ല് ഭാരവാഹികൾ, ഉസ്താദുമാർ, വർഷങ്ങളായി ഇങ്ങനെ ഒരു പരിപാടി വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാരായ മുത്തയുടെ മഹല്ലുകാരായ നിങ്ങളെല്ലാവരും, നിങ്ങളുടെയൊക്കെ ഈ പ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പാണക്കാട് പൂക്കോയ തങ്ങൾ 1960കളിൽ ഖാദിയായി നേതൃത്വം നൽകി. അതിനുശേഷം പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ, തങ്ങൾക്ക് ശേഷം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അത് കഴിഞ്ഞ് ഇപ്പോൾ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. ആ ഒരു പാണക്കാട് കുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ അജയ്യമായി മുന്നോട്ടു പോകുന്ന ഈ ഒരു മഹല്ല് സംവിധാനം, ഇവിടുത്തെ നായിബ് ഖാദിയും മുദരിസുമൊക്കെയായി സേവനം ചെയ്യുന്ന ബഹുമാന്യനായ പണ്ഡിതൻ ഷിഹാബുദ്ദീൻ റഹ്മാനി ഉസ്താദ്, മസ്ജിദിൻ്റെ നനോന്മുഖമായ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന നാട്ടുകാർ, സുന്നി യുവജന സംഘത്തിൻ്റെ മലപ്പുറം ജില്ലാ മുഖ്യ കാര്യദർശി കൂടിയായ സലീം സാഹിബ് എടക്കരയുടെ നാടും മഹല്ലുമാണിത്. അതുകൊണ്ട് തന്നെ ദീർഘമായ വീക്ഷണവും ലക്ഷ്യബോധവും ഈ മഹല്ലിന് ലഭിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല, ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ഈ നന്മ കാലാകാലങ്ങളിൽ അള്ളാഹു നിലനിർത്തിത്തരട്ടെ. പള്ളിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കുള്ള സഹായങ്ങൾ നമ്മുടെയൊക്കെ വകയായി ഉണ്ടാകണം. ഇതൊരു ജാരിയായ സ്വതഖയാണ്. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ വലൗ കമഫ്ഹസി ഖതാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരു പ്രാവിന് ഇരിക്കാവുന്ന ഇടം അത്രയും നിങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരുക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ എങ്കിൽ പോലും അള്ളാഹു നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം തരുന്ന. പ്രാവിനിരിക്കുക എന്നാണ്, ഒരു മെഹ്റാബിൽ ഒരു 150 പ്രാവിനിരിക്കാൻ പറ്റും. ഒരു മെഹ്റാബ് ഇമാമ് നിൽക്കുന്ന ഒരു സ്ഥലത്ത് അത്രയേ നിങ്ങളെ കൊണ്ടാവുന്നുള്ളൂ എങ്കിൽ ഒരു പ്രാവിനിരിക്കുന്ന സ്ഥലം. അപ്പൊ നമുക്ക് എന്താണോ സാധിക്കുന്നത് അത്രയേ വേണ്ടൂ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. നമുക്ക് എത്രയാണോ അള്ളാഹു താല തന്നത് അത് അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതൊരു തൗഫീഖാണ് കേട്ടോ. കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മിനിമം 70 പിശാചുക്കൾ കൈ പിടിക്കുന്ന, ഇപ്പൊ കൊടുക്കല്ലേ, പേരക്കുട്ടി മകള് പ്രസവിക്കാനായി നിൽക്കുകയാണ്, ഭാര്യയ്ക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന സാധനങ്ങൾ വാങ്ങിക്കേണ്ടതുണ്ട്, ഇപ്പൊ കൊടുത്താൽ ശരിയാവില്ല എന്ന് തുടങ്ങി 70ഓളം വിവിധങ്ങളായ മുടക്കുകൾ വന്നിട്ട് അതിനെയൊക്കെ ഒഴിവാക്കിയാലേ എടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ചെറിയൊരു സ്ലിപ്പ് നിങ്ങളുടെ കൈകളിൽ നൽകുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് അതൊക്കെ നിങ്ങൾ നമ്മുടെ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് നിങ്ങൾ കഴിയുന്ന സഹായങ്ങൾ എഴുതി കൊടുക്കാനാണ്. എല്ലാവരും സ്നേഹത്തോടെ അത് സ്വീകരിക്കുക. ബുദ്ധിമുട്ടുള്ള ഒരാളും അത് ചെയ്യുകയും ചെയ്യരുത്. അള്ളാഹു നിഅമത്ത് ചെയ്തവർ പറ്റുമെങ്കിൽ പറ്റുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാം ഇൻഷാ അള്ളാഹ്. അത്ര പറഞ്ഞ പോരെ? കൊടുക്കൂലേ? ബോധം കൊടുത്തൊന്നും വേണ്ടല്ല. അൽഹംദുലില്ലാഹ്. മഹല്ല് സംഗമമാണ്. അപ്പോൾ ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും വീട്ടുകാരും ഒക്കെ ഈ ഒരു ദിവസം വർഷത്തിലൊരിക്കൽ ഇങ്ങനെ ഒരു സമയം കണ്ടെത്തുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ മഹല്ലുകളിലും മഹല്ലിന്റെ കെട്ടുറപ്പിന് ഇത് വലിയ ആവശ്യമാണ്. ഇതൊരു മാതൃകയാവട്ടെ. വിവിധ നാടുകളിൽ വിവിധ മഹല്ലുകളിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടക്കാറുണ്ട്. പക്ഷെ എല്ലാ വർഷവും ഇവിടെ ചെയ്യുന്നു. 5 വർഷത്തോളമായി ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ വീടുകൾ, നമ്മുടെ മഹല്ലുകൾ എന്ന് പറയുന്നത് വീടുകളാണ്. ഈ മഹല്ലിൽ ഇത്ര വീടുകളുണ്ട് അങ്ങനെ പറയാം. 1500 വീടുകളുള്ള മഹല്ല്. ആ ഓരോ വീടുമാണ് ഈ മഹല്ലിന്റെ ബിൽഡിംഗ് ബ്ലോക്കുകൾ. വീടുകൾ എന്ന് പറയുന്നത് ഉമ്മയും വാപ്പയും മക്കളും, പിന്നെ ജ്യേഷ്ഠാനുജന്മാർ, എക്സ്റ്റൻഡഡ് ഫാമിലി ആണെങ്കിൽ വല്യപ്പ വല്യമ്മ,
എളാപ്പ മുത്താപ്പ ഇവരൊക്കെ ഉണ്ടാവും. ഒരു വീട്ടിനുള്ളിൽ സന്തോഷമുണ്ടെങ്കിൽ ആ ആളുകൾ നാടിൽ നൽകുന്നത് സന്തോഷമാണ്. നാട്ടിൽ ഫിത്നയും ഫസാദും ഒക്കെ ചെയ്യുന്നതിൽ വലിയൊരു വിഭാഗം സ്വന്തം കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ അത്യാവശ്യം കലക്കി കഴിഞ്ഞാൽ പിന്നെ നാട്ടിലേക്ക് ഇറങ്ങുള്ളൂ. അവരെവിടെ ചെന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായിരിക്കും. അത് അവരുടെ പ്രവർത്തനങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ പ്രശ്നം സംഭവിക്കുന്നത് അതിന്റെ ഉത്ഭവസ്ഥാനം വീടിനുള്ളിൽ കാര്യങ്ങൾ ശരിയാവാത്തത് കൊണ്ടാണ്. വീട്ടിൽ സമാധാനവും റാഹത്തും സന്തോഷവുമാണെങ്കിൽ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നൊരു വീടാണെങ്കിൽ, അള്ളാഹുവിനെ ഭയപ്പെടുന്നൊരു ചുറ്റുപാടാണെങ്കിൽ, അവരിലൂടെ പ്രസരിക്കുന്നത് സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സുഗന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകളെയൊക്കെ അള്ളാഹു ഒരുമിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് കാരണമാകാൻ അള്ളാഹു നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസു ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സൂറത്തു നിസാ. സ്ത്രീകൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നിസാ എന്ന് പറഞ്ഞാൽ യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. അങ്ങനെ ഒരു ഖിതാബ്, ഖുർആനിന്റെ ഒരു അഭിസംബോധന വന്നാൽ ആ ആയത്ത് മിക്കവാറും മക്കിയായ ആയത്തായിരിക്കും. മക്കയിൽ അവതരിച്ച ആയത്തുകളിലാണ് യാ അയ്യുഹന്നാസ് എന്ന് തുടങ്ങുക. മദീനയുടെ ആയത്തുകൾ യാ അയ്യുഹല്ലദീന ആമനു, അങ്ങനെ വരാം. മനുഷ്യരെ എന്ന് അല്ലാഹു അഭിസംബോധന ചെയ്യുകയാണ്. ഇതിനിടയ്ക്ക് നമുക്ക് ബാങ്ക് വിളിക്കും. അപ്പോൾ ഞാൻ റഹ്മാൻ ഉസ്താദിനോട് ചോദിച്ചപ്പോൾ നിർത്തണ്ട, പരിപാടി കഴിഞ്ഞിട്ടങ്ങ് നിർത്താൻ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 12 മണിയായി. ബാങ്കിൻ്റെ ഒരു 2-3 മിനിറ്റ് കട്ട് ചെയ്താൽ 1 മണിക്ക് നിർത്താൻ, വല്ലാണ്ടങ്ങ് നീണ്ടു പോവും വേണ്ട അല്ലേ. അപ്പോഴേക്കും വിശക്കും ചെയ്യൂലേ, ഭക്ഷണം ചൂടാറും ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് 1 മണിക്കൂറൊക്കെ പെട്ടെന്ന് തീരും. അതിലേറെ ആയാൽ ബുദ്ധിമുട്ടാവുമെന്ന് തോന്നുക. എനിക്കൊരു കല്യാണത്തിന് കോഴിക്കോട് എത്താനുണ്ട്. അപ്പോൾ ഞാൻ 11 മണിക്ക് 11:30 ഇവിടെ തുടങ്ങും. ആ ഒരു ധാരണയിൽ തന്നെയാണ് വന്നത്. അൽഹംദുലില്ലാ, അധികം വൈകിട്ടൊന്നുമില്ല. ഒരു മണിക്കൂറും സംതിങ് ഇൻഷാ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. നല്ല നിലക്ക് തന്നെയാണെങ്കിൽ ആ നന്മയിൽ അതിൽ സിയാദത്തുണ്ടാവണം. അത്തരം ചില ചിന്തകളാണ് പ്രത്യേകിച്ചും നമ്മുടെ പെണ്ണുങ്ങളുമായി സഹോദരിമാരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാനുണ്ട്. ചില ശരീഅത്തിന്റെ മാതൃകകൾ നമ്മൾ ഇവിടെ അവതരിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ്. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة. അല്ലയോ ജനങ്ങളെ, മനുഷ്യരെ, എല്ലാരെയും വിളിക്കണം അല്ലാഹ്. മനുഷ്യരെ എന്നാണ് വിളിക്കുന്നത്. റിഗാർഡ്ലെസ് ഓഫ് ദ റിലിജൻസ്, ദ റേസസ്, എത്നിസിറ്റീസ്, ഏതൊക്കെ ജാതി എന്തോ ആകട്ടെ, എല്ലാവരെയും ഉൾക്കൊള്ളും. മനുഷ്യൻ എന്ന് പറയുന്നവരൊക്കെ ഈ വിശുദ്ധ ഖുർആനിന്റെ പരിധിക്കുള്ളിൽ വരണം. അല്ലാഹു എല്ലാവരുടെയും സൃഷ്ടാവാണ്, മുസ്ലിമീങ്ങളുടെ മാത്രമല്ല. ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ അനുസരിക്കണം. ആ രക്ഷിതാവ് ആരാന്ന് നിങ്ങൾ മനസ്സിലാക്കും വേണം. വിവിധ ദൈവങ്ങളും വിവിധ മതങ്ങളും വിവിധ ചിന്തകളുമുള്ള ലോകമാണ്. നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ അനുസരിക്കണം. നോക്കണം, ജനങ്ങളെ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ അനുസരിക്കണമെന്ന് പറയേണ്ടിടത്ത് റബ്ബ് ഉപയോഗിച്ച വാക്ക് ഇത്തഖൂ റബ്ബക്കും,
നിങ്ങളെ പടച്ച് പരിപാലിക്കുന്ന ഒരു പടച്ചോനുണ്ട്. നിങ്ങളല്ലല്ലോ നിങ്ങളുടെ ജനനം. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഉണ്ടാക്കിയതാണോ? അല്ല, ഉമ്മ പ്രസവിച്ചു. ഉമ്മാക്കും അതിൽ കൺട്രോൾ ഇല്ല. മരിക്കുന്നതും നിങ്ങൾ തീരുമാനിക്കുന്ന ഡേറ്റിനല്ല മരിക്കുക, അള്ളാഹ് തീരുമാനിക്കുന്ന ഡേറ്റിനാണ്. അല്ലേ? നിങ്ങളെ ഉണ്ടാക്കിയത് നിങ്ങളാണോ? നമ്മളാണോ നമ്മളുണ്ടാക്കിയത്? അല്ല. ഉമ്മയും വാപ്പയാണോ? അവര് കാരണമാണ്, ഒരു ചെറിയ കാരണം. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അതിസൂക്ഷ്മമായ ഒരു സ്പേം സെൽ ഉമ്മയുടെ ഉദരത്തിലേക്ക് കടന്നു പോകുന്നു. ആ ഒരു കാരണം വാപ്പയും ഉമ്മയിലും ഉണ്ടായി. പക്ഷേ കുട്ടിനുണ്ടാക്കിയത് ഉമ്മയാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ ഉമ്മമാരും നല്ല ചുരുക്കുള്ള കുട്ടികളല്ലേ പ്രസവിക്കുക. എല്ലാവർക്കും നല്ല പെർഫെക്റ്റായ കുട്ടികളെ വേണമെന്നില്ല. ഇത് എന്തായി കുട്ടിൻ്റെ കഥ എന്താന്ന് സ്കാനിങ്ങിൽ കുറച്ചൊക്കെ കാണും, പിന്നെ പ്രസവിച്ചിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളല്ല കുട്ടിനുണ്ടാക്കുന്നത്, ഉമ്മയും വാപ്പിയല്ല. പിന്നെ ആരാ? അത് അല്ലാഹുവാണ്. ഈ കുട്ടിനെ പരിപാലിക്കണം, കുട്ടിക്ക് ആവശ്യമായ പോഷണം കൊടുക്കണം. ഒരു സിംഗിൾ കോശത്തിൽ നിന്നാണ് ബില്യൺ കണക്കിന് കോശങ്ങളുള്ള ഒരു കുട്ടിയായിട്ട് ഭൂമിയിലേക്ക് വരുന്നത്. കുട്ടിക്ക് ഭക്ഷണം വേണം, അപ്പോഴല്ലേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, കുട്ടി വളരുള്ളൂ. പക്ഷേ കുട്ടിക്ക് ടോയ്ലറ്റ് ചെയ്യാൻ പറ്റൂല, ഉമ്മന്റെ ഉദരത്തിലാണ്. പ്രസവം വൈകിപ്പോയാൽ പിന്നെ മഷി കുടിച്ചു എന്ന് പറയും. പക്ഷെ അതുവരേക്കും കുട്ടി ഉമ്മയിൽ നിന്ന് പൊക്കിൽ കൊടിയിലൂടെ ഭക്ഷണം സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ഒരു വേസ്റ്റുമില്ല, മൂത്രമില്ല, കാഷ്ടവുമില്ല ഗർഭാശയത്തിൽ. സ്വർഗലോകത്ത് ഭക്ഷണമുണ്ട്, പാനീയമുണ്ട്. പക്ഷെ സ്വർഗത്തിൽ ടോയ്ലറ്റിന്റെ ആവശ്യമില്ല എന്നാ. ടോയ്ലറ്റ് ഉണ്ടാവില്ല എന്നാ. മനുഷ്യന് എക്സ്ക്രീഷൻ, വയറ്റുന്നു പോവാന്ന് പറഞ്ഞ സംഭവം സ്വർഗത്തിലില്ല, മൂത്രമൊഴിക്കലും ഇല്ല. അപ്പൊ ഒരാൾ ചോദിച്ചു, ഭക്ഷണം വെള്ളമൊക്കെ ഉണ്ടായിട്ട് ഇത് ഇല്ലാണ്ടിരിക്കേ? അപ്പൊ ചോദിച്ചു, നിന്റെ ഉമ്മയുടെ ഉദരത്തിൽ നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെ? പൊക്കിൽ കൊടിയിലൂടെ. എന്നിട്ട് അവിടെ മൂത്രമൊഴിച്ചിട്ടുണ്ടായിരുന്ന 10 മാസം വരെ ഒന്നുമില്ലല്ലോ. പ്രസവത്തിന്റെ ഡേറ്റ് ആയിടം മുതൽ പിന്നെ തുടങ്ങും. അതുവരേക്കും കുട്ടി വളരുന്നുണ്ട്, പക്ഷെ വേസ്റ്റ് ഇല്ല. ഇത് അള്ളാഹുവിന്റെ ദുന്യാവിൽ ചെയ്തു തരാൻ പറ്റുമെങ്കിൽ അള്ളാഹിന്റെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് എന്ത് സംശയം? ആവശ്യമായ പോഷണം സ്വീകരിച്ചു എന്ന് ആ സംശയത്തിന് ഒരു സിന്ദീഖിന് നമ്മുടെ ഒരു ആലിം കൊടുത്ത മറുപടി എങ്ങനെയാണ്? കുട്ടിയുടെ ഉമ്മയുടെ ഉദരത്തിൽ കഴിയുന്ന കുട്ടിക്ക് മൂത്രവും കാഷ്ടമൊന്നും പോണില്ല, കുട്ടി വളരുന്നുണ്ട്, ശരീരം വളരുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് റബ്ബക്കുമുല്ലദീ ഖലഖകും, യുവർ ലോർഡ് ഹു ക്രിയേറ്റഡ്, നിങ്ങളെ പടച്ച രക്ഷിതാവ്. ആ രക്ഷിതാവിന്റെ പേര് നിങ്ങൾ പിന്നെ പഠിക്കണം. അത് അല്ലാഹുവാണ്, അല്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും ആണോ? അല്ലാഹു തന്നെ അല്ലയോ? ഇതൊക്കെ നിങ്ങളുടെ ഗവേഷണമാണ്. അതുകൊണ്ട് യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, നിങ്ങളെ പടച്ചൊരു രക്ഷിതാവിനെ നിങ്ങൾ അനുസരിക്കണം. വെറുതെ ഉണ്ടായി ഇത് പറയരുത്. കയ്യിലൊരു ഫോൺ എടുത്തിട്ട് വെറുതെ ഉണ്ടായത് ആരെയും പറയോ? ഇത് സാംസങ്ങോ ആപ്പിളോ ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ടാക്കിയതായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടൊന്നുമില്ല, കണ്ടിട്ടില്ല. പക്ഷെ അത് ഉണ്ടാക്കിയത് ആരോ ഒരാളുണ്ട്. ഇത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെ കുറിച്ച് നമുക്ക് അറിയുമെങ്കിൽ നാം എന്ന് പറയുന്ന എത്രയും സങ്കീർണമായ സൃഷ്ടിപ്പാണ് മനുഷ്യന്റെ ബുദ്ധിയോളം, മനുഷ്യന്റെ ഹ്യൂമൻ ബ്രെയിനിനോളം സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിവൈസും ലോകത്തില്ല എന്നാ. ഇത് വെറുതെ ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, സംവദിക്കുന്നു, നമ്മുടെ ബ്രെയിൻ എക്സസൈസ് നടന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഇതൊക്കെ നടക്കണമെങ്കിൽ വലിയ ഒരു പ്രോഗ്രാമിംഗ് ചെയ്ത് വെറുതെ ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ? കുരങ്ങുന്നുണ്ടായിരുന്നു. കുരങ്ങ് മനുഷ്യനായിട്ട് എവിടെയെങ്കിലും മാറിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കുരങ്ങ് മനുഷ്യനായ ചരിത്രം ആർക്കും കണ്ടിട്ടുണ്ടോ? ചാൾസ് ഡാർവിന് വേറൊന്നും കിട്ടാത്തതുകൊണ്ട് മൂപ്പര് പറഞ്ഞു ഇതായിരിക്കണം, ചിമ്പാൻസിയിൽ നിന്നായിരിക്കണം എന്ന് മൂപ്പര് എഴുതി വെച്ചു. അത് തിയറിയാണ്, അത് ലോകത്താരും അംഗീകരിച്ചിട്ടില്ല. തിയറി ആയിട്ട് തിയറി എന്ന് പറഞ്ഞാൽ അത് ഹക്കും ബാത്തിലുമാവാൻ സാധ്യത ഉണ്ടെന്ന്. അത് ഹഖീഖത്തല്ല, അതൊരു ഫാക്റ്റ് അല്ല, ഒരു തിയറിയാണ്, ഹൈപ്പോത്തസിസ്. നിങ്ങളെ പടച്ചത് അല്ലാഹുവാണ്. ആ പരമമായ ശക്തിയുടെ പേരാണ് അല്ലാഹ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരേ ഒരു ശരീരത്തിൽ നിന്നാണ് അല്ലാഹു നിങ്ങളെയൊക്കെ പടച്ചത്. ആ ശരീരമാണ് നബിയുല്ലാഹി അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. ആദം നബി എന്ന നമ്മുടെ വല്യപ്പ.
അതിന് എങ്ങാനും ഇപ്പൊ വരികയാണെങ്കിൽ അന്തം വിട്ടു പോകുന്ന പടച്ചോനെ, ഈ 7 ബില്യൺ മനുഷ്യന്മാർ ഇതൊക്കെ എൻ്റെ കുട്ടികളാണോ? എത്ര കുട്ടികൾ മരിച്ചുപോയി, നീ എത്ര ആള് വരാനിരിക്കുന്നു, ഇവരെല്ലാരും കൂടെ ഒരു ഗ്രൗണ്ടിലേക്ക് ഇട്ടുകൊടുത്താൽ പടച്ചോനെ ഇതൊക്കെ എൻ്റെ പേരെ കുട്ടികളാണോ എന്ന് അത്ഭുതപ്പെട്ടു പോകുന്നു. അബുൽ ഹസൻ നദ്വി സാഹിബിന്റെ ഒരു കിതാബുണ്ട്, അതിൽ അദ്ദേഹം ഇങ്ങനെ ഈ ഒരു സംഭവം ഇങ്ങനെ പറയുന്നുണ്ട്. നബി എങ്ങാനും വരികയാണെങ്കിൽ അത്ഭുതപ്പെടൂലേ? 6 ബില്യൺ 7 ബില്യന്റെ അടുത്തെത്തി. ഇത്രയും മനുഷ്യന്മാരൊക്കെ ഒരു ഉമ്മയും ഒരു വാപ്പയും ഉണ്ടായത്. ആദ്യം പഠിച്ചത് ആദം നബി അലൈഹിസ്സലാമിനെ. ഖലഖല്ലാഹു ആദം അലൈഹിസ്സലാം അലാ സൂറത്തിഹി. ആദം നബി അലൈഹിസ്സലാം എങ്ങനെയാണോ ആ രൂപത്തിൽ തന്നെ ആദം നബിനെ പഠിച്ചത്. ഒരർത്ഥം അതാണ്. എന്ന് പറഞ്ഞാൽ ആദം നബി കുട്ടിയായിട്ട് വലുതായതല്ല. ആദം നബി അലൈഹിസ്സലാമിനെ പഠിച്ചത് ആദം നബിയുടെ പൂർണ്ണ രൂപത്തിൽ തന്നെയാണ്. കുട്ടിയായിട്ട് വലുതായി വന്നതല്ല, പിന്നെ താടി മീശയും വന്നതല്ല. ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടപ്പോഴേ സംസാരിക്കാൻ കഴിയുന്ന, ചിന്തയുള്ള, അറിവുള്ള പൂർണ്ണ മനുഷ്യനായിരുന്നു സയ്യിദുന ആദം അലൈഹിസ്സലാം. അള്ളാഹു പടക്കാൻ കഴിയുന്നവനാണ്. കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്ന് ഫിലോസഫിയിലെ വലിയ ചർച്ചയാണ്. നമ്മൾ പറയും കോഴി തന്നെ ഉണ്ടായത്. അപ്പൊ കോഴിമുട്ട അല്ലാണ്ട് അള്ളാഹു ആദം നബിയെ പഠിച്ചില്ലേ? ആദം അലൈഹിസ്സലാമിനെ പഠിച്ചു. അതിന്റെ സബബല്ല പഠിച്ചത്. ആദം നബി അലൈഹിസ്സലാം ആദം നബിയെ തന്നെ പഠിച്ചു. ആദം നബിന്റെ ഉമ്മാനെ വാപ്പാനല്ല പഠിച്ചത്. എന്ന പോലെ ജീവജാലങ്ങൾ അല്ലാഹു പഠിക്കുന്നു. അള്ളാഹു വിഷയമുള്ള കാര്യമല്ല. അല്ലാതെ അങ്ങനെ ചർച്ച ചെയ്ത് മരിക്കോളം ചർച്ച തന്നെ. കോഴിയോ കോഴിമുട്ടയോ അതുണ്ടായത്. മരിക്കണവരെ ഉത്തരം കിട്ടുമോ? കിട്ടൂല. അല്ലാഹു ഖലഖൽ അഷ്യാഅ കുല്ലഹ. എല്ലാ വസ്തുക്കളെയും പഠിച്ചത് അല്ലാഹുവാണ്. എങ്ങനെയോ കൈഫ യശാ, നമ്മൾ ഉറപ്പിച്ചു പറയല്ല, പക്ഷെ അല്ലാഹുവാണ് സൃഷ്ടിപ്പ് നടത്തിയത്. ഇനി യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ഒരു ശരീരത്തിൽ നിന്നാണ് അല്ലാഹു നിങ്ങളുടെ രക്ഷിതാവ് മനുഷ്യരായ നിങ്ങളെ മുഴുവൻ പടച്ചത്. ഒരു ശരീരത്തിൽ നിന്നാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ ഒരു റിബിൽ നിന്നാണ് ഹവ്വ ബീവി അല്ലാഹു തആല പടക്കുന്നത്. നിങ്ങളൊക്കെ ഒരു ശരീരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഹജ്ജത്തുൽ വിദാഇൽ ലോകത്തോട് യാത്ര ചോദിച്ച ഹബീബിന്റെ അവസാനത്തെ ഖുതുബത്തുൽ വിദാ, ദ ഫെയർവെൽ സ്പീച്ച്, തങ്ങൾ അവസാനമായി യാത്ര ചോദിച്ച അവിടുത്തെ പ്രഭാഷണം. ജനങ്ങളെ, لا فضل لعربي على عجمي ولا لعجمي على عربي ولا لأبيض على أسود ولا لأسود على أبيض إلا بالتقوى. മനുഷ്യരെ, നിങ്ങളിൽ അറബികളുണ്ട്, അറബി അല്ലാത്തവരുണ്ട്. ഒരറബിക്ക് അനർബിയെക്കാളോ അനർബിക്ക് അറബിയെക്കാളോ സ്ഥാനമില്ല. അവൻ പാസ്പോർട്ട് കൊണ്ട് അമേരിക്കക്കാരനാണ്, ഇയാളെ പാസ്പോർട്ട് കൊണ്ട് ഇന്ത്യക്കാരനാണ്, അല്ലെങ്കിൽ ബംഗ്ലാദേശിയാണ്, അല്ലെങ്കിൽ ചൈനക്കാരനാണ്. അല്ല, അള്ളാഹിന്റെ മുമ്പിൽ വല്ല വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമല്ല. മനുഷ്യന്മാരുടെ മുമ്പിൽ വ്യത്യാസം കാണിക്കും. ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ UK പോയി സെറ്റിൽ ചെയ്ത എത്രയോ ഫാമിലികൾ, അല്ലെ US പോയി, കാനഡയിൽ പോയി, ഓസ്ട്രേലിയയിൽ പോയി, അവിടുത്തെ പാസ്പോർട്ട് വാങ്ങിക്കും. പിന്നെ കുട്ടികൾ, എൻ്റെ കുറേ ശിഷ്യന്മാർ അങ്ങനെയാണ്. അപ്പോൾ കുട്ടിയോട് നീ എവിടുത്തെ ആരനാന്ന് ചോദിച്ചാൽ I'm ഓസ്ട്രേലിയൻ. അവൻ്റെ മുഖം കണ്ട മനസ്സിലാവോ ഇന്ത്യയിൽ നിന്ന് വന്നതാണെന്ന്. പക്ഷെ അവൻ പറയാം ഞാൻ ഓസ്ട്രേലിയൻ ആണെന്ന്. എന്തേ? പാസ്പോർട്ട് ഓസ്ട്രേലിയ. അപ്പം ഞാൻ ചോദിക്കും എഥനിക്കലി ഇന്ത്യൻ, മൈ മോം ഫ്രം ഇന്ത്യ, മൈ ഡാഡ് ഫ്രം പാകിസ്ഥാൻ. ഓക്കെ. അപ്പോൾ പാസ്പോർട്ടിൻ്റെ ഒരു വില മനുഷ്യന്മാർ കാണുന്നുണ്ട്. അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്ക എന്നൊക്കെ പറയും. ഇവിടെ ഉമ്മ വാപ്പയും ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയതായിരിക്കും. പക്ഷെ കുട്ടി പറയാം ഞാൻ അമേരിക്കൻ എന്നാ പറയാം. ആയിക്കോട്ടെ, ബൈ പാസ്പോർട്ട് അങ്ങനെ ആയിരിക്കും. പക്ഷെ എഥനിക്കലി ആണോ? അല്ല. മനുഷ്യർക്ക് ഈ വേർതിരിവുണ്ട്. എൻ്റെ പാസ്പോർട്ട് സുപ്പീരിയർ ആണ്, മറ്റേത് അങ്ങനെയാണ്. ഓരോ നാടിന് പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഷാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ സിറിയ, അവിടെ ഷാമുണ്ട്, ഹലബുണ്ട്. ഷാമികൾ ഹലബികളെക്കാളും മേലെയാണെന്നാ ഷാമികൾ വിചാരിക്കാം. അങ്ങനെയാണ്. ഖുറൈശികളും അല്ലാത്തവരുമുണ്ട്, തെമീമികളുണ്ട്. ഖുറൈശികളാണ് മേലെ, തെമീമികൾ താഴെയാണ് എന്നാണ് അവർ വിചാരിക്കുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം ബനു തമീം. മനുഷ്യരിൽ ഈ ഒരു രീതിയുണ്ട്. ചില തറവാടുകളെ മേലെ വെക്കുക, മറ്റേ തറവാട് താഴെയാണ്. അള്ളാന്റെ അടുത്തതുണ്ടോ? നിങ്ങളൊക്കെ like the teeth of a comb, ഒരു ചീർപ്പിന്റെ പല്ല് പോലെ നിങ്ങളൊക്കെ ഒരുപോലെയാണ് അള്ളാന്റെ മുമ്പിൽ. വ്യത്യാസം എവിടെയാണെന്നറിയോ? ഇല്ലാ ബിത്തഖ്വ. ആരുടെയൊക്കെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിവുണ്ടോ, പടച്ചവൻ അനുസരിക്കുന്നുണ്ടോ, അവരിൽ ആത്മീയതയുണ്ടോ, അവരുടെ നാവ് സുഹൃതം കൊണ്ട് നനഞ്ഞിരിക്കുന്നുവോ, കർമ്മങ്ങൾ നന്മ കൊണ്ട് സുഗന്ധമുള്ളതാണോ, അവർക്ക് അള്ളാന്റെ അടുത്ത സ്ഥാനമുണ്ട്. അത് ഏത് ജാതിയാണെങ്കിലും.
അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ജോലി ചെയ്യാൻ വരുന്ന ഈ ബംഗാളി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യരുത്, താഴ്ത്തി കെട്ടരുത്. അതിൽ ഹൈഫുള്ളവരുണ്ട്, അതിൽ ആലിം കോഴ്സ് പഠിച്ചവരുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഒന്നുകൊടുക്കാൻ നിസ്കരിക്കാമെന്ന് അറിഞ്ഞോളുന്നില്ല. അവർക്ക് മദ്രസല്ലല്ലോ, പിന്നെ എന്തൊരു ചെയ്യും? ഇന്നല്ലാഹ ലാ യുഅദ്ദിബു, അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. അറിവ് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലെങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിക്കുക പോലുമില്ല. അവർക്ക് അറിവ് കിട്ടാൻ വകല്ലായിരുന്നു. നമ്മൾ പേരെന്താ, പേര് ഭയങ്കരക്കാരാണ്, ഇസ്സുദ്ദീൻ അല്ലെങ്കിൽ ഭയങ്കര പേരുകളായി, സ്വലാഹുദ്ദീൻ അയ്യൂബി എന്നൊക്കെ കയറാൻ പേര്. അപ്പോൾ നിങ്ങൾക്ക് ഒതു കൊടുക്കാൻ അറിയോ, ഒരു ബക്കറ്റ് വെള്ളം കൊടുക്കുക, ഒതു കൊടുക്ക്. ഫാത്തിഹ ഓതാൻ അറിയോ, ഈ ഫാത്തിഹ ഓത്. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട, അത് പഠിച്ചോൻ ചെയ്തോളൂ. അവരിൽ തഖ്വയുള്ള ആളുകൾ, അറിവ് കുറവായിരിക്കും, പക്ഷേ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തി അവർക്ക് കൂടുതലാണെങ്കിൽ ഈ ചോദിക്കുന്ന നമ്മളെക്കാളും വലിയ ഖൈറായിരിക്കും അള്ളാഹിന്റെ കണ്ണിൽ അവര്, അല്ലേ? അവർ പണിയെടുക്കാൻ വന്നു എന്ന് ചോദിച്ചാൽ കുറവാ. നമ്മളിപ്പോൾ അറബി എടുത്ത് പോയി പണിയെടുക്കുന്നില്ലേ? അവർ നമ്മളങ്ങ് നിസ്സാരായി കാണുമ്പോൾ ഭയങ്കര വേദന തോന്നാറില്ലേ? ചില അറബികൾ തുപ്പാറുണ്ട്, ചില അറബി കുട്ടികളൊക്കെ. പണ്ട് ഇപ്പൊക്കെ മാറിയിട്ടുണ്ടാ, മുമ്പൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാക്കിയിരുന്നു എന്നാ കേൾക്കുക. ഇപ്പം അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇല്ലാതെ ആയിട്ടുണ്ട്. യുഎയിലൊന്നും കാണുന്നില്ല. അപ്പോ നമുക്കത് വിഷമല്ലേ താഴ്ത്തി കെട്ടുക എന്ന് പറഞ്ഞാൽ? അതങ്ങനെ മേന്മ പറഞ്ഞ ഒരു അറബി പാടിയ പാട്ടാണ്. ഈ നുമൈരി അല്ലേ, നുമൈരി ഗോത്രക്കാരൻ. ഈ അവിടെ ഇരുന്നോ, മിണ്ടാണ്ടിരുന്നോ? നീ ഖിലാബ് ഗോത്രത്തോടോ കഅബ് ഗോത്രത്തോടോ കിടപിടിക്കാനൊന്നും നിന്റെ തറവാടില്ല, നീ മിണ്ടാണ്ട് അവിടെ ഇരുന്നോ. എന്ന് പറഞ്ഞ പോലെ ചില വ്യത്യാസങ്ങൾ മനുഷ്യർ കാണാറുണ്ട്. എല്ലാ നാട്ടിലും ഉണ്ടാവും അങ്ങനെ. ചില മഹല്ലുകളിൽ കാണും, ചില പഞ്ചായത്തിൽ കാണും, ചില ജില്ലയിൽ കാണും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അള്ളാഹുവിൻ്റെ അടുത്ത് എല്ലാം സമാനം. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങളിൽ അറബിക്ക് അനർബിയേക്കാളോ അനർബിക്ക് അറബിയേക്കാളോ സ്ഥാനമില്ല. ഇല്ലാ ബിത്തഖ്വാ. കറുത്തവന് വെളുത്തവനേക്കാൾ, വെളുത്തവന് കറുത്തവനേക്കാൾ. കറുത്തവന് വെളുത്തവനൊന്നും പറയാൻ പാടില്ല എന്നപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ ഭയങ്കര കേസാ. ഒരു കറുത്ത നിറമുള്ള ഒരു മനുഷ്യനെ കുറിച്ച് കറുത്തവനെ ബ്ലാക്ക് സ്കിൻഡ് അല്ലെങ്കിൽ യു ബ്ലാക്ക് മാൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ജയിലിൽ പോകേണ്ടി വരും. ഇന്റർനാഷണൽ റൂൾ അതാണ്. നമ്മുടെ നാട്ടിൽ എങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ വിളിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കളിയാക്കി നേരത്തെ അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചിന്താഗതി വരും. തൊലി നിറത്തിന്റെ പേരിൽ ആളുകളെ സെഗ്രിഗേറ്റ് ചെയ്യുന്ന കാലം വരും. ആഫ്രിക്കൻസ് ആണെങ്കിൽ അവർക്കൊരു വേറെ നിലപാട് അവരോട്, യൂറോപ്യൻസ് ആണെങ്കിൽ അവരോട് വേറെ നിലപാട്. ഇതൊന്നും പറ്റില്ല. നബി തങ്ങൾ പറയാ, കുല്ലുക്കും മിൻ ആദം, നിങ്ങൾ എല്ലാവരും ആദമിന്റെ മക്കളാണ്. ആദമു മിൻ തുറാബ്, ആദം നബി അലൈഹിസ്സലാം മണ്ണിൽ നിന്നാണ് ആദമിനെ ഞാൻ പടച്ചത് അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു ജനങ്ങളെ എന്ന് വിളിച്ചിട്ട് നിങ്ങളൊക്കെ ഒരു ഉപ്പാന്റെ മക്കളാണ് കേട്ടോ എന്ന് പറഞ്ഞു നിർത്തിയിട്ടോ. വഖലഖ മിൻഹാ സൗജഹാ, ആദം നബി അലൈഹിസ്സലാം എന്ന പുരുഷനിൽ നിന്നാണ് അവരുടെ ഇണയായ ഹവ്വാ ബീവിയെ, ഇംഗ്ലീഷുകാരൻ ഈവ് എന്ന് പറയും, ഈവ്, അതാണ് ഹവ്വാ ബീവി. അവർ ആദമാൻ ഈവ് എന്ന് പറയാം, നമ്മൾ ആദം വഹവ്വാ എന്ന് പറയും. ഹവ്വാ ബീവിയെ പടച്ചത് ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന്, വാരിയലിൽ നിന്ന്, അതിൽ നിന്ന് അലാഹ ഏറ്റവും മേലെയുള്ളതിൽ നിന്ന്. അതിന് കുറച്ച് വളവ് കൂടുതലായിരിക്കുന്ന ആ ഒരു വളവ് സ്ത്രീകളുടെ പ്രകൃതത്തിൽ അള്ളാഹു വെച്ചു കൊടുത്തതാ. അത് പുരുഷന്മാർക്കൊരു പരീക്ഷണമാണ്. ആദം നബിയിൽ നിന്നും അവരുടെ ഭാര്യയായ ഹവ്വാ ബീവിയിൽ നിന്നും റിജാലൻ കസീറ, ഒരുപാട് പുരുഷന്മാരെയും വനിസാഅ, ഒരുപാട് പെണ്ണുങ്ങളെയും അള്ളാഹു പടച്ചു. നമ്മളൊക്കെ ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളാണ്. അങ്ങനെ നമുക്ക് ശരിക്കും ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പുണ്ടോ? മനസ്സുകൊണ്ട് നമ്മളത് അംഗീകരിക്കുന്നുണ്ടോ? ഉറപ്പല്ലേ? ആണ്. ആ രീതിയിൽ മനുഷ്യരെ മുഴുവനും ഒരു അംബ്രല്ലയ്ക്ക് കീഴിൽ അള്ളാഹു കൊണ്ടുവന്ന് നിർത്തി. ഇനി പറയുന്നു, ഇനി അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരോട് അള്ളാഹു വത്തഖുല്ലാഹ്,
മുസ്ലിമീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിക്കുന്നവരാണ്. വത്തഖുല്ലാഹ്, ആദ്യം പറഞ്ഞു ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ. പല മതക്കാരോടാ ഖുർആൻ സംസാരിക്കുന്നത്. യാ അയ്യുഹന്നാസ് എന്നല്ലേ വിളിച്ചത്, ജനങ്ങളെ. പല മതക്കാരുണ്ടാവും. അപ്പൊ നിങ്ങളുടെ രക്ഷിതാവിനെ പേര് പറഞ്ഞില്ല. ഇനി വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണമേ, അല്ലാഹുവിനെ ഭയപ്പെടണമേ. എന്താ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലി അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോ? കോപ്പറേറ്റീവ് ബാങ്കിൽ നല്ല ജോലി ഉണ്ട്, നല്ല ഓഫറാ, 60,000 80,000 1 ലക്ഷം സാലറിയാണ്, പോണ്ടേ? വത്തഖുല്ലാഹ്, അള്ളാഹ് പറയുന്ന പരീക്ഷ പാടില്ല, എനിക്ക് ആ ജോലി വേണ്ട, നീ എത്ര പൈസയാണെങ്കിലും എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്നിടത്താണ് തഖ്വ എന്ന് പറഞ്ഞ സംഗതി. അല്ലെങ്കിൽ അതിപ്പോൾ നമുക്ക് മറ്റേ മൂല്യരെ മസല ഉണ്ടല്ലോ, പറ്റുമെന്ന് ഞാൻ എമ്മല കൂടുന്നത്. അപ്പം എവിടെയാണോ നമുക്കൊരു ലൂപ്പ് ഹോൾ കിട്ടുന്ന അതിലേക്ക് കയറി കൂടും, എന്നിട്ട് അതിനെ ജായിസാക്കുക. അങ്ങനെയല്ല. വത്തഖുല്ലാഹ്, അള്ളാഹുവിൻ്റെ ശരീഅത്തിന് അത് ഇഷ്ടമല്ലെങ്കിൽ എനിക്കത് വേണ്ട, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. വത്തഖുല്ലാഹ് അള്ളാഹുവിന്റെ പേര് വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ പരസ്പരം ചോദിക്കുന്നത്? അള്ളാഹുവിനെ വിചാരിച്ചിട്ട് അള്ളാഹുവിന്റെ നാമം വെച്ച് സത്യം ചെയ്തിട്ട് അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ പരസ്പരം കാര്യങ്ങൾ സമർത്ഥിക്കാറുള്ളത്? ആ അള്ളാഹുവിനെ അനുസരിക്കണം. കാണില്ല എന്ന് പറഞ്ഞാൽ ശരി തന്നെ. അള്ളാഹുവിനെ ഭൂമിയിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനെ കാണണമെന്ന് ചോദിച്ചു. അള്ളാഹു തആല പറഞ്ഞു, യാ മൂസ, മൂസ നബിയെ, ലൻ തറാനി ഐ ഫിൽ അർദ്, ഭൂമിയിൽ ഒരിക്കലും കാണാൻ കഴിയില്ല. മൂസ നബി അലൈഹിസ്സലാം അള്ളാഹിനെ കാണണമെന്ന് ശാഠ്യം പിടിച്ചപ്പോൾ ഒരു പർവ്വതം കാണിച്ചു കൊടുത്തു. ഇന്ന് സീനായിൽ പോയാൽ ഈജിപ്തിലാണ്, ഈജിപ്തിന്റെ ഫലസ്തീനിലേക്കുള്ള റൂട്ടിൽ സെയിന്റ് കാതറിൻ സിറ്റി എന്നാണ് നാടിന്റെ പേര്. അവിടെയാണ് തൗറാത്ത് നൽകപ്പെട്ട മലയുള്ളത്. ആ മലന്റെ തൊട്ടിപ്പുറത്തൊരു മല കാണും. അവിടെ ചെറിയൊരു പള്ളി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. മലന്റെ മുകളിൽ ജബലുദ്ദക്ക എന്നാണ് പർവ്വതത്തിന്റെ പേര്. ഇങ്ങനെ ഇടിഞ്ഞു താഴ്ന്നു പോയ പർവ്വതം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മൂസ നബിയോട് പറഞ്ഞു, മൂസ നബിയെ അങ്ങോട്ട് നോക്കിക്കോളൂ, അവിടെ എൻ്റെ പ്രകാശം നിങ്ങൾക്ക് കാണാൻ പറ്റിയാൽ നിങ്ങൾക്ക് കാണാം. ആ പർവ്വതത്തിലേക്ക് നോക്കിക്കോളൂ. ആ പർവ്വതം അവിടെ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാം. പർവ്വതം പൊട്ടിപ്പിളരാണെങ്കിൽ കാണാൻ പറ്റൂല. ഫൻദുർ ഇലൽ ജബൽ ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽജബൽ ജഅലഹു ദക്കൻ വഖറ മൂസ സുഇഖ. പർവ്വതം കണ്ട് പൊടിപൊടിയായി പോയി. ശരിക്കും കാണാൻ പറ്റും. ഇങ്ങനെ ഇടിച്ച് താഴ്ത്തിയ പോലെ ആ പർവ്വതത്തെ കാണാൻ പറ്റും. അവർ പറഞ്ഞു ജബലുദ്ദക്ക എന്നാണ്. ഇപ്പുറത്തെ സീന തൂർ സീനയുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ച വൃക്ഷമുണ്ട്. അതൊക്കെ ഒന്നും ചെന്നാൽ കാണാൻ പറ്റും. ആ വൃക്ഷമൊന്നും ഉണങ്ങിയിട്ടില്ല. വലിയ അത്ഭുതമാണ്. ഏതായിരുന്നാലും അള്ളാഹു മൂസ നബിയോട് പറയാം, ഇവിടെ നിന്ന് കാണാൻ പറ്റൂല മൂസ നബി. പടച്ചോൻ നമ്മൾ കാണുന്നില്ല എന്ന് വിചാരിച്ച് പടച്ചോൻ ഇല്ല എന്ന് പറയാണോ? ഇപ്പൊ നമ്മുടെ ജീവൻ നമ്മൾ ശ്വസിക്കുന്നത് ആര് തന്നതാണ്? ഒരു സൃഷ്ടാവല്ലേ. ഈ ചെടിയും കല്ലുകളും മരങ്ങളും ഈ മണൽത്തരി പോലും ആരാ അവിടെ കൊണ്ടുവന്നത്? ഇല്ലായ്മയിൽ നിന്ന് എന്തുണ്ടാവാനാ? അള്ളാഹു എന്ന സൃഷ്ടാവ് സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കാൻ മനുഷ്യന് എന്ത് തടസ്സമാണുള്ളത്? വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ പേടിക്കണമേ. അല്ലദീ തസാഅലൂന ബിഹി, ആ പടച്ചവനെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ കാര്യങ്ങൾ പറയാം. അള്ളാഹിനെ വിചാരിച്ചെന്നല്ലേ നിങ്ങൾ പറയാ. ആ റബ്ബിനെ നിങ്ങൾ അനുസരിക്കണം. പിന്നെ പറഞ്ഞു വല്ലറുഹാം, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണമേ. കുടുംബ ബന്ധങ്ങള്, പാപ്പ, എളാപ്പ, മുത്താപ്പ, അമ്മായി, ഉമ്മയുടെ എളാമ്മ, മുത്തമ്മ, മരുമോളും അമ്മായിമ്മയും മക്കളും ബാപ്പയും ഭാര്യ ഭർത്താക്കന്മാർ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ കുടുംബ ബന്ധങ്ങൾക്ക് നിങ്ങൾ സമയം കണ്ടെത്തണം. കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ കൂട്ടിയോജിപ്പിക്കണം. മുറിവ് പറ്റിയെടുത്ത് അവിടെ നിങ്ങൾ മരുന്ന് വെച്ച് കെട്ടണം. മുറിവിനെ വലുതാക്കരുത്, മുറിവ് ഉണക്കണം. അമ്മാവൻ ഇങ്ങോട്ട് പിണക്കണ്ട്, അങ്ങോട്ട് പോയിട്ട് നന്നാവുക, തന്നെ പരിഹാരം. എളാപ്പി മുത്താപ്പി തമ്മിൽ പ്രശ്നമുണ്ട്, എളാപ്പ കൊണ്ട് പോവുക മുത്താപ്പാൻ്റെ അടുത്തേക്ക്. ജ്യേഷ്ഠനല്ലേ, സംഗതി മുത്താപ്പാൻ്റെ അടുത്താ കാര്യം തെറ്റുണ്ടാവുക. എന്നാലും എളാപ്പ എൻ്റെ അടുത്താ തെറ്റ്, കാക്ക നിങ്ങൾ പൊരുത്തപ്പെട്ട് തന്നിട്ടോ, മതി, അത്ര പറയണം. മുത്താപ്പ എപ്പം ഡയലോഗ് അടിച്ചു, ഞാൻ മരിക്കോളെങ്കിൽ പൊരുത്തപ്പെട്ടില്ല, അതിനൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ചോദിച്ചോ, അള്ളാഹിൻ്റെ അടുത്ത് നിങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരാൾ പൊരുത്തം ചോദിച്ചു വന്നാൽ പൊരുത്തം കൊടുക്കൽ നിർബന്ധമാണ്. ഒരാൾ പറയാം എനിക്ക് മാപ്പ് തരണം, അപ്പൊ മാപ്പ് ചെയ്തു കൊടുക്കണം എന്നാണ്. ഞാൻ മാപ്പാക്കി, സാരമില്ല.
ചിലർ പറയും എൻ്റെ മയ്യത്ത് പോലും കാണിച്ചു കൊടുക്കരുത്. ആവു, എന്താ അപ്പം അതൊക്കെ? എൻ്റെ മയ്യത്ത് പോലും കാണാൻ ഞാൻ വിടരുത്. എന്ത് തെറ്റ് ചെയ്താലും 100 ആളെ കൊന്ന ആൾക്ക് അള്ളാഹ് പുറത്തു കൊടുത്തിട്ടുണ്ട് അല്ലേ? 100 ആളെ കൊന്ന ആൾക്ക് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. അത്രക്കൊന്നും ഇല്ലല്ലോ ഇപ്പം നമ്മളെ കുടുംബ പ്രശ്നങ്ങളൊന്നും. ഉണ്ടാവും, ആ സെൻറ്റ് അതിരിങ്ങോട്ട് തിരക്കിയിട്ടുണ്ടാവും, ഒരു 5 സെൻറ്റ് ഇപ്പം എന്തേലും ഏറെടുത്തിട്ടുണ്ടാവും. അതൊക്കെ ശരി തന്നെ, ഹക്കും ബാത്തിലും കൃത്യമായും കൊണ്ടടക്കണേ. എന്നാലും മരിച്ചാലും ഞാൻ മിണ്ടൂല, അങ്ങനെയൊക്കെ പറയാൻ മാത്രമൊക്കെ ഉണ്ടോ? അതൊന്നും പറഞ്ഞുകൂടെ, അതൊക്കെ ഭയങ്കര ഓവറാണ്. ഒരിക്കലും അങ്ങനെ പറയരുത്. പറഞ്ഞു പോയത് തിരുത്തണം. അള്ളാഹു ചാല നമ്മുടെ മുറിവുകളെ ഉണക്കുകയും മനസ്സുകളെ അള്ളാഹു ഇണക്കി തരുകയും ചെയ്യട്ടെ. ആമീൻ. വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ആയത്ത് അവസാനിക്കുന്ന റബ്ബിന്റെ അവസാനത്തെ വാക്കെന്താ? ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അള്ളാഹുവിന്റെ മുറാഖബ നിങ്ങളിൽ ഉണ്ട്. എന്താ മുറാഖബ എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിക്കണം. ഇൻതബിഹ് അൽ മിൻതഖ മുറാഖബ ബിർറദാർ. CCTV ക്യാമറയിലൂടെ അറബിയിൽ അങ്ങനെ എഴുതി വെക്കുക അല്ലേ? This area is under CCTV surveillance. അല്ലേ? അള്ളാഹു വീക്ഷിക്കുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബാങ്കിന് ഉത്തരം കൊടുക്കണേ, ഭയങ്കര കൂലിയാണ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. أشهد أن محمد رسول الله. أشهد أن محمد رسول الله. لا حول ولا قوة إلا بالله. 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 الله أكبر، الله أكبر. لا إله إلا الله محمد رسول الله. اللهم رب هذه الدعوة التامة والصلاة القائمة آت سيدنا محمد الوسيلة والفضيلة وابعثه المقام المحمود الذي وعدته ورزقنا شفاعته دخل في الميعاد. ഈ ദുആ ബാങ്കിന് ശേഷം ചൊല്ലിയാൽ വജബത്ത് ലഹു ഷഫാഅത്തി, എൻ്റെ ഷഫാഅത്ത് അവർക്ക് നിർബന്ധമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു പറ്റം പെണ്ണുങ്ങൾ വന്ന് നബി തങ്ങളോട് പറയാണ്, ഗലബന അലൈക റിജാലു യാ റസൂലല്ലാഹ്. നബിയെ, പുരുഷന്മാർക്ക് ഞങ്ങൾ പെണ്ണുങ്ങളെക്കാളും അവസരങ്ങൾ ലഭിക്കുന്നുണ്ടല്ലോ നബിയെ.
അവർക്ക് അങ്ങയുടെ കൂടെ ജുമുഅയും ജമാഅത്തും യുദ്ധങ്ങളിൽ സംബന്ധിക്കാൻ പറ്റുന്നു, അങ്ങയുടെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നു. എപ്പോഴും ഞങ്ങൾ പെണ്ണുങ്ങൾ വീട്ടിലിരിക്കുകയാണല്ലോ. അതുകൊണ്ട് നബിയെ ഞങ്ങൾക്കൊരു ഒരു വാല് പറഞ്ഞു തരാൻ ഒരു ദിവസം അങ്ങ് നിർണയിക്കണം, ഞങ്ങൾക്ക് മാത്രം ഒരു ക്ലാസ് നബിയെ അങ്ങ് തരണം എന്ന് പെണ്ണുങ്ങൾ വന്ന് നബി തങ്ങളോട് ചോദിച്ചുവെന്ന് പരിശുദ്ധമായ ഹദീസിൽ കാണാൻ പറ്റും, സ്വഹീഹായ ഹദീസാണ്. ഫജഅല ലഹുന്ന യൗമൻ, അവർക്ക് വേണ്ടി നബി തങ്ങൾ സാരോപദേശം നൽകാൻ ഒരു ദിവസം നിശ്ചയിച്ചു കൊടുത്തു. ഫഅതാഹുന്ന വവഅലഹുന്ന വദക്കറഹുന്ന, പെണ്ണുങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാരോപദേശം നൽകുകയും വഅദ് പറയുകയും അവർക്ക് പരിശുദ്ധമായ ദീനിന്റെ ശരീഅത്തിനെ പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്തു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെന്നറിയുമോ? പുരുഷനും സ്ത്രീയും ഒരുപോലെ ശരീഅത്തിന്റെ നിയമങ്ങൾ മനസ്സിലാക്കേണ്ടവരാണ്. ഒരു വീട് നന്നാകുന്നിടത്താണ് മക്കള് മഹല്ല് നന്നാവുക. മക്കള് നന്നാവണമെങ്കിൽ ഉമ്മമാര് നന്നാവണം എന്നാണ്. ഉമ്മ നന്നായാലേ, പലരും പല വിഷയങ്ങളും ഉമ്മ അങ്ങനെ, ഉമ്മക്കത് ഇഷ്ടമല്ല, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ അങ്ങനെ പറയാം. ഉമ്മ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും അല്ലാഹുവിന്റെ ശരീഅത്തിന് അനുസൃതമായിരിക്കണം. അപ്പൊ ഉമ്മക്ക് ഇൽമു വേണം, അപ്പോളെ മക്കളുടെ ചിന്തയിൽ നന്നാവും. അൽഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ജീലൻ ത്വയ്യിബൽ അറാഖി. ഉമ്മ എന്നത് മദ്രസയാണ്, ഉമ്മ എന്നത് പാഠശാലയാണ്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ, ആ മദ്രസ ശരിയായി നിങ്ങൾ ഒരുക്കി വെക്കുകയാണെങ്കിൽ, ആ മദ്രസ ശരിയാവുകയാണെങ്കിൽ, അഅദത്ത ജീലൻ ത്വയ്യിബൽ അറാഖി, ഏറ്റവും നല്ല സുഹൃതമുള്ള തലമുറയാണ് നിങ്ങൾ സമൂഹത്തിന് നൽകുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും പുറത്തായിരിക്കും, യാത്രയിലായിരിക്കും, മക്കളെ നോക്കാൻ നമ്മുടെ ഭാര്യമാരെ ഉണ്ടാവും, ഉമ്മമാരെ മക്കളുടെ കൂടെയുള്ളൂ. ഉമ്മ കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് ഉമ്മ വേറെ വഴിക്ക് പോവുകയാണെങ്കിൽ ആ മക്കളെ പിന്നെ ആര് നോക്കും? ഇന്നത്തെ വലിയൊരു പാരഡോക്സ്. ഉമ്മമാര് ജോലിക്ക് പോവുക, നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ആയി തുടങ്ങിയിട്ടില്ല കൂടുതലൊന്നും. ഭർത്താക്കന്മാര് കുട്ടികളെ നോക്കുക, പാപ്പമാര് കുട്ടികളെ നോക്കുക, ഉമ്മ ജോലിക്ക് പോവുക. അത് അള്ളാഹുവിന്റെ ചില മആയീറുകളെ, അള്ളാഹുവിന്റെ ചില സംവിധാനങ്ങളെ തകിടം മറിക്കലാണ്. അപ്പോൾ അതിന്റെ റിസൾട്ട് വളരെ മോശമായിരിക്കും. ഉമ്മയിൽ നിന്ന് കിട്ടേണ്ട ചില ഇൽമുണ്ട്. ജനിച്ചു ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന്റെ കണ്ണ് ആദ്യമായി കാണുന്നത് ഉമ്മയുടെ മുഖമായിരിക്കുമെന്നാണ്. ജനിച്ച ഉടനെ കുഞ്ഞ് കണ്ണു തുറക്കൊന്നുമില്ല. ജനിച്ച ഉടനെ തന്നെ കുഞ്ഞിന് ചെവിയിൽ വാങ്ങും, വലത് ചെവിയിൽ വാങ്ങും, ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എപ്പം മരിച്ചാലും പിന്നെ വാങ്ങു ഇഖാമത്തും കൊടുക്കൂല, പിന്നെ പോയി മറവ് ചെയ്യുള്ളൂ. അതാണ് ജനാസ സംസ്കാരത്തിന് വാങ്ങു ഇഖാമത്തും ഇല്ലാത്തത്. അത് ജനിച്ചപ്പോൾ കൊടുത്തു കഴിഞ്ഞു എന്നാ പറയാം. ഇനി ഒരാൾക്ക് വാങ്ങു ഇഖാമത്ത് കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വേറെ വാങ്ങു ഇഖാമത്തും കൊടുക്കുമോ ജനാസക്ക്? അത് കൊടുക്കൊന്നുമില്ല. അത് ആ സമയത്ത് നടക്കേണ്ട കാര്യമാണ്. ആദ്യമായി കേൾക്കുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കേട്ടില്ലേ വാങ്ങില്? അല്ലാഹു അക്ബർ. അള്ളാഹുവിന്റെ വിഷയം ഏറ്റവും വലുതാണ്. അള്ളാഹുവിന് അക്ബർ എന്ന് പറഞ്ഞ പേരില്ല, അള്ളാഹിന്റെ പേര് കബീറാണ്. അള്ളാഹ് വലിയവനാണ്. ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞാൽ വേറെ വലിയ ഉണ്ടായിട്ട് വേണ്ട ഏറ്റവും വലിയവൻ അള്ളാഹിനെ പറ്റി പറയാൻ. അള്ളാഹ് തന്നെയാണ് വലിയവൻ. അള്ളാഹു കബീറാണ്, അൽ കബീർ. അള്ളാഹിന്റെ പേര് അക്ബർ ഇല്ല. പിന്നെ എന്താ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവേ, നിന്റെ വിഷയം അംറുല്ലാഹി അക്ബർ, നിന്റെ വിഷയം ഏറ്റവും വലിയ വിഷയമാണ്. ദുനിയാവിലേക്ക് ജനിച്ചു വീഴുന്ന കുട്ടി, ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഗൈനക്കുകളൊക്കെ മുസ്ലിം ബച്ചകളാണെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നഴ്സുമാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കയറി ചെല്ലാൻ ആക്സസ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് വാങ്ങി കൊടുക്കാൻ പറ്റും. അത് വലിയൊരു നന്മയാണ്. ആ ഒരു ടൈം നഷ്ടപ്പെട്ടാൽ പിന്നെ അതിൻ്റെ സമയം കഴിഞ്ഞു. അങ്ങനെയാണ്. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. ഏതൊരു കുഞ്ഞിനും നമ്മൾ കൊടുക്കുന്ന ഏറ്റവും ആദ്യത്തെ അഭയമാണത്. മോനെ, നീ ജനിച്ചു വീഴുകയാണല്ലേ, നീ ജനിക്കുന്ന ലോകത്ത് ഒരുപാട് വിഷയങ്ങൾ നിനക്ക് അഭിമുഖീകരിക്കാനുണ്ട്. ഒരുപാട് വിഷയം, കുറെ പഠിക്കാനുണ്ടാവും, ഒരുപാട് പഠിക്കാനുണ്ടാവും. പല കോഴ്സുകൾ ചെയ്യേണ്ടതുണ്ട്, പല ജോലികൾ ചെയ്യേണ്ടതുണ്ട്, പല സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതുണ്ട്. നിന്റെ മുമ്പിൽ ഒരുപാട് അവസരങ്ങൾ വരാനുണ്ട്. ഇതൊക്കെ വരുമ്പോഴും മോനെ,
അള്ളാഹുവിന്റെ വിഷയം ഏറ്റവും വലുതാണ്, മറന്നു പോവരുത്. ആ വാങ്കിന്റെ അസർ, അതിന്റെ ഒരു ഇഫക്റ്റ്, അതിന്റെ ഒരു ഇമ്പാക്ട് ഒരു കുട്ടിയുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അള്ളാഹുവിന്റെ വിഷയമാണ് ഏറ്റവും വലുത്, അള്ളാഹുവിന്റെ കാര്യം ഏറ്റവും വലുതാണ് മോനെ എന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മോനെ, നീ ആരാധിക്കാൻ വന്നവനാ. മനുഷ്യരിൽ ഒരു ആരാധനാ സ്വഭാവമുണ്ട്. അത് അള്ളാഹിനെ ആരാധിക്കാത്തവൻ വേറെ എവിടെങ്കിലും പോയി ആരാധിക്കും, വേറെ എന്തിനെങ്കിലും പോയി ആരാധിക്കും. ഒന്നുമില്ലെങ്കിൽ വല്ല ഫുട്ബോൾ പ്ലേയേഴ്സിനെങ്കിലും ആരാധിക്കും. എന്തേ? ആരാധന എന്ന് പറഞ്ഞത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. ആരെയെങ്കിലും അമിതമായിട്ട് ബഹുമാനിക്കുന്നത് മനുഷ്യനിലുണ്ട്. അത് മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും. മുസ്ലിമീങ്ങൾ അത് അള്ളാഹ്ക്ക് കൊടുക്കും, അല്ലാത്തൊരു അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. ഒരു ദൈവവും ഒരു വിശ്വാസവും ഇല്ലെങ്കിൽ ചിലർ പെണ്ണിന് കൊടുക്കും, ചിലർ കള്ളിന് കൊടുക്കും, പണത്തിന് കൊടുക്കും, ഫിലിം സ്റ്റാറിന് കൊടുക്കും, എന്തെങ്കിലും പ്ലേസിന് കൊടുക്കും, പലതിനും ആവാം. ആരാധനയുണ്ട് മോനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹതയുള്ള വിഷയം അള്ളാഹുവിൻ്റെത്. ആരാധന ഏറ്റവും അർഹിക്കുന്നത് നിന്നെ പടച്ച രക്ഷിതാവായ അള്ളാഹു ആണ് മോനെ. ഇത് പറഞ്ഞിട്ടാണ് ആ വാങ്കും ഇഖാമത്തും അവസാനിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടി കണ്ണു തുറക്കും. കുറച്ച് കഴിഞ്ഞാൽ, ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ കണ്ണു തുറക്കുമ്പോഴേക്കും കുഞ്ഞിനെ ഉമ്മാന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടാവും. കണ്ണു തുറക്കുമ്പോൾ കുഞ്ഞ് കാണുന്നത് ഉമ്മയുടെ മുഖമാണ്. അത് ഉമ്മയാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതിന്റെ മുമ്പ് തന്നെ ആ കണ്ണുകൾക്ക് ലഭിക്കുന്ന സുഹൃതമാണത്. മാതാവിനെ കണ്ടുകൊണ്ടാണ് കുഞ്ഞിന്റെ കാഴ്ച ആരംഭിക്കുന്നത്. പിന്നെ മധുരം കൊടുക്കും. തഹ്നീഖ്, തൊണ്ണില് പല്ലുണ്ടാവില്ലല്ലോ, ഗമ്മായിരിക്കും, അവിടെ മധുരം തൊട്ട് കൊടുക്കും. അതൊരു സ്വാലിഹായ മനുഷ്യന്റെ കൈ കൊണ്ട് കൊടുക്കണം, ഒരു നല്ല മനുഷ്യന്റെ കയ്യിൽ കൊടുക്കണം. അവരുടെ ഉമിനീരിൽ ചാലിച്ച മധുരമാണ് കുഞ്ഞിന് കൊടുക്കൽ സുന്നത്ത്. അസ്മാഉ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ ഹിജ്റ ചെയ്തു വന്നപ്പോ പൂർണ്ണ ഗർഭിണിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരുടെ ഉമ്മ. മഹദി റളിയല്ലാഹു അൻഹ മദീനയിൽ പ്രസവിച്ച, മദീനയിൽ ഹിജ്റ കഴിഞ്ഞു വന്ന് നടന്ന ആദ്യത്തെ പ്രസവം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസവമാണ്. അസ്മാ ബീവിയാണ് പ്രസവിച്ചത്. അതുകൊണ്ടാണ് മുഹാജിറുകളിലെ ആദ്യത്തെ കുട്ടിയാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ആ കുട്ടിയെ പ്രസവിച്ച ഉടനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുകൊടുത്തു. ആ കുഞ്ഞിന് പേര് വിളിച്ചതും കുഞ്ഞിന് മധുരം നൽകിയതും ആ കുഞ്ഞിന്റെ വായിലേക്ക് ആദ്യമായൊരു ഭക്ഷണം കിടക്കുന്നത് അഷ്റഫുൽ ഖൽഖിന്റെ ഉമിനീരുമായി കലർന്ന ആ ഒരു ഉമിനീരാണ്, ഈത്തപ്പഴത്തിന്റെ മധുരമാണ്. ആ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. മക്കയുടെ അമീറായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവര് അവസാന കാലം മരിച്ചത് ഭയങ്കര അത്ഭുതമാണ്. ഷഹീദാണ്. കുരിശിലൊക്കെ തറച്ചു മക്കയിൽ. അങ്ങനെ ദാരുണമായ അന്ത്യമാണ് ഉണ്ടായത്. അത് നമുക്ക് വഴിയെ പറയാം. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവാണ് മദീനയിലെ ആദ്യത്തെ കുഞ്ഞ്. അന്ന് ജൂതന്മാർ പറയുമായിരുന്നു മുസ്ലിമീങ്ങൾക്ക് മക്കളുണ്ടാവില്ല എന്ന്. എല്ലാവർക്കും പേടിയെ. ഇനി ആരെങ്കിലും ഗർഭിണിയാണോ ജനിക്കുമ്പോഴേ കുഞ്ഞു മരിക്കും എന്ന് മദീനയിലാകെ ഒരു റൂമർ. മദീനത്തെ അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്. അപ്പൊ ജൂതന്മാർ പറഞ്ഞു മുസ്ലിമീങ്ങൾക്ക് ഒറ്റ കുട്ടിയും ജീവിച്ചിരിക്കൂല, ഒരു കഥ തീർന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് പൂർണ്ണ ആരോഗ്യവാനായി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർക്ക് സുബൈർ ഇബ്നുൽ അവ്വാം എന്ന ഹവാരി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട അനുയായിയുടെ മകനായി സിദ്ദീഖ് തങ്ങളുടെ മോള് അസ്മാ ബീവി ജന്മം കൊടുത്ത മോനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ആദ്യ നബി തങ്ങൾ ആ മധുരം കൊടുത്തത്. അതുകൊണ്ടാണ് ഒരു ശ്രേഷ്ഠനായ ഒരു മഹാന്റെ കൈ കൊണ്ട് എന്ത് ചെയ്യണം, കുട്ടിക്ക് മധുരം കൊടുക്കുക. പറ്റിയെങ്കിൽ, ഇല്ലെങ്കിൽ കുട്ടിന്റെ വല്യമാനെ കൊണ്ടോ വല്യാപ്പാനെ കൊണ്ടോ ഉപ്പാനെ കൊണ്ടോ ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കുക, അതിനൊന്നും കുഴപ്പമില്ല. ഒരു കുഞ്ഞിന്റെ ജനനം ആരംഭിക്കുകയാണ്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ, നിങ്ങളുടെ ആദ്യത്തെ മദ്രസയാണ് ഒരു ഉമ്മ എന്ന് പറയുന്നത്. ആദ്യത്തെ മദ്രസയാണ്. അത് ഉമ്മാര് മനസ്സിലാക്കണം. നമ്മളൊരു പാഠശാലയാണ്. മദ്രസ എന്ന് പറഞ്ഞാൽ സ്കൂളിന് മദ്രസ എന്ന് അറബി പറയാ. മദ്രസക്ക് മദ്രസ എന്ന് പറയും. മദ്രസക്ക് എന്താ പറയാ, സ്കൂളിന് മദ്രസ എന്നല്ലേ പറയാ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് അത്ഭുതം. സ്കൂളിന് മദ്രസ എന്ന് പറയുമോ? ആണ്, സ്കൂളിന് മദ്രസ എന്ന് പറയാ. പാഠശാല എന്ന അതിൻ്റെ അർത്ഥം. ദീനിന്റെ പാഠം പഠിപ്പിക്കുന്നിടത്ത് നമ്മൾ മദ്രസ എന്ന് മാത്രം പറയും. അവിടെ സ്കൂൾ എന്ന് പറയില്ല. മദ്രസക്ക് പോവുക രാവിലെ. പാഠശാല എന്നതിനർത്ഥം.
സ്കൂൾ എന്ന് പറഞ്ഞാൽ തന്നെയല്ലേ, ഉമ്മ ആദ്യത്തെ മദ്രസയാണ്. അപ്പൊ ഉമ്മ ഒരു അധ്യാപികയാണ്. അധ്യാപനം എന്നത് ഇൻസ്ട്രക്ഷനാണ്, നിർദ്ദേശങ്ങളും പരിപാലനവും, 1-to-1 കെയർ. ഒരാൾക്ക് നേരിട്ട് കൊടുക്കുന്ന അറ്റൻഷൻ കൊടുക്കുമ്പോഴാണ് അധ്യാപകനാവുക. എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൻ്റെ, ഒരു മദ്രസയുടെ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൻ്റെ മാക്സിമം കപ്പാസിറ്റി 22 കുട്ടികളെ പറ്റുള്ളൂ എന്നാണ് ഇന്റർനാഷണൽ റൂൾ. അതാണ് 22 കുട്ടികളിൽ കൂടിയ 24 വരെ പോകാം. ആ ഒരു 24 കുട്ടികളെ മാത്രമേ ഒരു അധ്യാപകന് നേരിട്ട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കൂട്ട പഠിപ്പിക്കുക വേദ പറയണ പോലെ കയറാം. കേട്ടോ കേട്ടില്ലേ പഠിച്ചോ ഇല്ലേ ആരറിയും. 60, 70, 200 കുട്ടികൾ ക്ലാസ് റൂമിൽ ഇരിക്കുന്നു, ഉസ്താദ് പഠിപ്പിക്കുന്നു. അതിന് ദർസ് എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. അത് പഠിപ്പിക്കലല്ല, അതൊരു വാഴാണ്, ഒരു ഉത്ബോധനം. കേട്ടു. പഠനം എന്നത് 1-to-1 ആണ്. നിനക്ക് മനസ്സിലായോ? ഇല്ല. അതിന്റെ ഉത്തരം എന്താ? അവൻ പറഞ്ഞ ഉത്തരം ശരിയാണോ? ആ ശരി ഉത്തരത്തിലേക്ക് എന്തെങ്കിലും നിനക്കൊന്ന് ആഡ് ചെയ്യാനുണ്ടോ? ഇങ്ങനെ തുടങ്ങി ഓരോരുത്തരുടെയും ബ്രെയിൻ സ്വിച്ച് ഓൺ ചെയ്യുന്ന പണിയാണ് ഒരു അധ്യാപകൻ ചെയ്യുക. 22 കുട്ടികളെ കൊണ്ടേ പറ്റുള്ളൂ, കുത്തി നിറച്ചിട്ട് കാര്യമില്ല. ഇത്ര കുട്ടികളുടെ മദ്രസയിൽ അതല്ല വിഷയം. ഒരു ക്ലാസ് റൂമിൽ ഇത്ര കുട്ടികളെ പാടുള്ളൂ. 22 കുട്ടികൾ, അതിനപ്പുറം സ്ഥാനം കൊണ്ട് പഠിപ്പിക്കാൻ കഴിയില്ല. ഒരു പാഠം തീർത്തേക്കും, പക്ഷെ എന്തെയില്ല, പഠിപ്പിക്കാൻ കഴിയില്ല. ഇൻഡിവിജ്വൽ അറ്റൻഷൻ, അതാണ് അധ്യാപകന്റെ ജോലി. നേരിട്ട് ഓരോ കുട്ടിയെയും അവരുടെ ഫുറൂഖുൽ ഫർദിയ എന്ന് പറയും, ഡിഫറൻസിയേഷൻ. എല്ലാ കുട്ടികളും ഒരുപോലെ പഠിക്കൂല. ചിലർക്ക് കണ്ടാലേ മനസ്സിലാവൂ, ചിലർക്ക് കാട്ടിക്കൊടുത്താലേ അറിയൂ, ചിലർക്ക് എഴുതി പഠിപ്പിച്ചാലേ പഠിയൂ. പലർക്കും പല തരത്തിൽ ലേണിംഗ് പല തരത്തിലാണ്. മുമ്പ് നമ്മളൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല. നമ്മൾ പഠിപ്പിക്കുന്നൊക്കെ ഒരുപാട്, എല്ലാവർക്കും ഒരേപോലെ, എല്ലാവർക്കും ഒരേ പാഠം, ബോർഡും എഴുതുന്നു, പകർത്തി എഴുതുന്നു, പറഞ്ഞു തരുന്നു, കഴിഞ്ഞു. ഇന്നങ്ങനെയല്ല. ഇന്ന് വിഷ്വൽ, ഓഡിറ്ററി, കൈനസ്തെറ്റിക് ഇത്തരം മീഡിയകളൊക്കെ ഉപയോഗിക്കുമ്പോഴേ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. എന്നാ കുരങ്ങനും ആനയെയും മുതലയെയും കൊണ്ടുവന്ന് നിർത്തി മത്സരം നടത്തുകയാണ്. ഈ മരത്തുമ്മ കയറണോനെ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ കുരങ്ങൻ മാത്രമേ ജയിക്കുള്ളൂ. ആനക്ക് കയറാൻ പറ്റുമോ? മുതലക്ക് കയറാൻ പറ്റുമോ? ഇതുപോലെയാണ് മനുഷ്യരെന്ന. എല്ലാവരും ഒരേ കഴിവല്ല. എക്സാം പേപ്പറിൽ എഴുതാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. ചോദിച്ചാൽ അവർ ഓറലി മറുപടി പറയും, പക്ഷെ എഴുതാൻ അവരെ കൊണ്ട് കഴിയില്ല. ആ കുട്ടിയെ തോൽപ്പിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു കുഞ്ഞിനെ മനസ്സിലാക്കി അധ്യാപനം ചെയ്യുന്നിടത്താണ് ടീച്ചർ എന്ന് പറയുന്നത്. അതാണ് അധ്യാപകൻ. ഞാൻ അധ്യാപകനാണ്, അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ പഠിപ്പിക്കുകയാണ് കുട്ടികളെ. ബ്രെയിനുകളോടാണ് സംസാരിക്കേണ്ടത്, തലച്ചോറിനോടാണ് സംസാരിക്കേണ്ടത്. കമ്പ്യൂട്ടറിന് മുമ്പിലാണെങ്കിൽ കമ്പ്യൂട്ടറിനോട് നമ്മളങ്ങ് ടൈപ്പ് ചെയ്ത് പോകലേ ഉള്ളൂ. ഇത് ഇങ്ങോട്ട് റെസ്പോൺസ് വരുന്ന ജീവനുള്ള ആളുകളോടാണ് സംസാരിക്കുന്നത്. അധ്യാപനം ഒരു വലിയ ദൗത്യമാണ്. ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ഐ ഹാവ് ബീൻ സെന്റ് ആസ് എ ടീച്ചർ. ആര് പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി തങ്ങൾ പറയാൻ, ഞാനൊരു അധ്യാപകനായിട്ടാണ് വന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുദരിസുമാർക്കും ഉസ്താദുമാർക്കും മുഅല്ലിമീങ്ങൾക്കും ഇതിലേറെ അഭിമാനിക്കാൻ വേറൊന്നും വേണ്ട. ഉമ്മ ഒരു മദ്രസയാണ് എന്ന് പറയുമ്പോൾ ഉമ്മ ഒരു മുദരിസത്താണ്. ഉമ്മ അധ്യാപനമാണ് ചെയ്യുന്നത്. ഉമ്മ ചെയ്യുന്നത് കുട്ടികൾ കോപ്പിയടിക്കും. Children may have failed to listen to their parents, but they have never ever failed to imitate them. കുട്ടികളെ സംബന്ധിച്ച് പറയുന്ന ഒരു വലിയൊരു ആപ്തവാക്യമാണ്. കുട്ടികൾ ഒരു പക്ഷേ പറഞ്ഞത് കേൾക്കാൻ വിസമ്മതിച്ചേക്കാം. കുട്ടിയോട് പോയി കിടന്നുറങ്ങുന്നു പറഞ്ഞാൽ ഞാൻ ഉറങ്ങൂല എന്ന് പറഞ്ഞേക്കാം, അല്ലേ? പോയി പഠിക്കുമെന്ന് പറഞ്ഞാൽ മൊബൈൽ എടുത്ത് കളിച്ചിട്ടുണ്ടായിരിക്കാം. അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അവൻ എഴുന്നേറ്റ് ഓടിയിട്ടുണ്ടാകാം. നിങ്ങൾ പറഞ്ഞത് മക്കൾ കേട്ടിട്ടില്ലായിരിക്കാം. ചിൽഡ്രൻ മേ ഹാവ് ഫെയിൽഡ് ടു ലിസൺ ടു യു. നിങ്ങൾ പറഞ്ഞത് ഒരു മുഴുവൻ കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ they have never ever failed to imitate you. നിങ്ങളെ അനുകരിക്കാൻ, നിങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ അവരൊരിക്കലും പരാജയപ്പെടാറില്ല. കുട്ടികൾ കണ്ടുപഠിക്കും. നിങ്ങൾ ചെയ്യുന്നത് അവർ ചെയ്യും, നിങ്ങൾ പറയുന്നത് അവർ ചെയ്തില്ല എന്ന് വരും. ശരിയല്ലേ? നമ്മൾ പറയുന്നത് അവർ കേട്ടോണമെന്നില്ല, പക്ഷേ ഉമ്മ ചെയ്യുന്നത് കുട്ടി എപ്പോഴെങ്കിലും, ഉമ്മ നിസ്കരിക്കുമ്പോൾ കുട്ടിയും വന്നിട്ട് റുക്കുവും സുജൂദൊക്കെ ചെയ്യും. കുട്ടിയോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടല്ല, ഉമ്മ ചെയ്യുന്നത് കണ്ട് കുട്ടി ഇമിറ്റേറ്റ് ചെയ്യാൻ, അല്ലേ? അതുകൊണ്ട് വീട്ടിൽ ഏറ്റവും കൂടുതൽ മക്കളുമായി ചെലവഴിക്കുന്നവരാണ് ഉമ്മമാരെന്ന നിലയിൽ അവരിൽ അധ്യാപനത്തിന്റെ ഒരു ആസ്പെക്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മ ഒരു മദ്രസ, അത് ഉമ്മമാര് ശ്രദ്ധിക്കണം. അവര് സിനിമ കണ്ടിരുന്നാല് കുട്ടികൾ പോകുന്നു, എന്താ അമ്മ സിനിമ കാണുന്നത്, ഇതൊന്നും അവർ ചോദിക്കൂല. പക്ഷെ അവര് അതാണ് കാണാൻ ശ്രമിക്കുക, അവരതാണ് ഇമിറ്റേറ്റ് ചെയ്യുക.
അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ, ആ മദ്രസയെ നിങ്ങൾ തയ്യാറു ചെയ്തു വെച്ചാൽ അഅദത്ത ജീലൻ ത്വയ്യിബൽ അറാഖി, ഏറ്റവും നല്ല അടിസ്ഥാനമുള്ള അടിത്തറയുള്ള നല്ല സുദൃഢമായ സുശക്തമായ ഒരു തലമുറയാണ് ആ വീട്ടിൽ നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് ഉമ്മമാരാണ് ദീൻ ആദ്യം പഠിക്കേണ്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അപ്പോ ഇത് പിന്നെ നമ്മുടെ ഒരു രീതിയല്ലേ. ഒരു സദസ്സിൽ വന്നിരിക്കുമ്പോൾ എന്തെങ്കിലും സ്വതക്ക ചെയ്യുക. അപ്പം നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ പുറത്തു തരാൻ വേണ്ടി ഒരു നീയത്ത് ചെയ്ത് കൊടുക്കട്ടെ, വെറുതെ ഇട്ട് കൊടുക്കണ്ടേ. ഒരു നീയത്ത്, പഠിച്ചോ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ പുറത്തു തരണേ, എൻ്റെ മക്കളെ സ്വാലിഹിയാക്കി തരണേ, എന്നെയും എൻ്റെ ഭാര്യയെ നന്നാക്കി തരണേ, പാപ്പാക്കും ഉമ്മാക്കും പുറത്തു കൊടുക്കണേ, എന്തെങ്കിലും നീയത്ത് ചെയ്തിട്ട് ഇട്ട് കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബക്കറ്റുമായിട്ട് നമ്മൾ പ്രവർത്തകർ വരുന്നുണ്ടേ. നിങ്ങൾ കൊടുക്കൂലേ? അല്ലേ? പറ്റുന്ന കൊടുത്താൽ മതി, കടമായി കൊടുക്കൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ്. الأم مدرسة إذا أعددتها أعددت جيلا طيب العراق. عائشة رضي الله تعالى عنها വളരെ ചെറുപ്പത്തിൽ ഹബീബിന്റെ വീട്ടിലേക്ക് കയറി വന്ന ഹബീബിന്റെ ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. പഠനം മുഴുവൻ നടത്തിയത് വിവാഹത്തിന്റെ ശേഷമായിരുന്നു എന്ന് മനസ്സിലാക്കണം. വിവാഹിതയായതിന്റെ ശേഷമാണ് ആയിഷ റളിയല്ലാഹു അൻഹ പണ്ഡിതയായി മാറിയത്. അച്ഛാ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഞങ്ങൾ ആയിഷ ബീവിയോട് ഏതെല്ലാം വിഷയങ്ങളിൽ മസ്അല ചോദിച്ചാലും ഒരു വിഷയത്തെക്കുറിച്ചും ആയിഷ ബീവിക്ക് അറിയാത്തതില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മെഡിസിൻ പഠിച്ചിരുന്ന മഹദിയാണ്. തിബ്ബ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വശംവദയാക്കിയിട്ടുണ്ട്. ആയിഷ ബീവിയോട് ചോദിച്ചു, എവിടെന്നാണ് ബീവി നിങ്ങൾ മെഡിസിൻ പഠിച്ചത്? എന്നൊക്കെയാണെങ്കിൽ ഡോക്ടർ എന്നൊക്കെ വിളിച്ചേക്കും. ആയിഷ ബീവി ഫിസിഷ്യനായിരുന്നു. നമ്മളിപ്പോ MBBS പോകണം, പഠിക്കണം, അന്നിപ്പോ അതൊന്നും ഇല്ലല്ലോ. മരുന്ന് കൊടുക്കുമായിരുന്നു ആയിഷ ബീവി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, രോഗികൾക്ക് മരുന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ചോദിച്ചു, ബീവി നിങ്ങൾ എവിടെന്നാ ഇത് പഠിച്ചത്? ബീവി റളിയല്ലാഹു അൻഹ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പഠിച്ചത് ഒന്ന് ഹബീബിൽ നിന്ന് തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ അത്തിബ്ബുൻ നബവി, ദി പ്രൊഫറ്റിക് മെഡിസിൻ, നിബിതങ്ങൾ പഠിപ്പിച്ചു തന്ന നിബിതങ്ങളുടെ മരുന്നുകളുണ്ട്. പിന്നെ തങ്ങളെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർമാരിൽ നിന്ന് പഠിച്ചത്. ബീവി മെഡിസിൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പറയും ഭയങ്കര ഗമയില്, എൻ്റെ മോൻ ഡോക്ടറാ. ആ കുട്ടിക്ക് അറിയുള്ളതിൻ്റെ ഇടങ്ങേറ് എത്രയാണെന്ന്, എത്ര അധ്വാനിച്ചിട്ടുണ്ട്, എത്ര പഠിക്കാനുണ്ടാവും, എത്ര ടെൻഷൻ അടിക്കണം. നമ്മൾ രണ്ട് വാക്കുകൾ, മോൻ ഡോക്ടറാ, മോനെ കെട്ടിച്ചതും ഡോക്ടറെ അടുത്ത് തന്നെയാണ്. രണ്ടാളിപ്പോൾ ഓസ്ട്രേലിയയിലാണ്. കഴിഞ്ഞു, ഒരു മിനിറ്റ് എടുത്തിട്ടില്ല പറയാൻ ഇതിൻ്റെ പിന്നിലെടുത്ത അധ്വാനം എത്രയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ നന്നായി പഠിക്കാനും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അറിവും നന്മയും എളിമയും സേവന സന്നദ്ധതയും ഒക്കെ അല്ലാഹു നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ആയിഷ ബീവി പഠിച്ചു ഒരുപാട് പഠനം. സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ മകളെ കല്യാണം കഴിച്ചു കൊടുത്തത് വളരെ രസകരമായൊരു കല്യാണം. സ്വന്തം ശിഷ്യനാണ് മഹാനായ സഈദ് ബിൻ മുസയ്യിബ് എന്ന ഫുഖഹാഉ സബ്ഇൽ മദീന കണ്ട ലോകം കണ്ട പ്രഗത്ഭരായ 7 ഫുഖഹാക്കളിൽപ്പെട്ട മഹാനാണ് സഈദ് ബിൻ മുസയ്യിബ് എന്നവര്. അവരുടെ ശിഷ്യനാണ് മോളെ കല്യാണം കഴിച്ചു കൊടുത്തത്. അതൊരു വലിയ അത്ഭുതമുള്ള ഒരു ചരിത്രമാണ്. ആ ചരിത്രം നമ്മൾ പറയാൻ ഉദ്ദേശിക്കണില്ല. ശിഷ്യൻ കല്യാണം കഴിച്ചിരുന്നു, ഭാര്യ മരിച്ചുപോയി. അങ്ങനെ സങ്കടത്തിലിരിക്കുമ്പോഴാണ് സഈദ് റളിയല്ലാഹു അൻഹു, സഈദ് ബിൻ മുസയ്യിബ് എന്നവര് 40 കൊല്ലം മദീന പള്ളിയിലെ ഒന്നാമത്തെ ജമാഅത്തിന് ഇമാമിന്റെ കൂടെ സംബന്ധിച്ച മഹാനാണ് സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. പിന്നെ 40 ബ്രേക്ക് ചെയ്യണത് ഒരു ഹജ്ജിന് പോയി. അതിന്റെ ശേഷം പിന്നെ ആ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു. 40 കൊല്ലം മദീന പള്ളിയിൽ ഇമാമിന്റെ നേരെ പിറകിൽ, മദീന പള്ളിയിൽ ഇമാമിന്റെ നേർപ്പിറകിൽ 40 സന മാ ഫാതത്നി തക്ബീറത്തുൽ ഇഹ്റാം. എനിക്ക് അല്ലാഹു അക്ബർ എന്ന ഒന്നാമത്തെ തക്ബീർ ഇമാമിന്റെ കൂടെ അവ്വൽ ജമാഅത്ത് നഷ്ടമായില്ല എന്ന് ലോകത്തോട് പറഞ്ഞ മഹാനാണ് ഈ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഉസ്താദ് വീട്ടിലേക്ക് കയറിച്ചത് മൂപ്പർ അത്ഭുതപ്പെടുന്നുണ്ട്. അപ്പോൾ കല്യാണം കഴിക്കണ്ടേന്ന് ചോദിച്ചു. ഞാൻ കഴിക്കണം, വിഷമത്തിലാണല്ലേ, ഒറ്റക്കാണല്ലേ. അതെ, എൻ്റെ മോളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാണ്, നാളെ നിക്കാഹാണ്.
അന്തം വിട്ടുപോയി. അപ്പൊ മഹറോ, എന്നെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും കൊടുക്കുക. അങ്ങനെ പണ്ഡിതയായിരുന്ന, സൗന്ദര്യമുണ്ടായിരുന്ന, അച്ചടക്കമുള്ള ഒരു മോൾ സഈദ് ബിൻ മുസയ്യബ് എന്നവരുടെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു. കല്യാണത്തിന്റെ അന്ന് രാത്രി സർപ്രൈസ് ആയിട്ടാണ് ഈ വിഷയമൊക്കെ എത്തിയിരുന്നത്. അങ്ങനെ ഈ പുതിയാപ്പിള ചെറുക്കൻ അന്തം വിട്ട് അയൽ വീട്ടിലേക്ക് ഓടിച്ചെന്നു. പുന്നാര പെണ്ണുങ്ങളെ വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഒരുക്കി തരണേ, എൻ്റെ ഭാര്യയെ സഈദ് മുസയ്യബ് എന്നവർ അവരുടെ മോളെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കല്യാണം ഉണ്ടായത്. അങ്ങനത്തെ എന്നിട്ട് കുറച്ച് പൈസയും കൊടുത്തു. അമ്മോശന്, ഉസ്താദുമാണ്, അമ്മോശനുമാണ്. ഏതായിരുന്നാലും കല്യാണത്തിന്റെ രാത്രി കഴിഞ്ഞ് രാവിലെ ഈ പുതിയാപ്പിള തലക്കെട്ടൊക്കെ കെട്ടിയിട്ട് എന്ത് ചെയ്യാണ്? ദർസിലേക്ക് പോവുക. സഈദ് മുസയ്യബ് എന്നവരുടെ മദീന ദർസിലേക്ക് പോവുക. അപ്പോ പെണ്ണ് എവിടേക്കാ പോവെന്ന് ചോദിച്ചു. നിന്റെ ഉപ്പന്റെ ദർസിലേക്ക്. എന്റെ ഉസ്താദല്ലേ നിന്റെ ഉപ്പാന്റെ ദർസിലേക്ക് പോവാ. എന്റെ വാപ്പ സഈദ് എന്നവര് നിങ്ങൾക്ക് ഓതിത്തരുന്ന കിതാബ് ഞാനിവിടെ ഓതിത്തരാം. അങ്ങനെ ഭാര്യ ഭർത്താവിന് കിതാബ് ഓതി കൊടുത്തു. അങ്ങനത്തെ പെണ്ണാണ് സഈദ് ബിൻ മുസയ്യബ് എന്നവരുടെ മോള്. സഈദ് ബിൻ മുസയ്യബ് എന്നവരുടെ ഇൽമ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മദീന കണ്ട മറ്റൊരു പണ്ഡിതനാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആദ്യത്തെ രചന എന്ന് പറയുന്ന മുവത്വ, മാലിക്കി മദ്ഹബിന്റെ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു 100ഓളം സ്വഹാബിമാരെ കണ്ടു എന്ന് ചരിത്രം പറയുന്ന മഹാൻ. മുവത്വ എന്ന ഹദീസിന്റെയും ഫിഖ്ഹിന്റെയും സമാഹരണം ലോകത്തിന് സമ്മാനിച്ച, ലോകത്തിന് അനുഗ്രഹമായി ലഭിച്ച ലോക പണ്ഡിതനാണ് ഇമാമു ദാരിൽ ഹിജ്റ എന്നറിയപ്പെടുന്ന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. മഹാന്റെ മുവത്വ ശിഷ്യന്മാർ ഓതിക്കൊടുക്കുമ്പോ ഉസ്താദിന് കിതാബ് മുതഅല്ലിമീങ്ങൾ ചൊല്ലുമ്പോ ആ ചൊല്ലി കേൾക്കുമ്പോ ഉസ്താദ് കൊടുക്കുന്ന ഷറഹ്, അന്നത്തെ ദർസ് അങ്ങനെയാ. ഇന്നും ദർസിലൊക്കെ അങ്ങോട്ട് കിതാബ് ഓതി കൊടുക്കുക, മുതഅല്ലിമീങ്ങൾ ഓതി കൊടുക്കും. ഓതിക്കൊടുക്കുന്നതിൽ ഏതെങ്കിലും ഒരു ശിഷ്യന്റെ ഇബാറത്തുകളിൽ ലഹ്ന് സംഭവിച്ചാൽ, ഇഅ്റാബ് തെറ്റിപ്പോയാൽ, നസ്ബുള്ളടുത്ത് ജർറ് വന്നാൽ, അല്ലെങ്കിൽ റഫ്അ് വന്നാൽ, അറബ് വ്യാകരണം ശരിയാവാതെ വന്നാൽ വാതിലിന്റെ ബാക്കിൽ നിന്ന് 2 മുട്ട് കേൾക്കും വാതിൽക്ക്. അപ്പോ ഇമാം അവറുകൾ പറയും ഒന്ന് മടക്കി പറയുന്നു പറയും. എന്ന് പറഞ്ഞാൽ ആ ഓതിയത് തെറ്റിയിട്ടുണ്ട് എന്ന് വീടിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുമായിരുന്നത് ബിൻതു മാലിക് ഇബ്നു അനസ്, മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മോള് പറഞ്ഞു കൊടുക്കും. വാതിക്ക മുട്ടും ഓതിയ തെറ്റിയിട്ടുണ്ടെങ്കിൽ. സാധുരു പക്ഷേ ഗുരുനാഥൻ അശ്രദ്ധയിലോ ശ്രദ്ധിക്കാതിരിക്കുകയോ ആണെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മോള് വാതിൽക്കൽ മുട്ടിക്കൊടുക്കും. മോള് മുട്ടിയ മനസ്സിലാവും ഓതിയിൽ എന്തോ തെറ്റുണ്ട്. ശിഷ്യനോട് നീ മടക്കി ഓത് എന്ന് പറയും. ഇങ്ങനത്തെ പണ്ഡിതകളെ ലോകത്തിന് സമ്മാനിച്ചുകൊണ്ടാണ് ശരീഅത്തുൽ ഇസ്ലാം വരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശിഷ്യത്വം ലഭിക്കാത്ത സ്വഹാബിമാര് തന്നെ കുറവാണ്. ബീവി റളിയല്ലാഹു അൻഹ ഹിജാബിന്റെ മറവിൽ നിന്നുകൊണ്ട് സ്വഹാബികൾക്ക് ദർസ് നടത്തിയിട്ടുണ്ട് എന്നത് വളരെ വലിയ അത്ഭുതമാണ്. ഈ പഠനമെല്ലാം നടത്തിയത് വിവാഹിതയായതിന്റെ ശേഷം. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ജീലൻ ത്വയ്യിബൽ ഇറാഖി. നേരത്തെ പറഞ്ഞ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്ന ആ മോനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്വന്തം മകനായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഉമ്മു അബ്ദില്ല എന്ന് പറയാറുണ്ട്. അബ്ദുള്ളയുടെ ഉമ്മ എന്ന്. ആയിഷ ബീവിക്ക് മക്കൾ ഉണ്ടായിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരാൾക്കും ജന്മം കൊടുത്തിട്ടുമില്ല. എന്നാൽ അബ്ദുള്ളയുടെ ഉമ്മ എന്ന് പറയുന്നത് ജ്യേഷ്ഠത്തിയായ അസ്മാ ബീവിയുടെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ ഉമ്മ മകനെ നോക്കുന്ന പോലെ നോക്കിയതിന്റെ പേരിൽ സ്വഹാബിയത്തുകൾക്കിടയിൽ ആയിഷ ബീവി അറിയപ്പെടുന്നത് ഉമ്മു അബ്ദുല്ലാഹി എന്നാണ്. അബ്ദുള്ളയുടെ ഉമ്മ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നിവരുടെ ഉമ്മ. മഹാനാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഇബാദത്തിന്റെ വിഷയങ്ങളിൽ നമുക്ക് റിവായത്തുകൾ തന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഇബാദത്തിന്റെ മഹത്വം അറിയുന്നത് അതിൽ അധികം റിവായത്തുകളും അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അൻ ഉമ്മി അബ്ദുല്ലാഹി ആയിഷ റളിയല്ലാഹു അൻഹാ അന്നഹാ ഖാമത് തുസല്ലി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഫവഖാന അദാബ السموم فنجانا الله الحمد لله الذي نجانا منها فوقانا عذاب السموم أو كما قال سبحانه.
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരായത്ത് ഓതിയിട്ട് ഒരു ദിവസം പകൽ മുതൽ ളുഹർ വരെയുള്ള സമയം മഹദി റളിയല്ലാഹു തആല അൻഹ ഒരായത്ത് ഓതിയിട്ട് സുന്നത്ത് നിസ്കരിച്ചത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന് ഉദ്ധരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അറിവ്, പെണ്ണുങ്ങൾ ധാരാളം അറിവ് പഠിക്കണം എന്നാണ്. കേട്ടിട്ടും വായിച്ചിട്ടും അറിവിന്റെ ലോകത്തേക്ക് വരണം. അവർ അധ്യാപികമാരാണ്, വെറും ഉമ്മമാര് മാത്രമല്ല. ഉമ്മ ആകുന്നതോടുകൂടെ കാലിന്റെ താഴെ സ്വർഗം എന്നുള്ള പറഞ്ഞില്ലേ? ബാപ്പാന്റെ കാലിന്റെ താഴെ സ്വർഗം എന്നുള്ള പറഞ്ഞോ? ഇല്ല. സ്വർഗം ഇല്ലാത്തത് കൊണ്ടല്ല. അൽവാലിദു ഔസതു അബ്വാബിൽ ജന്ന, പിതാവ് സ്വർഗത്തിന്റെ നടുവാതിലാണ്, മധ്യവാതിലാണെന്ന് നിബിധങ്ങൾ. സ്വർഗത്തിന്റെ മെയിൻ ഗേറ്റ് വാപ്പയാണ്. എന്നാൽ ഉമ്മമാർക്ക് സേവനം ചെയ്യുന്നതോടുകൂടെ നല്ല ഉമ്മാരാവണേ, അതൊരു ബാധ്യത ഉണ്ട്. ഉമ്മാന്റെ പുരുഷൊക്കെ വരെ ഉമ്മ കണ്ട് പിന്നെ പൊന്താണ്, പിന്നെ തോന്നിയത് മുഴുവൻ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെ ആവരുത്. അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ ചെയ്യാവൂ. ഉമ്മമാർ വെറുപ്പൊരിക്കലും കൊടുക്കരുത്. അത് മക്കളോടോ മരുമക്കളോടോ വെറുപ്പ് കാണിക്കരുത്, ഇഷ്ടക്കേട് കാണിക്കരുത്. ആൺമക്കളെ പെൺമക്കളെ ഉമ്മമാർ വേർതിരിച്ച് കാണരുത്. ഒരു മോന്റെ കുട്ടിയോട് ഭയങ്കര ഇഷ്ടം, അഞ്ചന്റെ കുട്ടിയോട് ഇഷ്ടമല്ല. അതൊക്കെ മക്കൾക്ക് ഭയങ്കര വേദനയാവും. ഉമ്മക്ക് ചിലപ്പോൾ അതൊന്നും തിരിയുണ്ടാവില്ല. പക്ഷെ അങ്ങനെ വേർതിരിച്ച് കാണിക്കരുത്. പേരക്കുട്ടികളെല്ലാവരും ഒരുപോലെയാണ്, മക്കൾ ഒരുപോലെയാണ്. അങ്ങനെ കാണിക്കണം. വെറുപ്പുണ്ടാക്കരുത്. നാവുകൊണ്ട് വെറുപ്പുളവാക്കുന്ന വാക്കുകൾ ഉമ്മമാരെ പറയരുത്. നിങ്ങളുടെ മാതാപിതാക്കൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന കാലത്തോളം ആ മാതാവിന്റെയും പിതാവിന്റെയും കാലിന്റെ ചുവട്ടിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അത് പറയാൻ കാരണം എന്താ അറിയോ? ഉമ്മ പറയും, എൻ്റെ പെണ്ണുങ്ങളെ കൊണ്ടയക്കുക, അവൾ എനിക്ക് പിടിച്ചിട്ടില്ല. എന്തേ ഉമ്മ? കല്യാണം കഴിച്ച് നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഈ ഐസ്ക്രീം നിന്ന പോലെ. എന്തുകൊണ്ട് എനിക്ക് അവളെ പിടിച്ചിട്ടില്ല? അപ്പൊ കാരണം എന്താ? കാരണം കല്യാണം കഴിഞ്ഞപ്പോൾ സ്ത്രീധനം ഉമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ട്. മകൻ പിന്നെ വേദമൊക്കെ കേട്ട് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന കാര്യം. ഉമ്മക്ക് ഇപ്പം അത്ര ആവേശമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഉമ്മ വരെ ഒന്നും കൊണ്ടുവരാതെ അവള് പോകുന്നത്. എന്നാ പിന്നെ അവളെ മൂത്തച്ചിയോ അവൾ എത്ര കൊണ്ടുവന്നു? ഈ കൊണ്ടുവന്നു ഇതെത്താ എന്നാ അത് വയറ് നിറയാ? എനിക്കറിയില്ല. ഈ കൊണ്ടുവരന്നെ വരുമോ? കൊടുക്കണ പരിപാടി നമ്മൾ ആലോചിക്കണില്ലല്ലോ. പ്രസവിച്ചാലും കൊണ്ടുവരണം, കുടിരിക്കലിനും കൊണ്ടുവരണം, തക്കാരത്തിനും കൊണ്ടുവരണം, കല്യാണത്തിനും കൊണ്ടുവരണം. ഇതിങ്ങനെ വാങ്ങിക്കൂട്ടൽ തന്നെ പരിപാടി. അതിൽ കുറയുമ്പോൾ വെറുപ്പ്. അപ്പൊ പിന്നെ പണ്ട് കിട്ടിയതൊക്കെ മറന്നു, മുമ്പ് ചെയ്ത നന്മകൾ മറന്നു. അതിന്റെ പേരിൽ പിണക്കം, തൊലാക്ക്, ഒഴിവാക്കല്. അങ്ങനെ ഒരു ഉമ്മ മകനോട് ഭാര്യനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ മകൻ ഒഴിവാക്കേണ്ടതുണ്ടോ? ഇല്ല. എന്തേ? അവരെ ചെയ്യുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത പണിയാണ്. അബ്ഗദുൽ ഹലാലി ഇലല്ലാഹ്. അതിനനുസരിക്കേണ്ട കാര്യമില്ല. ഉമ്മാനെ വെറുപ്പിക്കേണ്ട, ഉമ്മാനെ വിഷമിപ്പിക്കും വേണ്ട. പക്ഷേ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു വിഷയത്തിൽ അനുസരണ വേണ്ട. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. പടച്ചവനെ ധിക്കരിച്ചുകൊണ്ടൊരു പടപ്പിനെയും അനുസരിക്കേണ്ടതില്ല. ഉമ്മ പറഞ്ഞു, മോനെ എൻ്റെ ഏട്ടനോട് മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? ജ്യേഷ്ഠൻ ചോരയല്ലേ, ചോരബന്ധമല്ലേ? ആ കുടുംബ ബന്ധം നിലനിർത്തണം. അത് ഉമ്മാക്ക് വിഷമല്ലാത്ത രീതിയിൽ. ഉമ്മ മിണ്ടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മിണ്ടൂല, അങ്ങനെയല്ല. ഇൽമ വേണം, അറിവ് വേണം. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ഒരാൾ പറഞ്ഞാലും ചെയ്യേണ്ടതില്ല. അള്ളാഹ് പറഞ്ഞത് വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കണമെന്നല്ലേ. അതുകൊണ്ട് ഉമ്മമാരും ആ ലെവലിലേക്ക് ഉയരണം. നമ്മളെ പഴയ ഉമ്മാരുണ്ടല്ലോ, ഒരമ്മായിമാർ നല്ലോണം കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. അതൊന്നും മരുക്കളോട് കാണിക്കേണ്ട കാര്യമില്ല. അന്നത്തെ പഴയ അമ്മായിമ്മ മിക്സി, ഭർത്താവ് ഗൾഫിൽ നിന്ന് കൊണ്ട് ഈ മിക്സിയിൽ അരക്കാൻ മാത്രമൊന്നും 30 ആയിട്ടില്ല, ഈ കല്ലുമ്മ പോയി അരച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ അന്ന് വാഷിംഗ് മെഷീൻ കൊണ്ടുവന്നപ്പോൾ ഉമ്മ അതിൽ തിരുമ്പിയാൽ എൻ്റെത് വൃത്തിയാവില്ല, എൻ്റെത് കല്ലുമ്മ പോയി തിരും. അത് വാശിക്ക് പറഞ്ഞതായിരിക്കും ചിലപ്പോൾ. ഞാൻ സുഖിക്കാത്ത എന്തിനാ ഓള് സുഖിക്കണത്? അപ്പം ഇങ്ങോട്ട് കിട്ടിയത് മുഴുവൻ അങ്ങോട്ട് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല സഹോദരങ്ങളെ. കുറെ നമ്മളങ്ങ് സഹിക്കുക. അടുത്തൊരു തലമുറക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. എത്രയോ സുഖസൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് ഉമ്മമാരുടെ പിടിവാശി കൊണ്ട് അതൊന്നും അനുഭവിക്കാൻ വിടാതെ കഷ്ടപ്പെടുത്തി എത്രയോ അനുഭവങ്ങൾ കേൾക്കാറുണ്ട്. ഇനിയൊന്നും അങ്ങനൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. സ്നേഹമുള്ള വീട്, സ്നേഹമുള്ള മക്കള്, സ്നേഹമുള്ള കുടുംബം, എന്ത് സന്തോഷായിരിക്കും. അതുകൊണ്ടാണ് ധർമ്മസമരത്തിന് എനിക്ക് സമ്മതം തരണം നബിയെ, ഞാൻ അള്ളാഹുവിന് വേണ്ടി ജീവൻ കൊടുക്കാം എന്ന് പറഞ്ഞ് തങ്ങളോട് യുദ്ധത്തിന് സമ്മതം വാങ്ങാൻ വന്ന യമനിയായ ഒരു സ്വഹാബിയോടാണ് ഉമ്മയുണ്ടോ വാപ്പയുണ്ടോ എന്ന് നബി തങ്ങൾ ചോദിച്ചു.
പറഞ്ഞു, ഉണ്ട്, ഉമ്മയാണുള്ളത്. ഉമ്മാക്ക് വേറെ മക്കളുണ്ടോ? ഇല്ല, ഞാനൊരു മോനേ ഉള്ളൂ. എന്നാൽ ഇൽസംഹാ, നിനക്ക് സ്വർഗമല്ലേ വേണ്ടത്? അള്ളാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്ത് സ്വർഗമല്ലേ നീ ആഗ്രഹിക്കുന്നത്? ആ സ്വർഗം ഫഇന്നൽ ജന്നത തഹ്ത ഖദമൈഹാ, ഉമ്മയുടെ കാലിന്റെ താഴെയാണ് ആ സ്വർഗമുള്ളത്. നീ ഉമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോ, ഉമ്മാക്ക് സേവനം ചെയ്യ്, ഉമ്മയെ ഒറ്റക്കാക്കി കളയല്ല എന്ന് ആ സ്വഹാബിയോട് മറുപടി പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് പറയുമ്പോഴേ അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മ, അങ്ങനെ ഹദീസ് ഇല്ല. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹ, മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറയാനാണ്. സ്വർഗം മാതാപിതാക്കളുടെ കാലിന്റെ താഴെയാണ്. അൽ ജന്നത്തു മുബ്തദയും തഹ്ത ഖബറുഹു, അങ്ങനെ ഒരു ഇബാറത്ത് ഹദീസിലില്ല, അത് ഹദീസല്ല. പിന്നെയോ ഇൽസംഹാ ഫഇന്നൽ ജന്നത തഹ്ത ഖദമി, ആ മഅന ഹദീസാണ്. ഉമ്മയെ നീ കൂട്ടിപ്പിടിക്ക്, ഉമ്മയുടെ കൂടെ നിൽക്ക്, സ്വർഗം ഉമ്മയുടെ കാലിന്റെ താഴെയാണ്. ഇൽസംഹാ ഫഇന്നൽ ജന്നത തഹ്ത, അതാണ് ഹദീസ്. എന്തല്ല അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അങ്ങനെ കുട്ടികൾക്ക് മദ്രസയിലൊക്കെ റബീഉൽ അവ്വലിനൊക്കെ സ്പീച്ച് എഴുതി കൊടുക്കുമ്പോഴേ അറിയാതെ പറയാറുണ്ട്, നബി തങ്ങൾ പറഞ്ഞു ഖാല റസൂലുള്ളാഹ്, അങ്ങനെ പറയരുത്. അങ്ങനെ ഹദീസ് ഇല്ല എന്നാണ് എൻ്റെ അറിവ്, എൻ്റെ ആ ഒരു ബഹ്സിൽ കിട്ടിയത്. അല്ലാഹു അലം. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മമാർക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം നോക്കണേ. ഒരു പ്രസവം നടക്കുന്നതോടുകൂടെ, അവരൊരു കുഞ്ഞിന് ജന്മം നൽകുന്നതോടുകൂടെ അവരുടെ കാലിന്റെ താഴെ സ്വർഗമുണ്ട് എന്നല്ലാഹു. അതുകൊണ്ടാണ് നബിയെ അയ്യുന്നാസി അഹഖു ബിഹുസ്നി സ്വഹാബതി, എന്റെ ഏറ്റവും നല്ല പെരുമാറ്റം ഞാൻ ആരോടാണ് പെരുമാറേണ്ടത് എന്ന് ചോദിച്ചതിന് മറുപടി എന്താണ്? ആരോടാണ് നബിയെ ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത്? ഖാല ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. നമ്മൾ ആരോട് നന്നായി പെരുമാറേണ്ടത്? ഉസ്താദിനോട്, അധ്യാപകനോട്, നമ്മുടെ മാനേജറോട്, നമ്മുടെ എംപ്ലോയറോട്, നമുക്ക് ജോലി എന്ന ആളോട്, നമ്മളൊക്കെ വിസ എടുത്ത ആളോട്. നമ്മളങ്ങനെ പലരോട് നന്നായി ഭയങ്കര ഡീസൻ്റ് ആകാരം. ഒരിടം നമ്മൾ ചൂടായി പോരുമോ? ഉമ്മാൻ്റെ അടുത്ത് നിങ്ങൾ മിണ്ടാ പോയിക്കാണി ഉമ്മ, നിങ്ങൾക്ക് ഇത് തന്നെ എപ്പോഴും വേറൊന്നും ഇല്ലേ? നമ്മൾ എന്തൊക്കെ ഡയലോഗ് അറിഞ്ഞപ്പോൾ. ഏറ്റവും നന്നായി പെരുമാറേണ്ടത് നിനക്ക് ജോലി തന്ന ആളോടല്ല, നന്നായി പെരുമാറിക്കോളി. ഏറ്റവും നന്നായി ആരോടാ? ഉമ്മുക, നിന്റെ ഉമ്മയാണ് ഏറ്റവും നല്ല പെരുമാറ്റം അർഹിക്കുന്നത്, ഉമ്മയോടാണ്. അപ്പൊ സ്വഹാബി ചോദിച്ചു, നബിയെ സുമ്മമൻ, ഉമ്മ കഴിഞ്ഞാൽ പിന്നെ ആരാണ്? വീണ്ടും പറഞ്ഞു ഉമ്മുക, നിന്റെ ഉമ്മ തന്നെ. വീണ്ടും ചോദിച്ചു, പിന്നെ ആരാ നബിയെ? സുമ്മമൻ ഖാല ഉമ്മുക, നിന്റെ ഉമ്മ തന്നെ. 3 തവണ ഉമ്മയോട് ഉമ്മയോട് ഉമ്മയോട്. സുമ്മ ഖാല അബൂക്, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിന്റെ ഉപ്പയോട്. മക്കൾക്ക് ഉമ്മയും വാപ്പയാണ്. പക്ഷെ വാപ്പയാവാൻ വാപ്പ ഒരിടങ്ങേറും അനുഭവിച്ചിട്ടില്ല. ഉമ്മ ഗർഭധാരണം നടന്നത് മുതൽ ഛർദി തുടങ്ങി, ഞരമ്പ് വലി തുടങ്ങി, ഉറക്കം കിട്ടാണ്ടാവല് തുടങ്ങി, ഭക്ഷണത്തിന്റെ സ്മെല്ല് പറ്റാണ്ടാവല് തുടങ്ങി, പിന്നെ ഗൈനക്കിനെ കാണാൻ വേണ്ടി പോകുന്ന ത്യാഗം തന്നെ വലിയ ജിഹാദാണ്. ഒരു നിലമ്പൂർക്കോ മഞ്ചേരിക്കോ ഇടയ്ക്കര എവിടെയെങ്കിലും പോലെ എനിക്കറിയില്ല, ഇവിടെ ചെന്ന് കാത്തുനിന്ന് ഒരു ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടി, പരിശോധന കഴിഞ്ഞ് പടച്ചോനെ വിശപ്പും ദാഹവും തളർച്ചയും, ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ബസ്സിലോ തിരിച്ചുപോയി, ഇതൊക്കെ പ്രസവിക്കണവരെ ആണെങ്കിൽ സഹിക്കുക. അത് കഴിഞ്ഞ് കുട്ടിക്ക് ജലദോഷം, കുട്ടിക്ക് ചുമ, കുട്ടിക്ക് കഫക്കെട്ട്, കുട്ടിക്ക് ന്യൂമോണിയ, ഭർത്താവ് കൂളായിട്ട് കുറുക്കം വെച്ച് ഉറങ്ങുന്നുണ്ടാവും, ഭാര്യ ഇപ്പുറത്തുണ്ടാവും, അല്ലേ? നിങ്ങൾ ആലോചിക്കണം. കല്യാണം കഴിഞ്ഞ് കുട്ടിയായി കഴിഞ്ഞാൽ കുട്ടിനെ വല്ലാണ്ട് സ്നേഹിക്കുക, ഭാര്യയോട് പിന്നെ പഴയ സ്നേഹമൊന്നുമില്ല. അപ്പം ഈ കുട്ടി ഇങ്ങനെ മുളച്ചുണ്ടായതാ? ഈ കുട്ടി ഉണ്ടായത് ഈ ഭാര്യയിലൂടെയല്ലേ? ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞിന്റെ ഉമ്മക്കല്ലേ? അവളുണ്ടായപ്പോഴല്ലേ? അവളുടെ ആരോഗ്യമല്ലേ, അവളുടെ ചോരയല്ലേ, ശരീരമല്ലേ കുഞ്ഞ് എന്ന് പറയേണ്ടത്. ചില ഭർത്താക്കന്മാർ അങ്ങോട്ട് കുട്ടി മതി, അതുവരെ ബൈക്കുമേലും ബസ്സിലും കാറിലൊക്കെ കൊണ്ടുപോയി ടൂറൊക്കെ, കുട്ടി കഴിഞ്ഞ് ഇവിടെ ഇരുന്നോ, ഇനി വരേണ്ട ആവശ്യമില്ല, അങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. അങ്ങനെ ആവരുത്. സ്നേഹം കൂടുതൽ കൊടുക്കണമെന്ന്. അപ്പൊ നമ്മൾ വാപ്പ എന്ന് പറഞ്ഞ സുഖത്തിന് നല്ല രസമല്ല വർത്താന, വാപ്പയാണ് എന്തേ അറിഞ്ഞിട്ടുണ്ടോ? ഒരടങ്ങേറും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഉമ്മമാരങ്ങനെയല്ല. കുഞ്ഞ് ജനിച്ചൊരു 3-4 കൊല്ലം വരെ മര്യാദക്കൊരു ഡ്രസ്സ് ഇടാൻ പോലും ഒരു പറ്റൂല. ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റുമോ? അപ്പൊ കൊല്ലം പ്രസവിക്കുകയാണെങ്കിൽ പറയും വേണ്ട. ഉമ്മുക സുമ്മ ഉമ്മുക സുമ്മ ഉമ്മുക, നിന്റെ ഉമ്മയാണ്, നിന്റെ ഉമ്മയാണ്, നിന്റെ ഉമ്മയാണ്. ഏറ്റവും വലിയ ഏറ്റവും നല്ല സ്വഭാവം നിന്നിൽ നിന്ന് അർഹിക്കുന്നത് നിന്റെ ഉമ്മയാണ്. സുമ്മ
മൻ, പിന്നാര നബിയെ? അബൂക, നിന്റെ ബാപ്പയാണ്. ബാപ്പാനെ മോശാക്കാനല്ല, ഉമ്മയുടെ സ്ഥാനം അതിലും വലുതാണെന്ന് മനസ്സിലാക്കി തരാനാണത്. ഇതൊക്കെ നമ്മുടെ മക്കളെ പറഞ്ഞു കൊടുക്കണം. കുട്ടികൾ ഉമ്മയോട് തിരിച്ച് വേർഡ് ഫൈറ്റ് നടത്തുമ്പോഴേ, മോനെ ഉമ്മയോടത് പറയരുത് എന്ന് വാപ്പ പറയണം, ഭർത്താവ് പറയണം. ഭാര്യയോട് മക്കള് കയർത്ത് സംസാരിക്കുമ്പോ മക്കൾക്ക് ഒരിക്കലും മക്കളോട് മാതാവിന് എതിരായി വാപ്പ സപ്പോർട്ട് ചെയ്യരുത്. ചില ഭർത്താക്കന്മാർ അവർ തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടാവും. അതന്നെ പറഞ്ഞുകൂടോ മോനെ, വാപ്പാന്റെ സപ്പോർട്ടാ മോന്. അങ്ങനെ ആവരുത്. ഉമ്മ പറയേണ്ടത് എന്താ? മക്കള് കുരുത്തക്കേട് കാണിക്കുമ്പോ ഞാൻ വാപ്പയോട് പറയും, അല്ലെ ഞാൻ ഇങ്ങോട്ട് പോട്ടെ, അമ്മായിന്റെ വീട്ടിക്ക് പോട്ടെ, കാക്കാന്റെ വീട്ടിൽ പോട്ടെ എന്ന് മകൻ സമ്മതം ഉമ്മയോട് ചോദിക്കുമ്പോ ഉമ്മ പറയാ, വാപ്പാനോട് ചോദിച്ചോട്ടോ. വാപ്പ പറയും, ഉമ്മാട് ചോദിച്ചു, ഉമ്മ എന്തേ പറഞ്ഞേ? ഉമ്മ ആയിക്കോട്ടെ, വാപ്പാന്റെ സമ്മതം തരണം എന്നാ പറഞ്ഞു. ഉമ്മക്ക് ഓക്കെയാണ്, ഓക്കെയാണ്, എന്നാ നീ പോയിക്കോ. അപ്പൊ എന്തായി? രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്നതാണ് മക്കൾ കാണുന്നത്. എൻ്റെ മക്കൾക്ക് ഒരാവശ്യം ഉണ്ടെങ്കിൽ അവരെൻ്റെ ഭാര്യയോട്, എൻ്റെ കുട്ടിയുടെ ഉമ്മയോട് ചോദിട്ട് കാര്യം ചോദിക്കും. അപ്പം ഞാൻ പറയും, എൻ്റെ അടുത്തേക്ക് വിട്ടാൽ മതി, ഞാൻ എന്ത് ചെയ്യും, നിന്നെ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഉമ്മയോട് എൻ്റെ അടുത്ത് വരും, ഉമ്മ എന്തേ പറഞ്ഞ്? ഉമ്മ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ ഓക്കെ ആണോ? എന്നാ ഓക്കെ. ഇത് ഞാൻ പറയുമ്പോഴേ എൻ്റെ മക്കൾക്ക് എന്നോടും എൻ്റെ ഭാര്യയോടും കുട്ടിയുടെ ഉമ്മയോടും ബഹുമാനം ഉണ്ടാവുള്ളൂ. അല്ല നമ്മൾ തന്നെ അങ്ങോട്ടോട് തട്ടിക്കളിച്ച പിന്നെ മക്കൾ എങ്ങനെ ബഹുമാനം പഠിക്കുക? ഇത് ശ്രദ്ധിക്കണം. ഒരു ഭാര്യയെയും ഒരു ഭർത്താവ് സ്വന്തം മക്കളുടെ മുമ്പിൽ വെച്ച് ഉറക്കെ സംസാരിക്കുകയോ കയർക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യരുത്. പുണ്യ നബിയോട്, നബിയെ ഒരു ഉപദേശം തരണമേ എന്ന് ചോദിച്ചു വന്ന ആൾക്ക് നബി ഞങ്ങൾ കൊടുത്ത ഉപദേശം എന്താ അറിയോ? ലാ തഗ്ളബ്, നീ ചൂടാവരുത്. അപ്പോൾ ചോദിച്ചു, പൊന്നാ നബി വേറെന്ത്? ഉപരി വെച്ച് നീ തിങ്കളാഴ്ച വ്യാഴ്ച നോമ്പൊരുത്തോ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇത്ര ദിവസം ഖുർആൻ ഒതുക്കുമോ എന്ന് നബി ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വിചാരിച്ചത്. തങ്ങൾ എന്താ മൂപ്പരോട് പറഞ്ഞത്? ലാ തഗ്ളബ്. ആളൊരു ദേഷ്യക്കാരനാ, അത് തങ്ങൾക്കറിയാം. നീ ദേഷ്യപ്പെടരുത്. മൂപ്പര് വെച്ചു, പിന്നെന്തെങ്കിലും നബിയെ? നീ ദേഷ്യപ്പെടരുത്. നബിയെ വേറെന്തെങ്കിലും ഉപദേശം എനിക്ക് പറ്റിയത്? നീ ദേഷ്യപ്പെടരുത്. ലാ തഗ്ളബ്, ലാ തഗ്ളബ്, ലാ തഗ്ളബ്. ഇത് ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്തിനാണെന്നറിയോ? ഒരു സ്വഹാബിക്ക് മാത്രമല്ല, ഓരോ സ്വഹാബിയുടെയും ഇൻഡിവിജ്വൽ കേസുകൾ ഒരു ഉമ്മത്തിന്റെ പ്രശ്നമാണ്. ഹദീസിന്റെ ഒരു വലിയ അത്ഭുതം അതാണ്. സ്വഹാബികൾ ഒരുപാട് സംഭവങ്ങൾ കാണും. ആ സംഭവങ്ങളൊക്കെ ഉമ്മത്തിനുള്ള ഉപദേശങ്ങളാണ്. അംബിയാഇന്റെ സ്വഭാവങ്ങൾ മുഴുവനും അഷ്റഫുൽ ഖൽഖിലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോരോ നബിയുടെ സ്വഭാവങ്ങൾ അത് നബിതങ്ങളിലുണ്ട്. തങ്ങളുടെ സ്വഹാബിമാർ നബിതങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത കാര്യങ്ങൾ തങ്ങളുടെ സ്വഭാവങ്ങളിൽ ഓരോന്ന് സ്വഹാബികളിലുണ്ട്. സ്വഹാബികളിലെ പ്രശ്നങ്ങൾ ഈ ഉമ്മത്തിൽ കാണാൻ കഴിയും. ഇതിനൊക്കെ പരിഹാരം. അപ്പൊ നമുക്ക് ചിലപ്പോ നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ടാകും, നമുക്കറിയുന്നുണ്ടാവില്ല. ഞാൻ ഇപ്പൊ എന്താ ദേഷ്യപ്പെട്ടോ? പൊരിഞ്ഞ ചൂടായിട്ടൊക്കെ അറിയാള് പറയണ്ടാവുക. ഇമാതിരി ദേഷ്യം ഒരു പക്ഷേ ആ പെണ്ണ് കേട്ടിട്ടുണ്ടാവില്ല അവളുടെ വീട്ടിൽ നിന്ന്. ഇവിടെ സാധാരണ ആയിരിക്കും. സ്വന്തം വീട്ടിൽ ഭർത്താവ് വാപ്പയോട്, വാപ്പ അനുജനോട്, അനുജൻ വാപ്പയോട് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുന്ന ഒരു വീടായിരിക്കും. ഒരുപക്ഷെ അത് പരിചയമില്ലാത്തൊരു വീട്ടിൽ നിന്നായിരിക്കും ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടാവുക. ഞാൻ ചൂടായോ? ഞാൻ ചൂടായാലും ഇതൊന്നല്ലല്ലോ ചൂടാവല് എന്ന് പറയരുത്. ദേഷ്യം മനുഷ്യനിൽ പിശാച് തട്ടിക്കളിക്കുന്ന ഒരു സ്വഭാവമാണ് ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ. ഏറ്റവും വലിയ ശക്തിമാൻ ഞങ്ങൾ പറഞ്ഞു മസിലുള്ളവനല്ല. ലൈസ ശദീദു ബിസ്സുർഅ. സുർഅത്ത് എന്ന് പറഞ്ഞാൽ റസ്ലിംഗ് എന്നാണ്. റസ്ലിംഗ് അടിച്ച് മുഖത്തടിച്ച് കുത്തിപ്പരിപ്പ് അങ്ങനത്തെ കളിയില്ലേ, റസ്ലിംഗ്. അങ്ങനത്തെ മസിലൊന്നുമല്ല ശക്തി എന്ന് പറഞ്ഞാൽ. ശക്തിമാൻ എന്ന് പറയുന്നത് ദേഷ്യം പിടിക്കുമ്പോ ചില വിഷയങ്ങൾ ദേഷ്യപ്പെടേണ്ടതുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വാക്കുണ്ട്. ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യപ്പെടണം. പക്ഷെ ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞത് ബഹളം വെച്ചുകൊണ്ടല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലായി. നമ്മുടെ നാട്ടിലേക്ക് അറിയാത്തൊരു സംഗതി അതാ. നമ്മൾ എപ്പോഴും ബഹളം, സന്തോഷമാണെങ്കിലും ബഹളം. ഒരു കല്യാണത്തിന് പന്തലിൽ ചെന്നാൽ 100 മീറ്റർ ഇപ്പുറത്ത് ഒച്ച കേൾക്കാം നമ്മുടെ ബഹളം. നമ്മുടെ മലയാളം തന്നെ ഭയങ്കര സൗണ്ടാണ് അല്ലേ? ഭയങ്കര സൗണ്ടുള്ള ഭാഷ മലയാളം. നമ്മൾ വേറെ ഭാഷകൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കേൾക്കുമ്പോഴാണ് മറ്റു രാജ്യക്കാർ എത്ര സൗമ്യമായിട്ട് സംസാരിക്കും. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും ഞങ്ങൾ സ്കോട്ട്ലൻഡിലേക്ക് പോവാണ്, ട്രെയിനിലാണ്, UK. അപ്പോൾ മൂപ്പര് ഭയങ്കര രസമുള്ള തമാശക്കാരനാണ്. അപ്പോൾ ഞങ്ങളിത് തമാശയും 4 മണിക്കൂർ യാത്ര ഉണ്ട്, ലണ്ടൻ ടു സ്കോട്ട്ലൻഡ്, എഡിൻബ്രോ. അപ്പോൾ ഇംഗ്ലീഷുകാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പുറത്ത്. ഞങ്ങളതൊന്നും അറിയാണ്ട് ഇങ്ങനെ വർത്താനം പറയാം. ഒരു മനുഷ്യൻ സഹികെട്ട് വന്നു, പ്ലീസ് ദിസ് ഇസ് എ ക്വയറ്റ് സോൺ.
ഇത് മിണ്ടാണ്ടിരിക്കേണ്ട സ്ഥലമാണ്, നിങ്ങളൊന്ന് ശബ്ദം ഒന്ന് മിണ്ടാണ്ടിരിക്കുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞങ്ങൾ അറിയണത്, ഞങ്ങളിത് പടപടാന്ന് ഉറക്കി പറയണത് ഈ മലയാളമൊക്കെ സായിപ്പിനെ കേട്ടിട്ട് സഹി കെട്ടിട്ടുണ്ടാവും, കുറേ നേരമായി സഹിക്കുന്നുണ്ടാവും അയാൾ. അപ്പോഴാണ് നമ്മുടെ ഈ ഭാഷ തന്നെ ഭയങ്കര ഒച്ചുള്ള സംഭവമാണ്. പിന്നെ നമ്മൾ ചിന്താബാദൊക്കെ വിളിക്കുകയാണെങ്കിൽ എന്താ ഒച്ച, അങ്ങനെയൊക്കെ ലോകത്താരും ചിന്താബാദ് ഞാൻ കേട്ടിട്ടില്ല. എന്തൊരു ഒച്ച നമുക്കൊക്കെ 4-5 ആളുള്ള ജാഥക്ക് ഭയങ്കര ഒച്ചക്കാരം. അപ്പോ ഈ ബഹളം ദേഷ്യപ്പെടുമ്പോ ബഹളം വെക്കരുത്. നമ്മളെ കൊണ്ട് കഴിയുമോ? ബഹളം വെക്കാതെ കാര്യം പറയാം. നമ്മളൊക്കെ ഒച്ച വെച്ചാൽ നമ്മൾ ഭയങ്കര ശക്തിയാവും, ബാക്കിയുള്ളൊക്കെ പൂച്ചയെ പോലെ നിൽക്കും. അങ്ങനെയൊന്നുമില്ല, ഒക്കെ പണ്ടായിരിക്കും ചിലപ്പോ. ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ബഹളം വെക്കുമ്പോ ഈ മനുഷ്യന് സ്വയം കൺട്രോൾ ഇല്ല എന്നതിന്റെ അർത്ഥം. അധ്യാപകന്മാർ, പ്രത്യേകിച്ച് ഉസ്താദുമാർ, അധ്യാപികമാർ, കുട്ടികളെ നമ്മളെ പിരികയറ്റും. ചിലപ്പോ നമുക്ക് ദേഷ്യം വന്ന് അങ്ങ് അറ്റത്തേക്ക് എത്തും. എന്നാലും റിമെയിൻ കാം, സമാധാനത്തിൽ നിൽക്കണം. കാര്യങ്ങൾ വ്യക്തമായി നല്ല ഒരു ഇൻസ്ട്രക്ഷണൽ ലാംഗ്വേജ് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏത് ഘട്ടത്തെയും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാൻ പഠിപ്പിക്കുന്ന മക്കൾ, വലിയത്തരം പറയല്ല, എന്നെക്കാളും വലുപ്പം ഹൈറ്റും ഇല്ല, തടിയും വലുപ്പമുള്ള കുട്ടികൾ, 18-20 വയസ്സുള്ള കുട്ടികൾ ക്ലാസ് റൂമിലുണ്ടാവും. നമ്മളൊക്കെ ഓരോ മുമ്പിൽ ചെറിയ മനുഷ്യന്മാരാകാരം. പക്ഷേ എന്തെങ്കിലും ഒരു ഡിസിപ്ലിൻ അവിടെ കോംപ്രമൈസ് ചെയ്യുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരോട് ആ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്ന വാക്കുകൾ, അതിലും മോശമായ വാക്ക് പറയാൻ പാടില്ല. ഒരു കുട്ടിയോട് ഷട്ടപ്പ് എന്ന് പറയാൻ പാടില്ല, അതൊക്കെ ഭയങ്കര മോശം. ഷട്ടപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പണി പോകും. ഗൾഫിലൊക്കെ ആണെങ്കിൽ ഒരു കുട്ടിയോട് ഷട്ടപ്പ് എന്നൊരു ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞു, ക്വയറ്റ്, ബി ക്വയറ്റ്, അങ്ങനെ പറയാവൂ. വായടക്കണം എന്നല്ല അതിനർത്ഥം. ഷട്ടപ്പ് യുവർ മൗത്ത്, അതിൻ്റെ അതൊക്കെ ഭയങ്കര തെറിയാണ്. നമുക്ക് അതുപോലും മക്കളോട് പറയാൻ പറ്റൂല, അടിക്കാൻ പറ്റൂല. പെൻസിൽ കൊണ്ടോ സ്കെയിൽ കൊണ്ടോ ഒന്നും അടിക്കാൻ പറ്റൂ. ഒരു അടി പരിപാടിയൊന്നും ഇല്ലല്ലോ. വാക്കുകളെ കൊണ്ട്, അതും ബഹളം വെക്കാനും പറ്റൂല. ബഹളം വെച്ചാലും പണി പോകും. കാരണം അധ്യാപനം ചെയ്യാൻ പറ്റൂല. ഇതിൽ ഞാനൊരു 22 കൊല്ലത്തോളമായി ഗൾഫിൽ പഠിപ്പിക്കുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു 6-7 കൊല്ലമായിട്ടുള്ളൂ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും എന്ന് മനസ്സിലായിട്ട്. അധ്യാപകൻ പൂർണ്ണമായി എന്നല്ല ഞാൻ പറഞ്ഞു, പഠിപ്പിക്കാൻ പറ്റും, എനിക്ക് അധ്യാപനത്തിന്റെ കുറച്ച് സ്കില്ലൊക്കെ ഉണ്ട് എന്ന് അറിയുന്നത് ഒരു 17 കൊല്ലം ഈ പണി ചെയ്തതിന് ശേഷമാണ്. മാസ്റ്ററിങ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. ഒരു കാര്യത്തിൽ മാസ്റ്റർ ആവുക, നമ്മൾ മാസ്റ്റേഴ്സ് എടുക്കുക എന്ന് പറയില്ല. ഒരു വിഷയത്തിൽ നൈപുണ്യം കിട്ടണമെങ്കിൽ മിനിമം 1000 മണിക്കൂർ ആ പണി ചെയ്യണമെന്ന. 1000 മണിക്കൂർ, 1000 hours ഒരു പണി ചെയ്താലേ നമുക്ക് അതിൽ മാസ്റ്ററിങ് കിട്ടുള്ളൂ. അത് ആശാരിയാണെങ്കിലും തേപ്പ് ചെയ്യുന്ന ആളാണെങ്കിലും മണ്ണ് കൊത്തുന്ന ആളാണെങ്കിലും 1000 മണിക്കൂർ അത് ചെയ്യുമ്പോഴാണ് അങ്ങനെ അള്ളാഹു സംവിധാനിച്ചത്. അങ്ങനെയാണ് 1000 മണിക്കൂർ. അതാണെങ്കിലോ ഒരു കൊല്ലം നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെ അടുത്ത കൊല്ലം ആവർത്തിക്കുന്നു, അത് തന്നെ ആവർത്തിക്കുന്നു. ഇങ്ങനെ പറഞ്ഞത് ആവർത്തിച്ച് പറഞ്ഞത് മുഴുവൻ ബൈഹാർട്ടായിട്ടുണ്ട്. അത് 50 കൊല്ലം കഴിഞ്ഞാലും 1 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ എന്ന് അതിനെ പറ്റി പറയാം. കാരണം ഓരോ കൊല്ലവും ചെയ്ത് തന്നെയല്ലേ ചെയ്യണത്. അങ്ങനെയുമല്ല, ബഹളം വെക്കാതെ ആക്രോശിക്കാതെ നമ്മുടെ മക്കളോട് കാര്യം പറയാൻ, നമ്മുടെ കണ്ണ് നോക്കിയിട്ട് നമ്മുടെ ഫീലിങ്സ് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇത് വലിയ ഒരു ടാസ്ക്കാണ്. ഇത് വാപ്പമാര് പഠിച്ചു വെക്കണം. ഉറക്ക ഒച്ച വെച്ച് സംസാരിക്കരുത്, ബഹളം വെക്ക. അത് മോശമാണ്. വിവരമില്ലാത്തവരും സ്വയം കൺട്രോൾ ചെയ്യാൻ അറിയാത്തവരുമാണ് ഈ ബഹളം വെക്കുക. ലാ തഗ്ളബ്, പുണ്യ നബി തങ്ങൾ പറഞ്ഞത് ആ മനുഷ്യന് മാത്രമല്ല നമ്മളോടൊക്കെ ഉള്ളതാണ്. ദേഷ്യപ്പെടണം, പക്ഷെ ദേഷ്യം എന്താവരുത്, നിന്നെ പിടിച്ച് തിന്നുന്നില്ല കോലത്തിലാവരുത്. കൈ കിട്ടുന്ന സാധനം പിടിച്ച് എറിയ, ബഹളം വെക്കുക. ഇതല്ല നമ്മൾ റിയാക്ട് ചെയ്യേണ്ട രീതി. ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം. അപ്പൊ അത് നിങ്ങളോടത് പറഞ്ഞിട്ട് സമയം കളയാൻ പറ്റൂല. അത് അധ്യാപകരും മുഅല്ലിമീങ്ങളും മാത്രം ഉണ്ടെങ്കിൽ കുറച്ച് ഹിക്മത്തൊക്കെ പറഞ്ഞുതരാണ്ട്. നമ്മൾ ഈ ക്ലാസ് റൂം എങ്ങനെ മാനേജ് ചെയ്യുക, അത് ഞാൻ പഠിച്ചെടുത്ത എൻ്റെ ഒരു പരിചയത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞുതരാൻ പറ്റും. കാരണം എനിക്ക് അറിയാം, പലപ്പോഴും അധ്യാപനം വലിയ വിഷമമുള്ള കാര്യമാണ്. അത് വൃത്തിയായി ചെയ്യുകയാണെങ്കിൽ ഭയങ്കര റിസൾട്ട് കിട്ടും നമ്മുടെ മക്കളിൽ. അതുകൊണ്ട് നമ്മുടെ ഉമ്മയും നമ്മളുമൊക്കെ അധ്യാപകരാണ്. അധ്യാപനം നമ്മുടെ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയും അവരെ തിന്മയിൽ നിന്ന് വിട്ടുനിർത്തുകയും ചെയ്യാൻ ഏറ്റവും നല്ല റോൾ മോഡലുകളായിട്ട് നമുക്ക് മാറാൻ കഴിയണം. ഖുർആൻ പറഞ്ഞൊരു ഒരു ദുആയുണ്ട്. ആ ദുആയുടെ ഒരു പ്രത്യേകത നോക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ഇങ്ങനെ ദുആ ചെയ്യുന്നവരും അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരാണ്. എന്താ ദുആ ചെയ്യേണ്ടത്? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ. ഈ ദുആ പഠിച്ചു വെക്കണേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ഞങ്ങളുടെ ഭാര്യയിലും, ഭാര്യ പറയുകയാണെങ്കിൽ ഭർത്താവില്, സൗജ് ആണിനും പെണ്ണിനും പറയും. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യയിലും ഭർത്താവിലും, വദുർരിയാതിനാ, നീ ഞങ്ങൾക്ക് നൽകിയ മക്കൾ, നൽകാൻ പോകുന്ന മക്കള്, അതൊക്കെ അർത്ഥമുണ്ട് അവിടെ. ഞങ്ങളുടെ എൻ്റെ മക്കളിലും എൻ്റെ ഭാര്യയിലും, ഒരു ഭാര്യ പറയുകയാണെങ്കിൽ എൻ്റെ ഭർത്താവിലും എൻ്റെ മക്കളിലും നീ എനിക്ക് നൽകണം. എന്ത് നൽകണം? ഖുർറത അയുനിൻ, കണ്ണിന് കുളിർമ നൽകണമേ. മക്കളൊക്കെ നന്നായി ജീവിച്ചു കാണുക, അതൊരു വലിയ റാഹത്താണ്. എന്നിട്ട് പറയുന്ന വാക്ക് നോക്കാം, മക്കൾ നന്നാക്കണേ. ആദ്യം എന്താ പറഞ്ഞത്? ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ഭർത്താവ് പറയണമെങ്കിൽ ഭാര്യയിലും മക്കളിലും കൺകുളിർമ തരണം. ഭാര്യ പറയുമ്പോ ഭർത്താവിലും മക്കളിലും. അപ്പൊ പറയുന്ന ആളെ കുറിച്ച് എന്താ എന്തെങ്കിലും പറഞ്ഞപ്പോ? ഒന്നും പറഞ്ഞില്ല. പറയുന്ന എനിക്ക് എന്ത് വേണം പറഞ്ഞിട്ടില്ല. എൻ്റെ ഭാര്യയിലും മക്കളിലും കൺകുളിർമ തരണം. പിന്നെ പറയുന്ന വാക്ക് നോക്കണം, വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, അല്ലാഹുവേ, നിനക്ക് വഴിപ്പെടുന്ന സജ്ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്ന ഇമാമായി എന്നെ നീ മാറ്റിത്തരേണമേ. എൻ്റെ ഭാര്യ മക്കളെ നന്നാക്കണേ എന്ന് പറയുമ്പോൾ അവർക്ക് മാതൃകയായി എന്നെ മാറ്റിത്തരേണമേ. അങ്ങനെ ദ്വാരുന്ന നമ്മളൊക്കെ താനെ നന്നാവും. നമ്മൾ വിചാരിക്കും എൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റൂല. മാറ്റാൻ പറ്റുമല്ലോ, മാറ്റാൻ. ഹസ്സിനു അഖ്ലാഖക്കും ഹദീസാണ്, സ്വഭാവം നന്നാക്കണം. സ്വഭാവം നന്നാക്കാൻ പറ്റാത്തതായിരുന്നുവെങ്കിൽ തെക്ലീഫ് ശറഅ ഒരിക്കലും അത് ചെയ്യൂല. ശറഇന്റെ തെക്ലീഫ് വന്നത്, ശറഅ നമ്മളോട് നിഷ്കർഷിക്കുന്നത് മാറ്റം സാധ്യമായതിനെ കുറിച്ചാണ്. മാറ്റാൻ പറ്റാതെ നിങ്ങളുടെ കണ്ണും മൂക്കൊക്കെ മാറ്റണം അങ്ങനെ പറയോ? ശറഅ പറയൂല. നിങ്ങളുടെ വാക്ക് ശ്രദ്ധിക്കണം, കർമ്മം ശ്രദ്ധിക്കണം, ദേഷ്യപ്പെടുമ്പോൾ പെരുമാറ്റം ശ്രദ്ധിക്കണം. ഇത് പറയുന്നത് മാറ്റാൻ പറ്റുന്നത് കൊണ്ടാണ്, അല്ലാത്തത് നബി തങ്ങൾ പറയൂല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ, എൻ്റെ വാപ്പ വലിയ ചൂടനാണ് അപ്പൊ ഞാനും ചൂടനാ, അതൊന്നും പറയാൻ നിൽക്കണ്ട, അതൊക്കെ പഴയ വളവാണ്. മാറ്റിക്കോ. സ്വഭാവം നന്നാക്കണം. സ്വന്തം ജോലി ചെയ്യുന്ന കച്ചവട സ്ഥാപനത്തിൽ നിങ്ങൾ സ്വന്തം സ്വഭാവം സ്വീകരിക്കോ? മുതലാളിനോട് എൻ്റെ വാപ്പ ചൂടനാണ് അപ്പൊ ഞാനും ചൂടനാ, പിരിച്ചാണ് വിടും അല്ലേ? അപ്പൊ എന്താ, നല്ല കുട്ടിയായിട്ട് നിൽക്കൂല അവിടെ പണി തീരുന്നവരെ? എന്നാൽ ആ സ്വഭാവം നന്നാക്കാൻ പറ്റുന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പൊ നമ്മുടെ വീട്ടിൽ അങ്ങനെ ചെയ്തൂടെ? അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് നിങ്ങളിൽ നല്ല ആള് എന്ന് പറയുന്നത് ആരാ? ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ആരാണോ സ്വന്തം കുടുംബത്തോട്, വീട്ടുകാരോട് നന്നായി പെരുമാറുന്നത് അവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവർ. എന്തിനാ ഈ പെരുമാറ്റത്തെ പറ്റി പറയണമെന്നറിയോ? നാളെ ഖിയാമത്ത് നാളിൽ നന്മ തിന്മകൾ തൂക്കി നോക്കുമ്പോ, നിസ്കാരവും നോമ്പും സൽക്കർമ്മങ്ങളും ഒക്കെ തൂക്കിയാൽ പിന്നെ അള്ളാഹ് തൂക്കുന്നത് സൽസ്വഭാവമാണ്. ആളുകൾ ഇയാളെ പറ്റി എന്താ പറഞ്ഞത്? ആള് നല്ല സ്വഭാവക്കാരനായിരുന്നോ അല്ലയോ? ഇത് തുലാസിൽ വെച്ചാൽ തഖ്വ കഴിഞ്ഞാൽ പിന്നെ ഭാരമുള്ള അമല് നിങ്ങളുടെ സൽസ്വഭാവമാണ്. ഇന്ന അസ്ഖല ഫിൽ മീസാനി ബഅദ തഖ്വല്ലാഹി ഹുസ്നുൽ ഖുലുഖ്. സൽസ്വഭാവത്തിന് ഭയങ്കര കനണ്ടാവും. അപ്പൊ അത് നമ്മുടെ വീട്ടുകാര് പറയണം. എന്തുകൊണ്ട്? സ്വന്തം വീട്ടിൽ നന്നായി പെരുമാറുന്ന ആളാണ് നിങ്ങളിൽ നല്ലവൻ. എന്നിട്ട് തങ്ങൾ പറയാം, വഅന ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളിൽ വെച്ച് ഏറ്റവും നന്നായി അവനവന്റെ വീട്ടുകാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരിൽ ഏറ്റവും നന്നായി പെരുമാറുന്ന ആള് ഞാനാണെന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ അതിന് കാരണം എന്നറിയോ? നമ്മൾ നല്ലവരാണോ എന്ന് ആദ്യ സർട്ടിഫിക്കറ്റ് തരേണ്ടത് മഹല്ല് കമ്മിറ്റി അല്ല, നാട്ടിലത്തെ ജനകീയ കൂട്ടായ്മയല്ല അവാർഡ് തരേണ്ടത്. നമ്മൾ നല്ലവരാണോ എന്ന് ആദ്യം പറയേണ്ടത് ആരാന്നറിയോ? നമ്മുടെ ഭാര്യയാണ്. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമ്മൾ നല്ല മനുഷ്യനാണ്. എന്തേ കാരണം എന്നറിയോ? ബാക്കിയൊക്കെ നമ്മൾ ഒപ്പിക്കല. ഇപ്പം നിങ്ങൾ എന്തൊരു നല്ല മക്കളായിട്ടാണ് നിൽക്കണത്, ഇവിടെ ഇരിക്കണത്. ഞാൻ എന്തൊരു നല്ല മനുഷ്യനായിട്ട് ഞങ്ങൾ മുമ്പിൽ നിൽക്കുന്നത്. ഇവിടെ ഉസ്താദ്മാരുണ്ട്, മുത്തല്ലിമീങ്ങളുണ്ട്. നമ്മളെ തനി സ്വഭാവം പെരീക്കത്തേലേ അറിയുള്ളൂ അല്ലേ? വീട്ടിൽ നമ്മൾ നല്ലവരാണോ? അതോ നബി നിങ്ങൾ പറയാം, നിങ്ങളുടെ കാട്ടിക്കൂട്ടലൊന്നും വേണ്ട,
നിങ്ങൾ ആരെയും പേടിക്കാതെ ജീവിക്കുന്ന സ്ഥലം നിങ്ങളുടെ വീടാണ്. അവിടെ നിങ്ങൾ നല്ല മനുഷ്യനാണോ? വാപ്പ വരുമ്പോ മക്കൾക്ക് ഇഷ്ടമാണ്, വാപ്പ വരുന്നു, വാപ്പ എപ്പോഴാ വരിക എന്ന് മക്കൾ കാത്തിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു വാപ്പയാണ് നിങ്ങളെങ്കിൽ ഭാര്യ വിചാരിക്കാൻ പഠിച്ചാൽ എപ്പോഴാണാവോ എൻ്റെ ഭർത്താവ് ഒന്ന് വരുന്നത്, ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഭാര്യ. ചിലരുടെ ഭർത്താവ് ഇപ്പൊ വരാൻ നേരായിട്ടുണ്ട്, മക്കളെ കട്ടക്കാലപ്പ തുടങ്ങട്ടോ, ആള് വരാതിരുന്നാ മതിയായിരുന്നല്ലോ, ബൈക്ക് കുത്തിമറിഞ്ഞ് വീടാ മതിയായിരുന്നു, ഈ വീട്ടിൽ കിടക്കാതിരുന്നാ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, നേരെ മറിച്ചാണോ? ഇതാണ് നിങ്ങളെപ്പറ്റി മലക്കുകൾ നിങ്ങൾക്ക് തരുന്ന സർട്ടിഫിക്കറ്റ്, വീട്ടിനുള്ളിലെ സർട്ടിഫിക്കറ്റാണ്. അല്ലാതെ നാട്ടിൽ നമ്മൾ നല്ല പ്രാസംഗികനാവാം, നല്ല അധ്യാപകനാവാം, നല്ല പഞ്ചായത്ത് പ്രസിഡന്റാണ്, നല്ല മെമ്പറാണ്, അങ്ങനെ തന്നെ അടുത്ത പ്രാവശ്യം ജയിക്കണമെങ്കിൽ ചിരിച്ചല്ലേ പറ്റൂ. ഏത് ചിരിക്കാത്തവനും ചിരിക്കും അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലാണ് പോണത്. ഒക്കെ അഡ്ജസ്റ്റ്മെന്റാണ് അല്ല, ശരിയല്ലേ? അല്ലേ? നമ്മൾ ഇന്റർവ്യൂക്കൊക്കെ ചെന്നാൽ എന്താ പറയാ, മലയാളിയോട് എന്തൊക്കെ ചെയ്യും, നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഞാൻ ചെയ്യും, അങ്ങനെ അവൻ ചെയ്യൊന്നുമില്ല, വെറുതെ പറയണേ. പിന്നെ കഴിഞ്ഞ മൊബൈൽ കുത്തിരിക്കാറുണ്ടാവുക, പണി കിട്ടിക്കഴിഞ്ഞാൽ. അതിന് മുമ്പ് എന്താ പറയുക, ഞാൻ എന്ത് പണിയും ചെയ്യും. പിന്നെ ഇവിടെ കുറച്ച് സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഉണ്ടാവും, അങ്ങനെ അണ്ടർ പ്രഷർ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഒരു പ്രശ്നമില്ല, ഞാൻ എന്ത് ടെൻഷൻ വെച്ചാലും ഞാൻ വർക്ക് പെർഫെക്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ ഓൺ ഗ്രൗണ്ട് ചെയ്യോ ഇല്ലേ എന്നതാണ് വിഷയം. പറയാതൊക്കെ പറഞ്ഞേക്കും. നമ്മൾ അവിടെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ്, നമ്മളാവുന്നത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ്. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിനെ കുറിച്ച് പറഞ്ഞത്, കാന ഫീ ഖിദ്മതി അഹ്ലി, എങ്ങനെയായിരുന്നു ബീവി പുണ്യ റസൂൽ അങ്ങയോട് പെരുമാറിയിരുന്നത്, ഹബീബിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? അപ്പോൾ ആയിഷ ബീവി, ഹൽ ഖറഅതൽ ഖുർആൻ, നീ ഖുർആൻ ഓതിയിട്ടുണ്ടോ? ഉണ്ട് ബീവി, ഞാൻ ഖുർആൻ ഓതിയിട്ടുണ്ട്. അറബികളെ അവർക്ക് അർത്ഥം മനസ്സിലാവും. അതെ, ഖുർആൻ ഓതിയില്ലേ? ഓതി. കാന ഖുലുഖുഹു, ഹബീബിന്റെ സ്വഭാവം അൽ ഖുർആൻ, ഖുർആനായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ലാ യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങൾ ആരും ആരെപ്പറ്റിയും മോശപ്പെട്ടത് പറയരുതേ. ഇപ്പൊ ഫേസ്ബുക്ക് കുത്തിയിട്ട് ഇങ്ങനെ കയറി കുത്തൂല, വാട്സപ്പിൽ മോശപ്പെട്ട മെസ്സേജ് വിടൂല, ഗ്രൂപ്പുകളിൽ കയറിയിട്ട് കലക്കൂല, നല്ല സ്വഭാവം കാണിക്കും. ഫിത്ന ഉണ്ടെങ്കിൽ ആ ഫിത്നയെ അടക്കാനേ ശ്രമിക്കുള്ളൂ, കത്തിക്കാൻ നോക്കൂല. ഗീബത്ത് പറയരുത്. വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണി എടുക്കരുത്, ആളുകളുടെ കുറ്റം കുറവ് ഇങ്ങനെ നോക്കി നടക്കരുത്. വലാ യഗ്തബ് ബഅദുകും ബഅദാ, ഇതൊക്കെയല്ലേ ഖുർആൻ പറഞ്ഞത്. ഹബീബിന്റെ സ്വഭാവം അതായിരുന്നു. കാന ഫീ ഖിദ്മതി അഹ്ലിഹി, നബി തങ്ങൾ വീട്ടുകാർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുത്തിരുന്നു. വീട്ടുകാർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുത്തു. അപ്പൊ ഒരു ഭർത്താവ് വീട്ടിൽ ഒരു ഖിദ്മത്ത് ചെയ്യാന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഉമ്മ പറയും, ഓൻ പെങ്കോന്തനാ, പെണ്ണുങ്ങൾ എടുക്കേണ്ട പണിയല്ലേ, ഓൻ എന്തിനാ എടുക്കേണ്ട വല്ല കാര്യം, മൂപ്പര് വല്ല ഹദീസും കേട്ട് വേദം കേട്ട് വന്നതാ കാര്യം, ഉമ്മക്ക് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോ വീട്ടിൽ നബി തങ്ങൾ അടിച്ചു വരുമായിരുന്നു. അപ്പൊ ആ ആവേശത്തെ ചെന്നിട്ട് ഇന്നിപ്പോ കഴിഞ്ഞു, നാളെ രാവിലെ ഇപ്പൊ ആ ചൂലം തന്ന പെണ്ണെ എന്ന് പറഞ്ഞിട്ട് നാളെ ഒരു പുര അടിച്ചു വരുന്ന പരിപാടിയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക്. ഹബീബായി നബി തങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാന യക്കിനിസു അർള, നബി തങ്ങൾ വീടടിച്ചു വാരുമായിരുന്നു. പക്ഷെ പെണ്ണുങ്ങൾ എന്ത് മനസ്സിലാക്കരുത്, എൻ്റെ ഭർത്താവ് ഒരു പെൺകോന്തനായിട്ടായി ചെയ്യുന്നത് എന്നല്ല പെണ്ണ് മനസ്സിലാക്കുക. അയാളൊരു നല്ല മനുഷ്യനായത് കൊണ്ടായി ഇത് ചെയ്യുന്നത്. അവിടെ വിഷയം. ഇത് ചെയ്യുമ്പോഴ് എൻ്റെ ഭർത്താവ് പിന്നെ അവൾ എന്ത് ചെയ്യുക, ഒഴിഞ്ഞു മാറിക്കൊടുക്കുക, അങ്ങനെയല്ല. ഒരു സന്നദ്ധത കാണിക്കുന്നത് തന്നെ ധാരാളമാണ്. അത് നിങ്ങൾ ചെയ്യണം, ഞാൻ ചെയ്തോളാം എന്ന് അവൾ പറയുന്നിടത്താണ് അവൾ വിജയിക്കുന്നത്. അതിന് സന്നദ്ധത കാണിക്കുന്നിടത്താണ് ഭർത്താവ് വിജയിക്കുന്നത്. ഇപ്പൊ പെണ്ണുങ്ങൾ മൾട്ടി ടാസ്കാ ചെയ്യുക അല്ലേ? നമ്മൾ പറയും ശമ്പളം വാങ്ങാത്ത 24 മണിക്കൂറും ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് വീട്ടിലെ ഉമ്മമാർ എന്ന് പറയും. ശമ്പളമില്ല, 24 മണിക്കൂറും ഡ്യൂട്ടിയാ, ഓൺ കോൾ, ഉറങ്ങുമ്പോൾ പോലും സ്വൈരം കിട്ടൂല അല്ലേ? അപ്പൊ ആരെങ്കിലും വിളിച്ച് ഉണർത്തിയേക്കാം, ഉമ്മ 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 എന്ന് പറഞ്ഞിട്ട്. ആ ജോലിന്റെ ഇടയിൽ എന്തെങ്കിലും നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുമോ, നമ്മൾ ചെയ്തു കൊടുക്കുക. സ്കൂളിലേക്ക് മക്കളെ പറഞ്ഞേക്കണം, ടിഫിൻ ബോക്സ് റെഡിയാക്കണം, സ്കൂൾ ബസ് വരാനായിട്ടുണ്ട്, യൂണിഫോം കാണുന്നുണ്ടാവില്ല, ഷൂ കാണുന്നില്ല, മദ്രസയിലെ പുസ്തകം കാണുന്നില്ല, പെൻസിൽ കാണുന്നില്ല, കുട്ടിക്ക് ഭക്ഷണം റെഡി ആയിട്ടില്ല, കുട്ടി ഒന്നും കഴിച്ചിട്ടില്ല. ചിലർ ഉണർന്നിട്ടുണ്ടാവില്ല, അവർ ഉണർത്തിയിട്ട് മുഖത്ത് വെള്ളം തെളിച്ചിട്ട് അവരെ ഉണർത്തിയിട്ട് വേണം കുപ്പായിട്ട് കൊടുക്കാൻ. ഇതൊക്കെ ചെയ്യുമ്പോൾ കുക്കം വലിച്ച് ഭർത്താവ് ഉറങ്ങണ്ട, ഒന്ന് നേരത്തെ ഉറങ്ങിയിട്ട് ആ കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കും, മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്ന ആ ഒരു സമയമെങ്കിലും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ്, എന്തൊരു മനോഹരായിരിക്കും, എന്തൊരു സമാധാനമായിരിക്കും, എന്തൊരു ബന്ധമായിരിക്കും ആ കുടുംബ ബന്ധത്തിന്. പുണ്യനബി തങ്ങൾ കാന ഫീ ഖിദ്മതി അഹ്ലി, വീട്ടുകാർക്ക് സേവനം ചെയ്യുമായിരുന്നു. യക്നിസുൽ അർള, നബി തങ്ങൾ ഭൂമി നിലം അടിച്ചുവാരും. പടച്ചോനെ, പുണ്യ റസൂൽ അത് ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കല്ലേ പോരാത്തരം തോന്നരുത്?
ഞാനാണ് അതാണൊക്കെ പറഞ്ഞ പണിയല്ല, അങ്ങനെ പറയരുത്. പുണ്യ നബി തങ്ങൾ ചെയ്തിട്ടുണ്ട്, പിന്നെന്താ നമുക്ക്. വയഖ്സിഫുന അലഹു, നബി തങ്ങൾ ചെരുപ്പ് തങ്ങൾ തുന്നുമായിരുന്നു. കേടന്നാല് നമ്മൾ തുന്നലൊന്നുമില്ല, സൂചി നൂലൊന്നും ആരും വാങ്ങണമെന്നില്ലല്ലോ. മുമ്പൊക്കെ നമ്മൾ ഓരോ കുപ്പായം കീറിയ തുന്നി 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 എത്ര തുന്നിട്ടായി, ഇപ്പോൾ മാറ്റുക. യഖ്സിഫുന അലഹു, തങ്ങൾ തങ്ങളുടെ ഷൂ, തങ്ങളുടെ ചെരുപ്പ് തങ്ങൾ നന്നാക്കും. വയഹ്ലിബു ഷാതഹു, നബി തങ്ങൾ പാല് കറന്നു തരും, ആടിന്റെ പാല് കറക്കും. ഇങ്ങനെ നബി തങ്ങൾ ചെയ്തു. പക്ഷേ ഫഇദാ ഹളറത്തിസ് സ്വലാ, നിസ്കാരത്തിന് സമയമായാൽ ഖറജ, നബി തങ്ങൾ നിസ്കാരത്തിലേക്ക്. കഅന്നഹു ലം യഅരിഫനാ വലം നഅരിഫഹു, നബി തങ്ങൾക്ക് ഞങ്ങളെയോ ഞങ്ങൾക്ക് തങ്ങളെയോ പരിചയമില്ലാത്ത പോലെ തങ്ങൾ നിസ്കാര നേരായാൽ തങ്ങൾ പള്ളിയിലേക്ക് പോകും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലൊക്കെ നമുക്ക് മാതൃകയുണ്ട്. കല്യാണം കഴിച്ച് കുടുങ്ങിയോലി കൂട്ടത്തിലുണ്ടാവും, കല്യാണം കഴിക്കാൻ പോണോലുണ്ടാവും, കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്തിരുന്നവരുണ്ടായിരിക്കാം, വിവാഹം ജീവിതത്തിൽ ഒരുപാട് നല്ല നാളുകൾ കഴിഞ്ഞു പോയവരുണ്ടാവാം, കയ്പ് നീര് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാകാം. തിരുത്താനും നന്നാവാനും ഇനിയും നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. നമ്മുടെ വീടുകൾ സന്തോഷമാണെങ്കിൽ നമ്മുടെ മഹല്ലിൽ സന്തോഷം ഉണ്ടാവും, നമ്മുടെ മക്കൾ നല്ലവരായിട്ട് വരും. അള്ളാഹു നമ്മുടെ ഈ ഉമ്മത്തിനെ ഖൈറിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. നമ്മുടെ ഈ പൂവത്തിക്കൽ മഹല്ല്, എടക്കരയുടെ പൂവത്തിക്കൽ മഹല്ല് സർവ്വ മഹല്ലുകൾക്കും മാതൃകയാകത്തക്ക വിധം ഒരു നല്ല മാതൃകാ മഹല്ലായി അള്ളാഹു ഉയർത്തിത്തരട്ടെ. നമ്മുടെ മസ്ജിദ് വളരെ വൈകാതെ അതിൻ്റെ പണികൾ പൂർത്തിയാക്കണം. 1.5 കോടിയോളം ചെലവ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പണി തുടങ്ങിയിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് അത് സാധ്യമാണ്. ഇനി 1.5 കോടി വേണം. അപ്പോൾ ഇൻഷാ അള്ളാഹ് അതിനൊക്കെ സാധ്യമായ സഹായങ്ങൾ അവനെ കൂടെ കഴിയുന്നവർ കൊടുക്കാതിരിക്കരുത്. സബഖ ദിർഹമുൻ അൽഫ ദിർഹമിൻ, 1 ദിർഹമിന് 1000 ദിർഹമിനേക്കാൾ അള്ളാഹ് കൂലി കൊടുത്തു എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം എന്താ, ആ 1 കൊടുത്തത് 2-ൽ നിന്ന് 1 കൊടുത്തത്. മിസ്കീന്മാർ കൊടുക്കുന്നതിന് ഭയങ്കര കൂലിയാകാരം. 1000 കൊടുത്തത്, ലക്ഷങ്ങളുള്ള ആളാണ് 1000 കൊടുത്തത്. ആളെ ലക്ഷങ്ങൾ കൊടുക്കേണ്ട ആളാ, പക്ഷെ 1000 കൊടുത്തിട്ടുള്ളൂ. ആ 1000-ത്തിനേക്കാളും ഈ 1-ന് കൂലി ഉണ്ടാവുന്ന. അതുകൊണ്ട് അവനവൻ്റെ കഴിവിനനുസരിച്ച് അള്ളാഹുവിൻ്റെ ഭവനത്തെ സഹായിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും വലിയ വീട് ആ നാട്ടിലെ പള്ളികളും ആ നാട്ടിലെ ജുമുഅത്ത് പള്ളികളും ഒക്കെ ആയിരുന്നു, അല്ലേ? അതൊക്കെ അരണയും 4 ശമ്പളം വാങ്ങുന്ന കാലത്താണ് ജുമുഅത്ത് പള്ളികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായത്. ഇന്ന് പള്ളി എന്ന് പറയുമ്പോൾ അറബികൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല, നാട്ടിൽ നടന്നാൽ തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ. നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഖബറിലേക്ക് ഒരു വെളിച്ചമാവാൻ, ഇവിടെ ഉസ്താദുമാർ സൂചിപ്പിച്ച പോലെ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരു ഖസർ, ഒരു പാലസ് അള്ളാഹു കെട്ടിത്തരുന്ന അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഞാൻ നേരത്തെ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നൊരു ചരിത്രം പറഞ്ഞെന്നൊക്കെ പറഞ്ഞിരുന്നല്ലേ. മാഷിത്ത ബീവിൻ്റെയും അബ്ദുല്ലാഹിബ്നു സുബൈർ എന്ന അസ്മാ ബീവിൻ്റെയും പിന്നെ അങ്ങനെ 1, 2, 3 ബീവിമാരുടെ ചരിത്രങ്ങൾ പറയണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് നിന്നത്. പക്ഷേ വിഷയം വേറെ അങ്ങോട്ടൊക്കെയാണ് എത്തിയത്. അതുകൊണ്ട് സാരമില്ല, നമുക്ക് എന്തെങ്കിലും ചെറിയ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ഇനി നാളെ മറ്റന്നാളൊക്കെ എവിടേക്കോ വേറുണ്ട്, അവിടെ പറയാം. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറ. ഇനി നമ്മുടെ അവസാന സമാപന ചടങ്ങിലേക്ക് കിടക്കുകയാണ്. അത് ഉസ്താദുമാർ വിവരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ദുആ ചെയ്ത് വരിക. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ മഹല്ല സംഗമത്തിൻ്റെ സമാപനമാണ്. ഒരുപാട് സഹോദരന്മാർ, സഹോദരിമാർ, നമ്മുടെ മഹല്ലത്തിലുള്ളവർ, ഇതര മഹല്ലുകളിൽ നിന്നുള്ളവർ, വിദേശത്തിൽ നിന്ന്, ഇങ്ങനെ ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മരണപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഭാര്യഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജ സഹോദരന്മാർ, ഇങ്ങനെ കുടുംബത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന് വിട പറഞ്ഞവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി സംഗമത്തിലേക്ക് സംഭാവനകൾ പലരും നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വലിയ വലിയ സംഭാവനകൾ അവർ നൽകിയിട്ടുണ്ട്, വാഗ്ദത്തം നൽകിയവരുണ്ട്. റബ്ബ് അവരുടെ എല്ലാ രോഗങ്ങളും ശിഫ നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ വീട് പണി പൂർത്തിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവരുണ്ട്.
അതുപോലെ തന്നെ ഗൾഫിൽ ജയിലിൽ കഴിയുന്ന മകൻ്റെ മോചനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടവരുണ്ട്. വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവർ, മാതാപിതാക്കൾക്ക് വേണ്ടി ആവശ്യപ്പെട്ടവർ, അതുപോലെ തന്നെ നല്ല ദാമ്പത്യ ജീവിതം ലഭിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവർ, ഇങ്ങനെ ദുന്യവിയും ഉഖ്റവിയുമായ സദുദ്യമങ്ങളും സദുദ്ദേശങ്ങളുമൊക്കെ വിവരിച്ചുകൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടെ നിൽക്കുന്ന സദസ്സാണ് ഈ സദസ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. നിങ്ങളുടെ ധർമ്മങ്ങളും കർമ്മങ്ങളുമൊക്കെ ദയാപരനായ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ ഒത്തുകൂടിയ മുഴുവൻ ആളുകൾക്കും ഇൻഷാ അല്ലാഹ് ഭക്ഷണം ഉണ്ട്. ഭക്ഷണത്തിന് വേണ്ടി ആരും എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇരിപ്പിട സ്ഥലത്തിലേക്ക്, നിങ്ങളിരിക്കുന്ന ഇടങ്ങളിലേക്ക് തന്നെ വളണ്ടിയേഴ്സ് ഭക്ഷണം എത്തിക്കും. നിങ്ങൾ കൈ നീട്ടേണ്ട ആവശ്യം പോലുമില്ല. അതുകൊണ്ട് ആരും ഭക്ഷണത്തിന് വേണ്ടി എഴുന്നേൽക്കേണ്ട ഒരു അവസ്ഥയിലല്ല ഉള്ളത്. ആ സമയത്ത് ഈ സഭ പിരിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഭക്ഷണമെത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭാവന നൽകിയവർക്കൊക്കെ അർഹതപ്പെട്ട പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മുടെ ഈ അന്നദാനത്തിന് ഒരുപാട് സഹോദരന്മാർ മാംസമായിട്ടും അരിയായിട്ടും മറ്റു മസാലക്കൂട്ടുകളായിട്ടൊക്കെ സംഭാവന നൽകിയിട്ടുണ്ട്. ഗൾഫിലുള്ളവരുണ്ട്, സ്വദേശത്തുള്ളവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ഉസ്താദ് ദുആ ചെയ്യും. ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് തന്നെയാണ് നമ്മുടെ മജ്ലിസ്. നാം മജ്ലിസ് തുടങ്ങിയത് ബുർദ ബൈത്ത് പാരായണം ചെയ്തിട്ടാണ്. മഹാന്മാരായിരിക്കുന്ന ഔലിയാക്കളെ സ്മരിക്കുന്ന ഖവാലികൾ വളരെ ഈണത്തിലും രാഗത്തിലും നമ്മുടെ മക്കൾ സദസ്സിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ പാരായണം ചെയ്തു. അതുപോലെ തന്നെ ഹദീസുകളും ഖുർആനുകളൊക്കെയാണ്, മഹാന്മാരുടെ അനുഗ്രഹീതമായ ചരിത്രങ്ങളാണ് വിവരിക്കപ്പെട്ടത്. ഇജാബത്തിന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് അസ്ബാബുകൾ, നിമിത്തങ്ങൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹു ഇജാബത്ത് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, എല്ലാവർക്കും നിങ്ങളെ ഏൽപ്പിച്ച ആ സ്ലിപ്പ് അത് ഇപ്പോൾ സംഘാടകരുടെ കയ്യിൽ നിങ്ങൾ നൽകേണ്ടതില്ല. നിങ്ങൾ വീട്ടിൽ പോയി ആലോചിച്ച ശേഷം നല്ലൊരു തുക അതിൽ നിങ്ങൾ വഅദ ചെയ്യണം. കാരണം സ്ട്രെച്ചർ വർക്ക് വരെ കഴിയാതെ അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പള്ളിയുടെ പണി. നമ്മുടെ പള്ളി എന്നുള്ളത് നമ്മുടെ എടക്കര ടൗണിൻ്റെ ഹൃദയഭാഗത്താണ്. ഒരുപാട് ആളുകൾ, യാത്രക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ്. അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്കൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു ശരിക്കുള്ള ഒരു അത്താണി തന്നെയാണ് നമ്മുടെ പള്ളിയും അതുപോലെ തന്നെ അനുബന്ധ സ്ഥാപനങ്ങളും. അതിൻ്റെ സ്ട്രെച്ചർ വർക്ക് വരെ പൂർത്തിയായിട്ടില്ല. നമുക്ക് ഇവിടെ ഹൗദ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ ബാത്റൂം, അതുപോലെ തന്നെ ഉസ്താദുമാർക്കും മുതഅല്ലിമീങ്ങൾക്കുമുള്ള താമസ സൗകര്യത്തിനുള്ള ഇടങ്ങളൊക്കെ ഇനി ഉണ്ടാക്കാനിരിക്കുന്നുള്ളൂ. ആ സ്ട്രെച്ചർ വർക്കിന് തന്നെ 40 ലക്ഷത്തോളം രൂപ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനിഷിങ്ങിന്, മൊത്തത്തിലുള്ള ഫിനിഷിങ്ങിന് ഒരുപാട് സംഖ്യ ആവശ്യമുണ്ട്. ഏകദേശം 1.5 കോടിയോളം രൂപ നാം പ്രതീക്ഷിക്കുന്നു. നിങ്ങളെയൊക്കെ അകമഴിഞ്ഞ സംഭാവനയും സഹായങ്ങളും സഹകരണങ്ങളും അതിലെല്ലാം ഉപരി മനമറിഞ്ഞ പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. അൽഹംദുലില്ലാഹ്, ഉസ്താദ് പറഞ്ഞല്ലോ, ഒരു പ്രാവിന് ഇടം നൽകുന്ന, ഒരു പ്രാവിൻ്റെ കൂടിൻ്റെ അത്ര ഒരു വൃത്തത്തിൽ ഒരു സ്ഥലം, ഒരു സ്പേസ് പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്താൽ ആ സംഭാവന നിമിത്തമായി അല്ലാഹു അനശ്വരലോകം, ശാശ്വതമായ സ്വർഗലോകത്തിൽ അവന് കൊട്ടാരം നിർമ്മിച്ചു കൊടുക്കുമെന്ന് ലിസാനുൻ നബുവ, മിഷ്കാത്തു ശരിയ, ഹബീബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രസാദ്യമാണ്, അവിടുത്തെ വിവരണമാണ്. അത് നാം നെഞ്ചിലേറ്റിക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി ധർമ്മങ്ങൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നീട്ടിക്കൊണ്ടുപോവാതെ പെട്ടെന്ന് തന്നെ പള്ളിയുടെ പൂർത്തീകരണത്തിന് സാധ്യമാകുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ സമ്പാദിക്കാൻ, സംഭരിക്കാൻ അല്ലാഹു നേതൃത്വത്തിന് നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നേതൃത്വം നൽകുന്ന ആളുകൾക്കൊക്കെ ഇസ്സത്ത് നൽകുമാറാവട്ടെ. ഈ സദസ്സിലും സ്റ്റേജിലും സദസ്സിലുമൊക്കെ പങ്കെടുത്തവരുടെ സദുദ്യമങ്ങൾ, സദുദ്ദേശങ്ങൾ എല്ലാം ദയാപരനായ റബ്ബ് സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. വീണ്ടും പറയുന്നു, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ,
മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വളരെ ഐക്യത്തിലും സ്നേഹത്തിലുമായിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. ഇന്ന് ഉസ്താദിന്റെ മെയിൻ പ്രമേയം തന്നെ, അവരുടെ വിവരണം തന്നെ വളരെ സന്തോഷത്തിൽ, ഒരു അഡ്ജസ്റ്റ്മെന്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നും പൊറുത്തും കൊടുത്തും വാങ്ങിയുമുള്ള ഒരു അഡ്ജസ്റ്റായുള്ള പ്രവർത്തനമായിരിക്കണം നാം നടത്തേണ്ടത്. അതാണ് ശരീഅത്തുൽ ഇസ്ലാം നൽകുന്നത്. ദീന് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു കൗൺസിലിംഗ് പ്രവർത്തനമാണ്. അന്നസീഹ ഒരു ഗുണകാംക്ഷയാണ്. ആ ഗുണകാംക്ഷയുള്ളവർക്കേ മതമുള്ളൂ, ആ ഗുണകാംക്ഷയുള്ളവർക്കേ ഈമാനുള്ളൂ, ആ ഗുണകാംക്ഷയുള്ളവർക്ക് ഇസ്ലാമുള്ളൂ. അതുകൊണ്ട് ഇസ്ലാം വേണോ, ഈമാൻ വേണോ, പടച്ച റബ്ബിന്റെ മതത്തിൽപ്പെട്ട ആളുകളാവണമെങ്കിൽ ഗുണകാംക്ഷയുള്ള ആർദ്രതയുള്ള ഹൃദയത്തിന്റെ വക്താക്കളായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർദ്രതയുള്ള സ്നേഹമുള്ള ദയയുള്ള ഖൽബ് നൽകി നമ്മയൊക്കെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മഹല്ലിന്റെ മണ്ണിലും മുന്നിലും എല്ലാ വിഷയങ്ങളിലും അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ, ദുആക്ക് ഇജാബത്ത് നൽകുമാറാവട്ടെ. എല്ലാവരും ഒരു 10 സ്വലാത്ത് ചൊല്ലി നമുക്ക് ഒന്നിച്ച് ദുആ ചെയ്യാം. എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നാൽ തന്നെ മതി. വളരെ ആത്മാർത്ഥമായി എല്ലാവരും കരങ്ങൾ ഉയർത്തി ആമീൻ പറയണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ 10 സ്വലാത്ത് എല്ലാവരും ചൊല്ലുക. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലിം വസല്ലി വസല്ലിം അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ പരിപാടി സമാപിക്കുകയാണ്. അപ്പോൾ സമാപനം ഭയങ്കര രസമുള്ള പരിപാടിയല്ലേ, വേഗം തീരാന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പോവുക. അപ്പോൾ ചൂടുണ്ടാവില്ല. എനിക്ക് ഇവിടെ ഫാനുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഫാൻ എത്താത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പന്തൽ കൂടെ ആകുമ്പോൾ കുറച്ച് വെന്റിലേഷൻ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു ത്യാഗം നിങ്ങൾ സഹിച്ചതൊക്കെ നമ്മുടെ മഹല്ലിന്, നമ്മുടെ ഈ ഒരു നസീഹത്തിന്, ഈ പരിപാടിക്ക് വേണ്ടിയാണല്ലോ. അല്ലാഹു നാളെ നമ്മുടെ ഹിസാബ് ചെയ്യുമ്പോഴേ ഇന്ന ദിവസം ഇത്ര മണിക്കൂർ അള്ളാഹു വേണ്ടി ചൂടെടുത്തവിടെ ഇരുന്നല്ലോ എന്ന് അള്ളാഹു അത് എഴുതി കാണിക്കുന്ന ഒരു അമലാക്കി മാറണം. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ. നിങ്ങളുടെ ഈ സാന്നിധ്യം, ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങൾ ഇടയ്ക്ക് എല്ലാവരും നീച്ചു പോയി കാലി കസേര ഉണ്ടാവുള്ളൂ, ഈ ചൂടത്തൊക്കെ ഇങ്ങനെ ഇരിക്കുക. പക്ഷേ നിങ്ങളാരും എണീക്കാതെ തന്നെ അവിടെ ഇരുന്ന് ഈ പരിപാടി കഴിയുന്നത് വരേക്കും. പിന്നെ ഉസ്താദ് പറഞ്ഞു ഭക്ഷണങ്ങളുടെ കയ്യിലേക്ക് എത്തും, എണീക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടൊറ്റയാണോ എണീക്കാത്തതെന്ന് അറിയില്ല. ഏതായാലും അൽഹംദുലില്ലാ, ഇതിനു വേണ്ടി ഒരുപാട് ആളുകൾ നമ്മുടെ ഒരുപാട് പ്രവർത്തകർ പിന്നിന്ന് ഈ പാക്കിങ്ങും കുക്കിങ്ങും സാധനം കൊണ്ടുവരലും ഇതെല്ലാം ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്യണം. ഒരു നല്ലൊരു ടീം ഓഫ് വോളണ്ടിയേഴ്സ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദ്വാരക്കണം. അള്ളാഹു അവർക്കൊക്കെ ഖൈറും ബറക്കത്തും ഈമാനും തഖ്വയും ആയുസ്സും ആഫിയത്തും അള്ളാഹു നൽകട്ടെ. അവരുടെ അധ്വാനം കൊണ്ടാണ് നമ്മുടെ മുമ്പിലേക്ക് അത് എത്തുന്നത്. അത് കുക്ക് ചെയ്ത അതിൻ്റെ ഭണ്ഡാരി മുതൽ അതിൻ്റെ സഹായികൾ മുതൽ അതിനു വേണ്ടി സംഭാവനകൾ ചെയ്തവർ, പാകം ചെയ്യുന്നവർ, അത് വിതരണം ചെയ്യുന്നവർ ഒക്കെ നമ്മുടെ സംഘാടകരും കമ്മിറ്റിക്കാരും അവർക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കണം. ഇവിടെ ചൊല്ലിയ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഈ ഉമ്മത്തിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഹോദരങ്ങളിൽ വിഷമവും
ബുദ്ധിമുട്ടുകളും യുദ്ധക്കെടുതികളും അനുഭവിക്കുന്നവർ അള്ളാഹു അവർക്കൊക്കെ സമാധാനം നൽകട്ടെ. ഇന്ന് മരിച്ചുപോയവർ നമ്മുടെ മഹല്ലിലെ ഖബർസ്ഥാനം, ഇതിന് തൊട്ടടുത്തുള്ള ഖബർസ്ഥാൻ്റെ വിഷയം പറഞ്ഞു ഷാഖ് ഉസ്താദ്. അപ്പോൾ അവിടേക്ക് അന്ത്യവിഷമം കൊള്ളുന്നവർ അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. നമ്മുടെ മുട്ടിൽ യത്തീംഖാനയുടെ ജമാൽ സാഹിബ് വഫാത്തായി എന്നുള്ളത് മെസ്സേജ് ഇപ്പോൾ ഞാൻ കണ്ടു. അള്ളാഹുവെ പടച്ചതമ്പുരാൻ ആ മഹാൻ്റെ ഉഖർവിയായ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കട്ടെ. മുക്കം മൊയ്മോൻ ഹാജിയും മുട്ടിൽ യത്തീംഖാനയുടെ ജമാൽ ഹാജിയും, ഈ രണ്ട് ഹാജിമാരെ, ഇതിലിപ്പോൾ മുക്കം മൊയ്മോൻ ഹാജി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ഈ രണ്ട് ഹാജിമാർ ഞാൻ ഒരു സ്പീച്ചിൽ അവർ അനുസ്മരിച്ചിരുന്നു. ഇത്രയും ഡെഡിക്കേറ്റഡായിട്ട് വ്യവസ്ഥാപിതമായി ആ യത്തീംഖാനകളെ, ഒന്ന് മുട്ടിലാണ്, ഒന്ന് പിന്നെ മുക്കത്ത്, ഇതിനു വേണ്ടി കയ്യിലുള്ളതൊക്കെ കൊടുത്തും ആരോഗ്യവും സമയവും ചെലവഴിച്ച് കഠിനാധ്വാനം ചെയ്ത രണ്ട് മഹത്തുക്കളാണ്. ഇതിപ്പോൾ ഒരാളാണിപ്പോൾ ജമാൽ ഹാജി. എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുണ്ട്. ദുബൈയിലും അബുദാബിയിലൊക്കെ വരുന്ന സമയം അദ്ദേഹത്തെ കാണാൻ പറ്റുക. ഈ അടുത്ത സമയം വരെ ആരോഗ്യം വളരെ ക്ഷീണത്തിലാണ്. വയനാട്ടുകാരൊക്കെ കൂടി അദ്ദേഹത്തിന് ഒരു സ്വീകരണമൊക്കെ കൊടുത്തിരുന്നു. പൗരാവലിയുടെ ഒരു സ്വീകരണം ദുബൈയിൽ കൊടുത്തിരുന്നു. തീരെ വയ്യ, ഭയങ്കരമായ യാ അല്ലാഹ്, എന്തൊരു ദീനിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഊർജ്ജസ്വലത. മുസ്ലിം ലീഗിന് വേണ്ടിയും സമസ്തയ്ക്ക് വേണ്ടിയും ഒക്കെ ഒരുപാട് കഠിനാധ്വാനം ചെയ്തൊരു വലിയ നേതാവായിരുന്നു. അള്ളാഹു നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്, ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വസ്വലുഹ അമലുഹു, നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ ഒരുപാട് ആയുസ്സും ഒരുപാട് നന്മയും ചെയ്യാൻ കഴിഞ്ഞവരാണ്. അപ്പോൾ വനഹ്സിബുഹു മിൻഹും വല്ലാഹു ഹസീബുഹു, അദ്ദേഹം ആയുസ്സിൻ്റെ അവസാനം വരെ നന്മയ്ക്ക് വേണ്ടി, നാടിന് വേണ്ടി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, യതീമുകളുടെ സംരക്ഷണത്തിന്, മുട്ടിലെത്തിങ്ങാനൊക്കെ പോയി കാണുന്ന വേണം. ഒരുപാട് വിദ്യാഭ്യാസ സമുച്ചയങ്ങളുടെ വലിയൊരു കൂട്ടമാണത്. അവിടെ സമൂഹ വിവാഹങ്ങൾ നടത്താൻ, അതിനാണ് ജമാൽ ഹാജി അധികം വരാറുള്ളത്, സമൂഹ വിവാഹം നടത്താൻ. അതിൻ്റെ പ്രത്യേകത, വിവാഹം കഴിഞ്ഞു പോയാൽ, നമ്മളൊക്കെ മഹലിലൊക്കെ കൂട്ടവിവാഹങ്ങളൊക്കെ നടത്താറുണ്ട്, സമൂഹ വിവാഹം, അത് കഴിഞ്ഞു പോയി പിന്നെ നമ്മൾ അറിയാറില്ല. ജമാൽ ഹാജിൻ്റെ പ്രത്യേകത, മുട്ടിലെത്തിങ്ങാൻ്റെ കീഴിൽ ഇത് ഫോളോ അപ്പ് ചെയ്യാനൊരു ടീമുണ്ട്. കഴിഞ്ഞ കൊല്ലം കല്യാണം കഴിഞ്ഞ ടീം ഇപ്പം എങ്ങനെയാണ്, ഭാര്യയും ഭർത്താവും റാഹത്തിലാണോ, അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടോ, അവർക്ക് മക്കളായോ, അവർക്ക് വീടായോ, ഇങ്ങനെ ഓരോ വർഷവും അവിടുന്ന് വിവാഹം ചെയ്തു പോകുന്ന യതീമുകളായിരുന്ന കുട്ടികൾക്ക് ജീവിതത്തിൻ്റെ ഒരു മംഗല്യ സൗഭാഗ്യം കൊടുത്താൽ അത് ഫോളോ അപ്പ് ചെയ്യുന്നൊരു ടാസ്ക് വരെ അവർ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ വളരെ വ്യവസ്ഥാപിതമായി വ്യത്യസ്തമായി ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് വലിയ മഹാനായിരുന്നു ജമാൽ ഹാജി. അള്ളാഹുവിനെ അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യണേ തമ്പുരാനെ. അങ്ങനെ മരിച്ചുപോയ എല്ലാവരെയും നമ്മൾ നിയ്യത്ത് ചെയ്യാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا محمد. കാരുണ്യവാനായ അള്ളാഹുവേ നിൻ്റെ റഹ്മത്ത് നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ പടച്ചവനെ. പുറത്തു തരണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, ഇൽമു പഠിക്കാൻ സഹായിച്ചവർ, ദാൽഹുദയെ, ഞങ്ങൾ പഠിച്ച സ്ഥാപനങ്ങളെ, ദർസുകളെ, മദ്രസകളെ, യതീംഖാനകളെ, പള്ളികളെ ഒക്കെ സഹായിച്ചവർ, റഹ്മറാഹിമെ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായവർ എല്ലാവർക്കും നിൻ്റെ റഹ്മത്തും നിൻ്റെ മഗ്ഫിറത്തും നൽകണമേ തമ്പുരാനെ. റഹ്മറാഹിമെ, അള്ളാഹുവെ, ഞങ്ങളുടെ മനസ്സുകളെ നീ നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ സ്വഭാവങ്ങൾ നന്നാക്കണേ പടച്ചവനെ. മുഅ്മിനീങ്ങളും മലായിക്കത്തുൽ കിറാമും അംബിയാവും അള്ളാഹു നീയും ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. ഖൽബിനുള്ളിൽ കിടക്കുന്ന റിയാഓ, ഉജുബോ, ഇജാബും ബിർറഇയോ, ഇജാബും ബിൻ നഫ്സോ, എന്തൊക്കെ പൈശാചികമായ സ്വഭാവങ്ങളുണ്ടോ അള്ളാഹു അതൊക്കെ നീക്കിത്തന്ന് പടച്ചവനെ ഞങ്ങളെ തവാദിഈങ്ങളായ മുഖ്ബിത്തീങ്ങളായ സജ്ജനങ്ങളായി നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അർഹമർറാഹിമായ റബ്ബേ, ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ജീവിതത്തിലും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നിരുപാധികം ഞങ്ങൾക്ക് ഈ നിമിഷം മാപ്പ് നൽകണേ റഹ്മാനെ. ഈ പരിപാടിയിൽ ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന സമയം നിൻ്റെ മലക്കുകൾ ഖൂമൂ മഗ്ഫൂറൻ ലക്കും എന്ന് പറയുന്ന ആ സദസ്സാക്കി നീ മാറ്റിത്തരണേ റഹ്മാനെ. അള്ളാഹു ഈ പരിപാടിയുടെ ഇത്തരം വിജയത്തിന് വേണ്ടി കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും രണ്ട് ലോകത്തിൻ്റെയും ഖൈർ നൽകണേ അള്ളാഹ്. ഞങ്ങളുടെ കടബാധ്യതകൾ വീടാനുള്ള വഴികൾ എളുപ്പമാക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വനഊദു ബിക മിനൽ അജ്സി വൽ കസലി വനഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വനഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. റഹ്മറാഹിമെ, സിഹറിൻ്റെയും ഐനിൻ്റെയും എല്ലാ തരത്തിലുള്ള ശൈത്വാനീയത്തായ ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളിൽ നിന്നൊക്കെ നീ കാവൽ നൽകണേ റഹ്മാനെ. ഞങ്ങൾ ഒരുപാട് പ്രായമുള്ളവരുണ്ട് റബ്ബേ, ശരീരത്തിനും കൈകാലുകൾക്കും വേദനകളും വിഷമങ്ങളും രോഗങ്ങളുള്ളവരുണ്ട്. അള്ളാഹു നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. പിഞ്ചു മക്കൾ, ഉമ്മമാർ, ഉപ്പമാർ, വിദ്യാർത്ഥിനികളൊക്കെ ഒരുമിച്ച് കൂടിയ സദസ്സാണ് അള്ളാഹ്.
അള്ളാഹു അവർക്കൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ ശിഫയാക്കണേ റബ്ബേ. പഠിക്കുന്ന മക്കൾക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അച്ചടക്കവും അദബും ഇൽമും തഖ്വയും മാതാപിതാക്കളോട് സ്നേഹവും ബഹുമാനവുമുള്ള രാജ്യത്തിൻ്റെ സൃഷ്ടിപ്പിന്, രാജ്യത്തിൻ്റെ പുനഃസൃഷ്ടിക്ക്, രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ഭാഗവാഹിത്വം വഹിക്കാൻ കഴിയുന്ന നല്ല പൗരന്മാരായി നല്ല മക്കളായി ഞങ്ങളുടെ മക്കളെ നീ മാറ്റിത്തരണേ റഹ്മാനെ. കണ്ടവരുടെ കൂടെ ഇറങ്ങി ഓടുകയോ ഒളിച്ചോടുകയോ ചെയ്ത് അപമാനം വരുത്തുന്ന ഒരു തരത്തിലുള്ള ദുഃഖമുള്ള വാർത്തകൾ ഞങ്ങളുടെ നാട്ടിലോ വീടുകളിലോ കേൾക്കാതെ അള്ളാഹു നീ സഹായിക്കണേ തമ്പുരാനെ. റഹ്മാൻ റഹീമേ, മദ്യപാനത്തിലേക്കും വ്യഭിചാരത്തിലേക്കും ലഹരിയിലേക്കും നീങ്ങുന്ന കാലമാണ് ഞങ്ങളുടെ മക്കളുടെ ക്യാമ്പസ്. അവരുടെ കൂട്ടുകാർ അവരാരുടെ കൂടെയൊക്കെ കളിക്കുന്നുവോ ആരെയൊക്കെ ചേർത്ത് പിടിക്കുന്നുവോ അവർ അള്ളാഹുവെ നല്ലവരാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെന്ന് പഠിക്കുമ്പോൾ അവരെ കൊണ്ട് നീ നന്നാക്കണേ പടച്ചവനെ. അവർ കേടുവരുന്ന അവസ്ഥ വരരുതേ റഹ്മാനെ. കാരുണ്യവാനെ, ഞങ്ങളുടെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും നീ നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ പെൺകുട്ടികൾ പ്രത്യേകിച്ചും അച്ചടക്കവും ഹിജാബുള്ള വസ്ത്രവും ധരിച്ച് നല്ല ഹബീബായ നബി തങ്ങളുടെ അവിടുത്തെ തിരുചര്യകൾ പിൻപറ്റി തിന്മകളിലേക്ക് പോകാതെ, തിന്മകളിലേക്കുള്ള ഏതെങ്കിലും ലാഞ്ചനകൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു ഒരു ടെംപ്റ്റേഷനും വിധേയമാവാതെ, തെറ്റുകളിലേക്ക് ഉള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നോ എന്ന് പറയാനുള്ള ചങ്കൂറ്റമുള്ള നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റണേ പടച്ചവനെ. അവിടുത്തെ ഉമ്മമാർ മക്കളെ പോറ്റി വളർത്തിയവർ, അവരെ ഗർഭം ധരിച്ച് പ്രസവിച്ച് അവരെ 2 കാലിൽ നടക്കാനും ഓടാനും പ്രായമാവുന്നവരെ കഠിനാധ്വാനം ചെയ്ത ഉമ്മമാർ, അള്ളാഹുവരെ പോറ്റി വളർത്തിയതെല്ലാം, മക്കൾക്ക് ജന്മം കൊടുത്തത് എല്ലാം അള്ളാഹുവെ നീ വലിയ ഇബാദത്തായി സ്വീകരിക്കണേ പടച്ചവനെ. ആ മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഉപ്പമാർ, അവരുടെ ആരോഗ്യവും അവരുടെ ഭക്ഷണവും അവരുടെ താമസവും ഉറപ്പുവരുത്തുന്ന ഭർത്താക്കന്മാർ, അള്ളാഹുയുടെ ജോലികളിൽ അവരുടെ ശരീരത്തിലൊക്കെ ആരോഗ്യവും ആഫിയത്തും സലാമത്തും നൽകണേ പടച്ചവനെ. റഹ്മാൻ റഹീമേ, ഞങ്ങളുടെ മഹലിൽ കഴിഞ്ഞുപോയ ഒരുപാട് കാരണവന്മാർ, ഉമ്മമാർ, അവരുടെയൊക്കെ സംഭാവനകളാണ് റബ്ബേ ഇവിടുത്തെ മദ്രസയും പള്ളിയൊക്കെ. അവർക്കൊന്ന് മണ്ണിനടിയിലാണ് റബ്ബേ. ഞങ്ങളുടെ ഈ സദസ്സിൻ്റെ ഈ മജ്ലിസിൻ്റെ പുണ്യം അവർക്കൊന്ന് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അവിടെ ഖബറുകളെ നീ വിശാലമാക്കണേ പടച്ചവനെ. അവിടെ ഖബറിലേക്ക് നൂറായി നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. റഹ്മാൻ റഹീമേ, ഈ പരിപാടിക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്തവർ, വിതരണം ചെയ്യുന്നവർ, റഹ്മാൻ റഹീമേ, അവരിൽ നിന്നൊക്കെ നീ സ്വീകരിക്കണമേ അല്ലാഹ്. ഞങ്ങളുടെ മഹല്ല് ഒരുമയും സ്നേഹവും ഐക്യവും എന്നും നിലനിർത്തുന്ന ഒരു നല്ല മഹല്ലാക്കി തരണേ റബ്ബേ. യോഗ്യരായ കഴിവുള്ള ആളുകൾ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ അള്ളാഹു നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമ, അള്ളാഹു അതിനെ നീ ശക്തിപ്പെടുത്തണമേ തമ്പുരാനെ. പാണക്കാട് കുടുംബം, ആ കുടുംബത്തിൻ്റെ യശസ്സ് നീ എന്നും ഉയർത്തിപ്പിടിക്കണേ തമ്പുരാനെ. ഉമറാവും ഉലമാവും ഒരുമിച്ച് നീങ്ങുന്ന ആ ഒരു സന്തോഷകരമായൊരു സാഹചര്യം എന്നും കേരളീയ മുസ്ലിമീങ്ങൾക്കും ഭാരതത്തിലെ മറ്റു ഇടങ്ങളിലുമൊക്കെ അള്ളാഹു നീ നിലനിർത്തിത്തരണമേ തമ്പുരാനെ. റഹ്മാൻ റഹീമേ, ജീവിതത്തിൻ്റെ പല തലങ്ങളിൽ നീങ്ങുന്നവരാണ്, ജോലി ചെയ്യുന്നവരുണ്ട്. അള്ളാഹുവെ, ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ റബ്ബേ. കച്ചവടക്കാരുണ്ട്, കച്ചവടത്തിൽ റഹ്മത്ത് ചെയ്യണേ റബ്ബേ. ജോലി നഷ്ടപ്പെട്ടവർക്ക് ഖൈർ പകരം കൊടുക്കണേ റബ്ബേ. കച്ചവടം നഷ്ടമായവർക്ക് നീ അള്ളാഹുവെ നീ ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾ നിയ്യത്ത് ചെയ്ത മസ്ജിദ് അള്ളാഹുവെ നിനക്ക് സുജൂദ് ചെയ്യാനുള്ള ഇടമാണ്. അള്ളാഹുവെ, ഒരു 7000-ഓളം സ്ക്വയർ ഫീറ്റ് ഉള്ള 2 നിലയിൽ G+2 ഗ്രൗണ്ട് പ്ലസ് 2 ഫ്ലോറുകളായി അള്ളാഹു ഇവിടെ പണിതീരാൻ പോകുന്ന ഈ മസ്ജിദ് ഒരു സ്ക്വയർ ഫീറ്റിന് 1700 രൂപയാണ്. ഇവിടെ സ്ലിപ്പ് നൽകിയിട്ടുണ്ട് എല്ലാവരുടെ കയ്യിലും. നല്ല ഒരു സംഖ്യ, എത്രയാണോ നിങ്ങൾ കൊണ്ട് കഴിയുന്ന സ്ക്വയർ ഫീറ്റ് അത് നിങ്ങൾ എഴുതിയിട്ട് കൊടുക്കണം പടച്ചവനെ. അത് നൽകുന്നവരും നൽകാൻ നിയ്യത്ത് ചെയ്തവർക്കും നീ ഖൈർ ചെയ്യണമേ റഹ്മാനെ. എല്ലാ തരത്തിലുമുള്ള നിന്റെ ഹിമായത്തും ഹിഫ്ളും അല്ലാഹു നിന്റെ കാവലും നൽകണമേ തമ്പുരാനെ. ഒന്നും കൊടുക്കാൻ കയ്യിലില്ല റബ്ബേ, എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു എന്ന് മനസ്സിൽ നിയ്യത്ത് ചെയ്യുന്നവർക്ക് അള്ളാഹുവിനെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണെങ്കിൽ അള്ളാഹുവെ നൽകിയതിൻ്റെ കൂലി നീ അവർക്ക് കൊടുക്കണേ തമ്പുരാനെ. റഹ്മാൻ റഹീമേ, ഞങ്ങൾക്ക് നിന്നോട് എന്തെല്ലാം ചോദിക്കാണ്ട് റബ്ബേ, പക്ഷെ ഞങ്ങൾക്ക് ഖൈർ എന്താണെന്നോ നിനക്കറിയാം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി കുല്ലി മാ സഅലക മിൻഹു അബ്ദുക വനബിയ്യുക മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഊദു ബിക മിൻ ശർരി കുല്ലി മാ ഇസ്തആദക മിൻഹു അബ്ദുക വനബിയ്യുക മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, മരണത്തിന് മുമ്പ് ഹജ്ജും ഉംറയും പരിശുദ്ധ ഹബീബിനെ സിയാറത്തും ചെയ്യാൻ ഒരുപാട് തവണ ഭാഗ്യം നൽകണേ റബ്ബേ. മരണം ഖൈറായ നേരത്ത് ഞങ്ങൾക്ക് കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഹബീബിനെ കാണിച്ചു തരണേ തമ്പുരാനെ. നാളെ നിന്നെ
കാണാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. അൽ ഹബീബിൻ്റെ ഷഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ റബ്ബേ. അവിടുത്തെ ഹൗദുൽ കൗസർ അവിടുത്തെ കൈകൊണ്ട് വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റബ്ബേ. മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് ചെയ്യണേ പടച്ചവനെ. ഞങ്ങളുടെ നാടിനെ വിവിധ മതവിശ്വാസികൾ തമ്മിൽ സ്നേഹത്തിൽ കഴിഞ്ഞു പോകുന്ന ഈ നല്ല ചുറ്റുപാട് കാലാകാലങ്ങളിൽ അള്ളാഹു നിലനിർത്തി തരണമേ തമ്പുരാനെ. റഹ്മാൻ റഹീമേ, അള്ളാഹുവേ ഇതൊക്കെ ഞങ്ങളുടെ അപേക്ഷയാണ് റബ്ബേ. ഇതെല്ലാം സ്വീകരിക്കാൻ കനിവുണ്ടാകണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം ബിജാഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാവർക്കും കിട്ടിയിട്ട് എഴുന്നേൽക്കുക. പിന്നെ ഒരു പരിപാടി കഴിയുമ്പോൾ ഒരു ദിക്ർ ചൊല്ലാനുണ്ട്. അത് എല്ലാവരും ചൊല്ലിക്കോളൂ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,